എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാതെ പതറി നിൽക്കുന്ന ഒരു സമയത്ത് ദൈവം അയച്ചിട്ട് ഒരു കർത്താവിൻ്റെ ദാസി എൻ്റെ വീട്ടിൽ വന്നു. അവരുടെ പേരാണ് ചെല്ലാമ്മ. ദേവികുളത്തുള്ള ഒരു അമ്മയാണ്. അവർ പ്രായമുള്ള ഒരു ആളായിരുന്നു. അവരാണ് എന്നെ അന്ന് ആശ്വസിപ്പിച്ചത്, എന്നെ ധൈര്യപ്പെടുത്തിയത്. അവരുടെ ആശ്വാസവും അവരുടെ പ്രാർത്ഥനയും ഞങ്ങൾ തമ്മിലുള്ള ആ കൂട്ടായ്മ ദൈവം കേട്ട് അന്ന് ഞങ്ങളെ വിടുവിച്ചു. അതുമാത്രമല്ല, എനിക്ക് അവരെപ്പറ്റി 2 വാക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. 2012 13 ദേവികുളത്ത് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പാതിരായിക്ക് കാട്ടാന വന്ന് അവരുടെ വീടിൻ്റെ മുമ്പിൽ വന്നിറങ്ങി. മുമ്പിലുണ്ടായിരുന്ന വാഴകൾ പറിച്ചു തിന്നുന്നു. യാന വന്ന് വാഴ തല്ലി അടിച്ച് പറിക്കുന്ന ഒച്ച കേട്ടുകൊണ്ട് ഈ ഷെല്ലാമ്മ ജനൽ തുറന്ന് നോക്കി. റോഡിൻ്റെ അടിവശത്ത് ഒരു 10-15 അടിയോളം കെട്ടിൻ്റെ താഴെ ഇരിക്കുന്ന ഒരു വീടാണ്. ഒരു സൈഡിൽ മാത്രം ഒരു വീടുണ്ട്, വേറൊരു വീടില്ല. ആ സംഭവം ഈ അർദ്ധരാത്രിയിൽ ഈ അമ്മ കണ്ടപ്പം ഈ അമ്മ പായെടുത്തിട്ട് നിർത്തി വിരിച്ചിട്ട് അവരിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മനോരമ പത്രം ഇങ്ങനെ എഴുതി: ഷെല്ലാമ്മയുടെ വീട്ടിൽ കാട്ടാന ഇറങ്ങി. വീടിൻ്റെ ഫ്രണ്ടിൽ വാഴ പറിച്ച് തിന്നുന്നത് ഒച്ച കേട്ട് ഷെല്ലാമ്മ ജനൽ തുറന്ന് നോക്കിയപ്പം കാട്ടാന മുമ്പിൽ നിൽക്കുന്നു. ഷെല്ലാമ്മ പാന്ന് ഇട്ട് പ്രാർത്ഥന ജപം ആരംഭിച്ചേ. ആന അപ്പടിയേ നിന്നേ. മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു പ്രത്യേക കോളത്തിൽ ഒരു ചെല്ലാമ്മയുടെ ഫോട്ടോയും വീടും ആനയും നിൽക്കുന്ന ഒരു പരസ്യം, ഒരു ന്യൂസ് അന്ന് മനോരമ പത്രം വായിച്ചിട്ടുള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഈ ചെല്ലാമ്മയുടെ വിശ്വാസം എന്നോട് പറഞ്ഞത് മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ ഒരു തരത്തിലും രക്ഷപ്പെടാൻ പഴുതില്ലാത്ത ഒരു സാഹചര്യത്തിലും അവരുടെ ഒറ്റയ്ക്കുള്ള ദൈവത്തിൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ, ദൈവസന്നിധിയുടെ നിലവിളിയുടെ മുമ്പിൽ ആ ആന ചലിക്കാതെ നേരം വെളുക്കുന്നിടം വരെ നിന്നു. മനോരമ പത്രം റിപ്പോർട്ട് ചെയ്തു. മനോരമ പത്രം ചെന്ന സ്ഥലങ്ങളിലെല്ലാം ഈ ന്യൂസ് എല്ലാവരും കണ്ടതാണ്. ഇതൊരു കഥയല്ല, ഇതൊരു അനുഭവമാണ്. ഇന്ന് പകൽക്കാലം എൻ്റെ ജീവിതത്തിൻ്റെയും ഷെല്ലാമ്മയുടെയൊക്കെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം, ഹൃദയം തകർന്ന് ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തോട് നിലവിളിച്ചാൽ കാട്ടാനയല്ല, ഏത് സിംഹമായാലും ഏത് കൊടുമുടിയായാലും മുമ്പിൽ നിൽക്കുന്നത്, ഏത് ഇരുമ്പോടാമ്പലായാലും തകർക്കുന്ന നമ്മളെ സൂക്ഷിക്കുന്ന, നമ്മളെ വിടിവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഉണ്ടായി എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഈ ജീവിതാനുഭവം ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ സാക്ഷിയായി വെക്കുന്നത്. അവരെന്നെപ്പോലെ തന്നെ വിദ്യാഭ്യാസവും വലിയ അറിവുമൊന്നും ഇല്ലാത്ത ഒരു സഹോദരിയായിരുന്നു. അവരെ ആരും അറിയില്ല, എങ്കിലും അവർ ദൈവം അറിയുമായിരുന്നു എന്നുള്ളതാണ് ഞാൻ തെളിയിക്കുന്നത്. ഞങ്ങളെയൊക്കെ ദൈവം അറിയുമായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി കരുതുവാൻ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഒരു നാൾ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ കൃപ ഞങ്ങൾ അനുഭവിച്ചത് കൊണ്ടാണ് ഇത്ര പവർഫുള്ളായിട്ട് നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. ഞങ്ങൾ അനുഭവിച്ചിട്ടാ. നിങ്ങളും ഇതനുഭവിക്കണം. നിങ്ങളും ഈ നന്മ, ഈ അനുഗ്രഹം, ഈ സൗഭാഗ്യം ലഭിക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഈ കൊടുമുടിയുടെ അനുഭവത്തിൽ, തീച്ചൂളയുടെ അനുഭവത്തിൽ, ഒരനുകൂലമല്ലാത്ത പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ്, അതുപോലെ ഞങ്ങൾ 2 പേര് ഒരുമനപ്പെട്ട് ഞങ്ങളിപ്പോൾ ഇതിന് തയ്യാറായി ഈ പ്രതിസന്ധിയിൽ ഇങ്ങനൊരു സാക്ഷ്യം ഇവിടെ പറയുന്നത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞിരുന്നു, ഞാൻ പോകുന്ന എറണാകുളത്തുള്ള ജോഷുവ ജനറേഷൻ ചർച്ചിലെ പാസ്റ്റർ ഫെബ്രുവരി മാസത്തിലാണ് എൻ്റെ ഓർമ്മ. ഞാൻ ഏതായാലും ഇത് പറയുന്നതിൻ്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഒരു ദൂതുണ്ടായിരുന്നു. പ്രസവത്തിൻ്റെ കാലം തികഞ്ഞു.
കാലം തികഞ്ഞ പ്രസവിച്ചേ പറ്റുള്ളൂ. അത് പെരുവഴിയായാലും ദൈവത്തിന് പ്രശ്നമല്ല. അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ അങ്ങനത്തെ ഒരു പ്രതിസന്ധിയിലാണ് ഇങ്ങനെ ഒരു സാക്ഷ്യം ഞങ്ങൾക്ക് ആ ദൈവാലോചന പ്രകാരമാണ് ഇത് പുറത്തു വരുവാൻ ദൈവം സഹായിച്ചത്. ഇത് മനുഷ്യൻ്റെ സഹായമോ ആരുടെയെങ്കിലും വ്യക്തിപരമായ ഒരു സപ്പോർട്ടിലില്ല. ഇത് ദൈവം തമ്പുരാൻ ഞങ്ങളെ പുറത്തിറക്കിയത് കൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളിങ്ങനെ നിൽക്കുന്നത്. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിന് ശേഷം മാങ്കളത്തുനിന്ന് ഉള്ള കേസുകൾ വിശ്വാസികൾക്കൊപ്പം പറഞ്ഞു, കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ ബാക്കി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അവിടുത്തെ വെള്ളം പോലും എടുത്തു കുടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ കുടുംബത്തിലുണ്ടായിരുന്നവരെല്ലാം പോയി, സഭയിൽ സപ്പോർട്ടിങ് പോയി. ഇനി അടുത്തുണ്ടായിരുന്ന ഒരു സഹോദരി, ഒരു മകൾ ഇവിടെ വന്ന വൈഫിന് കൂട്ടുകിടന്ന് പറയും, മഴക്കാലത്ത് പുല്ല് കെട്ടിട അവരുടെ വീടിനും കൂടെ തീ വെച്ച് അവരെ നശിപ്പിക്കാൻ നോക്കിയ കഥയുണ്ട്. അങ്ങനെ അവരുടെ വീട് കത്തിപ്പോയി. എന്നിട്ട് രണ്ടാമത് ആദ്യം ഞാനാണ് ഒരു 2000 രൂപ കൊടുത്തു. അത് മേക്കൂട് ഉണ്ടാക്കി ഓട് മേയാൻ പറഞ്ഞ് പണി തുടങ്ങി. രണ്ടാമത് മേഞ്ഞ് താമസിച്ചേ. ഞങ്ങളുടെ അടുത്തിരിക്കുന്ന താല്പര്യമുള്ളവരുടെ വീടുകൂടെ കത്തിച്ച് മഴക്കാലത്ത് എരിച്ച് കളഞ്ഞ അനുഭവങ്ങളുണ്ട്. കാര്യങ്ങൾ പറഞ്ഞ ഇത് കഥ പറഞ്ഞ 6 മാസം കൊണ്ട് തീരില്ല. അതുപോലെയുള്ള പ്രതിസന്ധിയിലായിരിക്കുമ്പം അടിമാലിലെ സ്ഥലം ടെക്നിക്കൽ സ്കൂളിന് വേണ്ടി എടുക്കാനായിട്ട് മന്ത്രി കല്ലിടാൻ ഡേറ്റ് വന്ന് ഫണ്ടും തന്നതാ. അത് തരിപ്പിക്കാതെ തടഞ്ഞ കാര്യം പറഞ്ഞല്ലോ. അങ്ങനെ പറഞ്ഞിരിക്കുന്നിടത്ത് ആ സ്ഥലമൊക്കെ തരിശായിപ്പോയി. പൂവി കിടപ്പുണ്ടായിരുന്നു. ഞാനവിടെ തിരിച്ചു വരണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കേസും കോടതിയൊക്കെ ആയിട്ട് നടന്നിട്ട് അടിമാലി വന്നിട്ട് മാങ്കുളത്തിൽ പോകാനൊക്കെ നിൽക്കുമ്പം പഴയ സ്നേഹിതന്മാർ പറഞ്ഞു, നിങ്ങളെ ചേട്ടനും അനിയനും കൂടെ പെട്ടിയും തൂക്കി ഇങ്ങനെ കോടതി കയറി നടന്ന് കോടതി കിടന്ന് ചാകും, അവിടെ എവിടെയെങ്കിലും കുഴിച്ചിടും. ഈ കേസും കൊണ്ടൊന്നും നിങ്ങളൊന്നും ഞങ്ങളുടെ അടുത്ത് ജയിക്കത്തില്ല. നിന്റെ 7 ഏക്കർ സ്ഥലത്ത് ഞങ്ങൾ 70 കുടുംബക്കാരെ കയറ്റി താമസിപ്പിക്കും. എന്നിട്ട് ഞങ്ങൾ 2-3 കൃഷ്ണന്മാരും ഇതിൻ്റെ നടുക്ക് താമസിക്കും. അവർ പറഞ്ഞ എല്ലാം ഒന്നും ഞാൻ പറയുന്നില്ല. കേസ് കൊണ്ട് നിങ്ങൾ ജയിക്കത്തില്ല. ആ പറഞ്ഞതിൽ 1-2 പേര് മരിച്ചുപോയെങ്കിലും ഒരു പുളിക്കൻ എന്ന് പറഞ്ഞ ഔസേപ്പച്ചൻ എന്ന് പറഞ്ഞ ആൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അടിമാലിൽ. അവരൊരു തമാശയിലാണ് ഞങ്ങളോട് പറഞ്ഞത്. ഞാൻ എൻ്റെ സഹോദരനോട് പറഞ്ഞു, ഈ തമാശ പറഞ്ഞതിനകത്ത് എന്തോ കാര്യമുണ്ടെന്ന് പറഞ്ഞു. തമാശയിലാണ് പറഞ്ഞു, ഇതിനകത്ത് എന്തോ ഒരു കാര്യമുണ്ട്. എത്രയും വേഗം അടിമാലിൽ പോയി നമ്മുടെ സ്ഥലം നമ്മുടെ പൊസിഷനിലെടുത്ത് നമ്മളവിടെ താമസം ആരംഭിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭൂമി ജീവനോടെ വെച്ചിരിക്കില്ല എന്ന് പറഞ്ഞ എൻ്റെ അനിയനെ നിർബന്ധമായിട്ട് പേര് പറഞ്ഞു കൊന്നുകളയൂ എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ബുദ്ധിയല്ല, നമ്മൾ സൂക്ഷിക്കണം. നമുക്ക് അവിടെ ഇപ്പം പോകുന്നത് സുരക്ഷിതത്വമല്ല, അപകടമാണ് എന്ന് അനിയൻ ഒരു ബുദ്ധി ഉപദേശിച്ചു. എന്നാലും എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. എനിക്ക് പരിചയമുള്ള ഒരു കുഴിക്കൊമ്പി കുഞ്ഞേട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ മാങ്കുളത്തുണ്ടായിരുന്നു. ഇച്ചിരി തൻ്റെ ഇടമൊക്കെ ഉള്ള ആളാണ്. ഞാൻ പറഞ്ഞു, കുഞ്ഞേട്ടാ, നമുക്ക് അടിമാലിലെ സ്ഥലത്ത് പോയി വാഴ വെക്കണം, നമുക്ക് കുറച്ച് പണിക്കാരെ സംഘടിപ്പിക്കണം, പോളം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എടാ നിനക്കൊക്കെ പണിയാൻ ആളെ വിളിച്ച് നാട്ടുകാർ വലിയൊരു പണിയാൻ വരുമോ എന്ന് ചോദിച്ചു അയാളെ ചിരിച്ചുകൊണ്ട്. ഞാൻ പറഞ്ഞു, ആരെങ്കിലും സംഘടിപ്പിക്കണം, നമുക്ക് മന്നാന്മാരെ വേണം ഞാൻ സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞു. മന്നാന്മാരെ നാട്ടുകാരെ കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മന്നാനെങ്കിൽ മന്നാൻ, പണിയെടുക്കുന്ന ആരെങ്കിലും ഇങ്ങാര് വിളിച്ചോ, ഇങ്ങാർക്ക് ധൈര്യം ഉണ്ടല്ലോ വരാൻ, നിങ്ങൾ വരണം എന്ന് പറഞ്ഞു. അദ്ദേഹം 15 മന്നാന്മാരെ സംഘടിപ്പിച്ചു. പണിയാൻ വരാൻ തീരുമാനിച്ചു. ഞങ്ങൾ 5-7 ഏക്കർ സ്ഥലത്തും വാഴ വെച്ച് സ്ഥലം പൊസിഷൻ എടുത്ത് അവിടെ താമസം ആരംഭിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ പോയാൽ ഞങ്ങൾക്കൊരു ഷെഡ് പോലും ഇല്ല ഈ സ്ഥലത്ത്. അപ്പോൾ ഈ അസംബ്ലീസ് റോഡിൻ്റെ ചർച്ച് എൻ്റെ ഒരു സ്നേഹിതൻ്റെ കെട്ടിടം വാടകയ്ക്ക് എടുത്ത് അവിടെ ചർച്ച് നടക്കുക. അപ്പം ആ പാസ്റ്റർ എനിക്ക് പരിചയമുള്ളതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പിന്നെ ഞങ്ങൾ ഈ വീട് വിടാൻ പോവുക, ഇത് വാടക കൂടുതൽ, അത് കൊടുക്കാൻ പറ്റില്ല, ഞാൻ അടുത്ത് കിടക്കുന്ന ഒരു വീട് 1000 രൂപയ്ക്ക് കിട്ടും, അത് ഞങ്ങളെടുത്ത് അങ്ങോട്ട് മാറാൻ ചെയ്യാം, ഷീറ്റ് ഇട്ടതായാലും കുറച്ചുകൂടെ വിസ്തീർണമുണ്ട്. അങ്ങനെ പാസ്റ്റർമാരാണ്, ഞാനിതെടുത്ത് ഇങ്ങോട്ട് വരിക, ആരോടും മിണ്ടണ്ട, ഞാനിങ്ങോട്ട് പോരുക എന്ന് പറഞ്ഞു. സമ്മതിച്ചു. ഏതായാലും ആരോടും മിണ്ടണ്ട എന്ന് പറഞ്ഞു. അവരെടുക്കാൻ ഉദ്ദേശിച്ച വീട് എൻ്റെ ഒരു സ്നേഹിതൻ്റെ ആയിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, എടാ ഞങ്ങളുടെ പാസ്റ്റർക്ക് ഞങ്ങളുടെ വീട് വേണമെന്ന് പറഞ്ഞിട്ട് വാടകയൊക്കെ കുറച്ച് ചെറിയ കാശിന് കൊടുക്കാൻ പറഞ്ഞു. അല്ല അവൻ പറഞ്ഞു, വാടക ഒന്നും തരണ്ട പഞ്ഞുണ്ട്, ഒരു 25,000 രൂപ എനിക്കൊരു സെക്യൂരിറ്റി ആയിട്ട് കാശ് മാറുമ്പോൾ തന്നേക്കാം, എനിക്ക് ഇച്ചിരി പൈസയ്ക്ക് അത്യാവശ്യം. ഞാൻ ഈ പാസ്റ്ററോട് പറഞ്ഞു, 25,000 രൂപ നിങ്ങൾ സെക്യൂരിറ്റി ആയിട്ട് കൊടുത്താൽ മതി, വാടകയൊന്നും കൊടുക്കണ്ട, എനിക്കറിയാവുന്ന പാർട്ടിയുടെ, ഞാൻ ഈ വീട് കൊടുത്തോളാം. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സെക്യൂരിറ്റി ഒന്നും കൊടുക്കാൻ പറ്റില്ല,
ഞങ്ങൾ വാടക കൊടുക്കാം. അവസാനം ഞാൻ പറഞ്ഞു 25,000 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും മാറുമ്പം. നിങ്ങൾക്ക് ഒരു വാടകയും കൊടുക്കണ്ട, നിങ്ങൾക്ക് അത്രയും പൈസ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല, ചെറിയൊരു അഡ്വാൻസ് കൊടുക്കണ്ടേ വാടകയാണെങ്കിലും. എന്തിനാ അത് പറഞ്ഞ് അവർ പറഞ്ഞു അതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല, വാടക കൊടുക്കാം. ഞാൻ പറഞ്ഞു നിങ്ങൾ എത്ര രൂപ വാടക കൊടുക്കും? നിങ്ങൾ 1000 രൂപ കൊടുക്കാൻ 750 രൂപ വാടക കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അതിനും കുഴപ്പമില്ല, എന്നാൽ ഞാൻ 25,000 രൂപ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ അവനെ വിളിച്ചു പറഞ്ഞു ആ വീട്ടിൽ താമസിക്കുന്ന ആളെ മാറ്റിയിട്ട് താക്കോൽ പാസ്റ്റർ കൊടുത്തവരെ കാശ് ഇന്നടുത്ത് കൊടുത്തിട്ടുണ്ട്, നീ അവിടെ നിന്ന് മേടിച്ചോളാൻ പറഞ്ഞു. ആരും അറിയണ്ടെന്ന് പറഞ്ഞു. എന്തായാലും ഇതെങ്ങനെയോ ഞാൻ അവിടെ വരാൻ പോകുന്നുള്ളൂ, ന്യൂസ് പുറത്തു പോയി. അവിടെ താമസിച്ചിരുന്ന ആൾ മാറത്തില്ല, വീട് കിട്ടാതെ അവനെ മാറ്റാതെയാക്കി. ഞാൻ അത് പ്രശ്നമായെന്ന് കണ്ടു കഴിഞ്ഞപ്പം എൻ്റെ ഈ 2ാം ക്ലാസ് ബുദ്ധിക്ക് ഞാൻ പോയി മാങ്കുളത്ത് മഴക്കാലമാണ്, ദൈവസന്നിധിയിൽ പോയിരുന്നൊരു 3 ദിവസം ഉപവസിച്ചു പ്രാർത്ഥിച്ചപ്പം വലിയ മഴ കാറ്റുകൊണ്ടായി. ആ വീടിൻ്റെ ഫ്രണ്ട് ഒരു കെട്ട് അങ്ങോട്ട് ഇടിഞ്ഞു പോയി. 3 ദിവസം ഭയങ്കര മഴ. മതിലിടിഞ്ഞ് പോയപ്പം അവിടെ താമസിച്ചിരുന്നാണെന്ന് പേടിയായി. അവർ രാത്രി മാറി. അവന് അവിടെ താമസിക്കുന്നതിന് 10-20 കൊടുക്കാറുണ്ട്. അവൻ ചെന്ന് കാശി ചോദിച്ചു, മാറിക്കോളാമെന്ന് പറഞ്ഞു. താക്കോല് കിട്ടി, അവൻ മാറി. പിറ്റേ ദിവസം എനിക്കൊരു എഴുത്ത് കൊടുത്തു വിട്ടു, അവരും മാറി. വീടിൻ്റെ ഫ്രണ്ട് ഇച്ചിരി ഇടിഞ്ഞു പോയി, ഞാൻ പെട്ടെന്ന് കെട്ടി തന്നോളാം, നിങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചു തന്നെ അബുദാ പറഞ്ഞ് ഇവൻ വസ്തുവിൻ്റെ വീടിൻ്റെ ഓണർ എനിക്കൊരു കത്ത് കൊടുത്തു വിട്ടു. ഞാൻ പറഞ്ഞു സാരമില്ല, ഓടിപ്പോകുന്ന മനുഷ്യൻ മരിക്കുന്നത് അതിനേക്കാളും വല്ലതാണോ ഇത് എന്ന് പറഞ്ഞു. ഞാൻ ദൈവം പ്രാർത്ഥന കേട്ടല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ വന്ന് ചർച്ചിൽ വന്ന് പാസ്റ്ററോട് പറഞ്ഞപ്പം അവരെന്നോട് പറയുക, ഓ ഞങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു, പ്രാർത്ഥന കേട്ടു, ഞങ്ങളങ്ങ് മാറിയിട്ടാണ് എന്നാ ചെയ്യുമായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്കത് വേണ്ട. ആ വീട് അവർക്ക് വേണ്ട. ഞാൻ വെച്ചാൽ എൻ്റെ 25,000 രൂപ കൊടുത്ത് ഞാൻ വീട് താക്കോലെന്നെ ഏൽപ്പിച്ചിരിക്കുക. മേടിച്ചോളം പറഞ്ഞാൽ ഞാൻ വന്നത്, നിങ്ങൾക്ക് വേണ്ടത്. ഇവർ പറയുന്ന പ്രാർത്ഥന ദൈവം കേട്ടതാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു പ്രാർത്ഥന കേട്ടു, നിങ്ങൾക്ക് വേണ്ട വീട് വേണ്ട. ഞാൻ പിന്നെ അവരോടൊന്നും മിണ്ടാൻ പോയില്ല. ഏതായാലും പ്രാർത്ഥന കേട്ടത് ഞാൻ സമ്മതിച്ചു, ഞാൻ താക്കോല് മേടിച്ചു. ഞാൻ ഈ 15 ജോലിക്കാരുമായിട്ട് ഞാൻ വന്ന് ഈ വീട്ടിൽ കയറി. ഒരാളിനോട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയാൽ പറഞ്ഞു. ബാക്കി 14 പേരും ഈ കുഞ്ഞേട്ടനുമായിട്ട് സ്ഥലത്തിറങ്ങി പണി ആരംഭിക്കാൻ തുടങ്ങി. ഈ പാസ്റ്ററെ തന്നെ ഞാൻ വിളിച്ച് എൻ്റെ സ്ഥലത്തിറങ്ങി. 12-13 കൊല്ലമായി വിശ്വാസത്തിൽ വന്നിട്ട് ഞാൻ ആ പറമ്പിൽ ഇറങ്ങിയിട്ട്. അത് ഏദൻ തോട്ടം എന്ന പേരുണ്ടായിരുന്ന ഒരു കമുകും തോട്ടവും മാങ്കോസ്റ്റിൻ്റെ പഴം ഉണ്ടാകുന്ന മരവും ചെടിയുള്ള തോട്ടവുമായിരുന്നു. അല്ല, മാങ്കോസ്റ്റ് മാത്രം നിന്നാലും എനിക്ക് വേണം ജീവിക്കാമായിരുന്നു. അതെല്ലാം 3 കമുകൊഴിച്ച് ബാക്കിയെല്ലാം വെട്ടി ആദായം എടുത്തത് കൂടാതെ ഈ 12-13 കൊല്ലം കൊണ്ട് വെട്ടി നശിപ്പിച്ച് തരിശാക്കി. ഇതൊക്കെ ഫോട്ടോ എടുത്തതിൽ അന്നത്തെ ഇരിപ്പുണ്ട്. ഞാൻ അവിടെ ഇറങ്ങി, ഈ പാസ്റ്ററുമായിട്ടാണ് ഇറങ്ങിയത്. പാസ്റ്റർ നല്ല പാസ്റ്റർ നന്നായിട്ട് ഞങ്ങളുടെ ജോലിക്കാരും കൃഷിയും സ്ഥലമൊക്കെ അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ദൈവത്തിൻ്റെ ആത്മാവ് എനിക്കൊരു ചിന്ത തന്നു. ഈ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന പോരാ, നിന്നെ 12-13 കൊല്ലമായി നിന്നെ ഇവിടെ ഇറക്കാതെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്ന ദുഷ്ട അന്ധകാര പാരമ്പര്യ ശക്തികളോട്, പൈശാചിക ശക്തിയോട് ഈ കോമ്പൗണ്ട് വിട്ടുപോകുവാൻ കൽപ്പിക്കാൻ എന്നോട് ദൈവാത്മാവ് നിയോഗിച്ചു. പാസ്റ്റർ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ അധികാരത്തോടെ എനിക്ക് തന്ന നിയോഗമനുസരിച്ച് എന്നെ 12-13 വർഷമായി ഇവിടെ കാലുകുത്താതെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിരുന്ന പൈശാചിക പാരമ്പര്യ ശക്തികളോട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ കോമ്പൗണ്ട് വിട്ടുപോകുവാൻ കൽപ്പിച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കാവലും പരിശുദ്ധ രക്തത്താൽ മുദ്രയും ഞങ്ങൾക്ക് തരേണ്ടതിന് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചു. അത് എൻ്റെ രീതിയിൽ ഞാൻ ഇച്ചിരി പവർഫുള്ളായിട്ടാണ് പ്രാർത്ഥിച്ചത്. ഏതായാലും ആ ദൈവദാസന് അത്രയും നന്നായിട്ട് പിടിച്ചത് എനിക്ക് തോന്നുന്നില്ല. 5000 വാഴ 7 ഏക്കറിൽ ഒരു തിങ്കളാഴ്ചയാണ് ഇത് ആരംഭിച്ചത്. പിറ്റേ ശനിയാഴ്ച വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഏതാണ്ട് പൂർത്തീകരിച്ച് ഒരു കുറച്ച് സ്ഥലം മാത്രം ഒരുത്തം വളഞ്ഞു വെച്ചിട്ടുണ്ട്. അതും ക്ലിയർ ചെയ്ത് ഞായറാഴ്ച ഉച്ചയായപ്പം ആ വാഴ വെച്ച് സ്ഥലം കംപ്ലീറ്റ് 5000 വാഴ വെച്ച് പൊസിഷൻ എടുത്തു. വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഈ ആളുകളെ 95-ലെ ഇലക്ഷന് മാങ്കുളത്ത് കൊണ്ട് വോട്ട് ചെയ്യിക്കാമെന്ന് വാക്കുണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞ് പോയി അവരെ കൊണ്ടുപോയി വോട്ട് ചെയ്യിച്ച് തിങ്കളാഴ്ച വന്നപ്പം ഇവിടെ കൊലവിളിയാണ്. 3 കുടില് കയറ്റി വെച്ചു. ഒരെണ്ണം നന്നായിട്ട് പണിതുകൊണ്ടിരിക്കുക, 2 എണ്ണം ഷെഡായിട്ട് വെച്ചു, 3 എണ്ണം
ഒരെണ്ണം നല്ലപോലെ തറയൊക്കെ ഇട്ട് സിമെൻറ്റ് ഇഷ്ടിയൊക്കെ ഇറക്കി കട്ടളയും ജെല്ലും ഒക്കെ വെച്ച് കൊണ്ടുകൊണ്ടിരിക്കുക. കൊലവിളിയാണ്, ഇങ്ങോട്ട് വാടാന്നാണ് പറയുന്നത്. തല വെട്ടും, കൈ വെട്ടും, കാല് വെട്ടും. ഒരു ഭയങ്കര സന്നാഹം. മെയിൻ റോഡിൽ വന്നിട്ട് ഇച്ചിരി ഇറക്കമാണ്, ഇങ്ങോട്ട് ഇറങ്ങുന്നത്. ആളുകൾ പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി പോകരുത്, അയൽവക്കക്കാർ ചിലരൊക്കെ പറഞ്ഞു, പാവങ്ങൾ. അതുപോലെ വലിയ കൊലവിളി. വന്നിറങ്ങി, രണ്ടും കൽപ്പിച്ച് വന്നിറങ്ങി. 15 പേരുണ്ടല്ലോ കൂടെ. വന്നിറങ്ങി. അവർ ചോദിച്ചു, ഈ പണിക്കാർ ചോദിച്ചു, ഇനി ഇങ്ങോട്ട് വന്നാൽ ആരെങ്കിലും വന്നാൽ കയറ്റണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ കയറ്റണ്ട, ചേട്ടന് ഉത്തരവാദിത്വം ഉണ്ടോ എന്ന് ചോദിച്ചു ഞങ്ങളുടെ കാര്യത്തിൽ. ഞാൻ പറഞ്ഞു എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, കയറി ഇനി ആരും ഇങ്ങോട്ട് വന്നാൽ കയറ്റണ്ട, ഞങ്ങൾ ഏറ്റുമെന്ന് പറഞ്ഞു. പിന്നെ മാസങ്ങൾ രായും പകലും കൃഷിയല്ല, ഒരു യുദ്ധക്കളമായിരുന്നു. എല്ലാ ദിവസവും ഈ കയറിയവരുടെ സ്വാധീനം കൊണ്ട് ഞങ്ങളുടെ പേരിൽ അവരുടെ വസ്തു കയ്യേറി, അവരെ കൊല്ലാൻ ചെന്നു, കൃഷി നശിപ്പിച്ചു എന്ന് പറഞ്ഞു ദിവസവും പോലീസ് കേസ്. അടിമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഒരു ദിവസം പോലും ഒഴിവാകാൻ പറ്റത്തില്ല. അതുപോലെ പ്രതിസന്ധികൾ. ടൗണിലേക്കൊന്നും പകൽ ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. പോലീസ് കടിച്ചു കീറുന്ന പോലെയാണ് നിൽക്കുന്നത്. ഇപ്പം ശരിയാക്കുമെന്ന് പറയും, ഇപ്പം അറസ്റ്റ് ചെയ്യും, കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. എന്തായാലും അറസ്റ്റ് ചെയ്തില്ല. ഈ കൊച്ചു പിള്ളേരൊക്കെ മുല കുടിക്കുന്ന കൊച്ചുങ്ങളുള്ള സമയത്താണെന്ന് ആലോചിക്കണം. അവിടെ താമസിക്കാൻ നല്ലൊരു വീടില്ല, ഒരു സുരക്ഷിതത്വമില്ല. വല്ലാത്ത പ്രതിസന്ധിയിൽ നിന്ന് പൊളഞ്ഞു. സഹായിപ്പാൻ ആരുമില്ല. ഈ വന്ന പാസ്റ്റർ ഇന്നും അടിമാലിയിലുണ്ട്, അദ്ദേഹം കേട്ടോട്ടെ. അദ്ദേഹത്തിൻ്റെ സഭയെന്ന് ഒരു മനുഷ്യൻ പോലും, അദ്ദേഹം പോലും ഈ കൊലവിളി ഇത്രയും വലിയ പ്രശ്നങ്ങളും മാസങ്ങളും നീണ്ടു നിന്നിട്ട് എന്താണെന്ന് അന്വേഷിച്ചില്ല, ഒരു വാക്ക് വേണ്ടിയില്ല. ഞാൻ പിന്നെ ആ 7 ദിവസം പുള്ളിയുടെ അടുത്തായിരുന്നു ഞാൻ പണിക്കാരുടെ കൂടെ എല്ലാം കിടന്ന് പ്രാർത്ഥിച്ചതും ഒക്കെ വൈകിട്ട്. പിന്നെ ഞാൻ ഉള്ളത് പറഞ്ഞ് ആ സഭയിലേക്ക് പോയിട്ടില്ല. അങ്ങനത്തെ ചില കുഴപ്പങ്ങളൊക്കെ എനിക്ക് ഉണ്ട് കേട്ടോ, നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ പോയിട്ടില്ല. അദ്ദേഹം അന്വേഷിച്ചില്ല. അദ്ദേഹത്തിൻ്റെ സഭയിലുള്ള ഒരു വിശ്വാസി ഇത് ഞങ്ങളുടെ സ്ഥലമാണെന്നും ഇതിന് ഒറിജിനൽ പട്ടയം ഉള്ളതാണെന്നും ഇത് ഇന്ന പോലെയൊക്കെയാണെന്ന് പറയും. അങ്ങനെയാണ് ഒരു മർച്ചൻറ്റുകാരനാണ് കയറി, ഞാൻ ആരും പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അവനോട് 2 വർത്താനം പറയണം, ചോദിക്കണമെന്ന് പറഞ്ഞ് അതിൻ്റെ രേഖ വല്ലതും ഉണ്ടോയെന്ന് ചോദിച്ചപ്പം ഏതായാലും അത് ഒരു വിശ്വാസിയാണ്, പണ്ടത്തെ എൻ്റെ സ്നേഹിതന്മാരാ. ആ പുള്ളിക്കാരൻ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പാസ്റ്റർ വന്ന് ഏതായാലും ഇദ്ദേഹത്തിൻ്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയി. ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹം പോയിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറി. പിന്നെ ഏതായാലും ഞാൻ ആ ഫയൽ തിരിച്ചു മേടിച്ചു. അദ്ദേഹവും അതിനകത്ത് ഇടപെട്ടില്ല. എൻ്റെ അനുഭവമാണ്. ആ പുള്ളിക്കാരനും അടിമാലിൽ നിന്ന് പോയി, ആ വിശ്വാസിയും പോയി. എൻ്റെ പാസ്റ്റർ ഇപ്പോഴും അടിമാലിലുണ്ട്. അതുകൊണ്ട് ഞാനും അടിമാലിയിലുണ്ട്. അങ്ങനെ കേസെന്ന് പറഞ്ഞ ഒരു ദിവസം ഭാര്യയോടോ മക്കളോടോ മറ്റു മനുഷ്യരെ പോലും ഒന്ന് മിണ്ടാനും പറയാനുള്ള സമയമില്ലെന്നു. പ്രതിസന്ധി മൂത്തപ്പോഴാണ് ഞാൻ പണ്ട് പറഞ്ഞ NR ബാലെന്ന് പറഞ്ഞ ആളിനോട് കഞ്ഞി കുടിക്കാൻ അരി മേടിക്കാൻ ഇവന്മാർ സമ്മതിക്കില്ല. ആ NR ബാലിനൊക്കെയാണ് ഈ 70 പേര് കയറ്റി താമസിക്കുന്നത്. അവരെങ്ങനെയാണ് അറിഞ്ഞോന്നറിയാവോ? അവരിച്ചിട്ട് സ്മോളൊക്കെ അടിക്കുന്നവരാ. അവർ ബാർ ഹോട്ടലിൽ ചെന്നപ്പം, സ്മോൾ അടിക്കാൻ ചെന്നപ്പം ഈ ബാർ ഹോട്ടലിൽ ഈ 70 പേരെ കയറ്റി ഇതിനകത്ത് താമസിപ്പിച്ച് കുടിലി വെച്ച് കെട്ടുന്ന കാര്യം എനിക്കിട്ട് അടുത്ത പണി തരുന്ന ആലോചിക്കുന്നത് ഈ സ്നേഹിതന്മാർ കേട്ടു. ആ കേട്ടിട്ടാണ് തമാശ രൂപത്തെ അവർ പറഞ്ഞത്. പിന്നെ അവർ പറഞ്ഞത്, എടാ നിൻ്റെ പട്ടയ സ്ഥലത്ത് 70 പേരെ കയറ്റുന്നു, സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് നീ ഞങ്ങളെ വല്ലതും പറയല്ലേ. അതുകൊണ്ട് നിനക്ക് മനസ്സിലാവുമെങ്കിൽ മനസ്സിലായിക്കോട്ടെ, ഇങ്ങനെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞ വിവരം അങ്ങ് പറഞ്ഞു തന്നു. പിന്നീട് പറഞ്ഞു. അതിലൊരാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഉറപ്പായിട്ട് ഞാൻ പറയാം. നടന്ന കാര്യമാണ്. ഇങ്ങനെ ബുദ്ധിമുട്ടി ഒരു തരത്തിലും പറ്റില്ല എന്ന് പറഞ്ഞു. അന്നേരമാണ് അദ്ദേഹമാണ് പറഞ്ഞത്, ഞാനിവിടെ ഉള്ളിടത്തോളം കാലം അരിയുടെ കാര്യം മിണ്ടി പോയേക്കരുത് പറഞ്ഞു, വീട്ടുകാര്യത്തിൻ്റെ കാര്യത്തിൽ. അദ്ദേഹമാണ് ഈ അരിയും സാധനം കൊടുത്ത് വിട്ടെന്ന് പറഞ്ഞാണ്. അതേ മരിച്ചുപോയി. ഇങ്ങനെ ബുദ്ധിമുട്ടി ഞാൻ ജീവിക്കുമ്പം എൻ്റെ അനിയനാണെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റില്ല, അവനും ശരണക്കേടാ. അവൻ്റെ വൈഫിനും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ശ്രമിക്കും. എൻ്റെ കൂടെയുള്ള എൻ്റെ വീട്ടുകാർക്ക് ആർക്കും പറ്റില്ല, അവരൊക്കെ സമാധാനമായിട്ട് പോകാൻ പറ്റില്ല ഈ പ്രശ്നങ്ങൾ കാരണം.
അങ്ങനെ പോകുമ്പം ഞങ്ങൾ ഒരു ദിവസം കോടതിയും കേസും ഒക്കെ ആയിട്ട് ഇത് മാങ്കുളത്തുനിന്ന് അടിമാലിൽ നിന്നൊക്കെ കേസ് എറണാകുളത്തുമൊക്കെ പോയി നടത്തുക, തുടരെ പോയി നടത്തുക. അത് നിങ്ങൾ വിചാരിയ ചില്ലറ കാര്യമല്ല, ഒരു 4 വീൽ ജീപ്പേ ഉള്ളൂ. ആ 10,000 രൂപ ഓരോ പ്രാവശ്യവും ഓരോ ട്രിപ്പ് പോയിട്ട് വരുമ്പം ചിലവാകും. എങ്ങനെ ജീവിക്കും? അങ്ങനെ പോകുമ്പം ആര് നമ്മളെ സഹായിക്കും? നമ്മൾ ഈ കുടുക്കിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? എന്നാൽ അനിയനും കൂടെ നടക്കുന്നതുകൊണ്ട്, ആത്മാർത്ഥതയുള്ളതുകൊണ്ട് ഒരു ദിവസം ഞങ്ങൾ വലഞ്ഞ് വാഴക്കുള വേജി ചർച്ച് ഞങ്ങൾ സാറിനെ ചെല്ലും അവിടെ താമസിക്കുകയൊക്കെ ചെയ്യുന്ന ആരംഭം മൂലം ഞങ്ങളുള്ളതാണ്. അതുകൊണ്ട് അവിടെ ചെന്ന് കയറി ആ താക്കോൽ ഹോളിനെ മേടിച്ച് ആ ഹോളിലേക്ക് കയറി ഞങ്ങളങ്ങ് കിടന്നു. കിടക്കാനായിട്ട് കയറി കിടക്കുകയല്ല ചെയ്ത്, സത്യം പറഞ്ഞ വീഴുക ചെയ്ത്. എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചോദിച്ചുകൊണ്ട് അത്ര തളർന്നു പോയി. നേരെ വെളുത്തപ്പം മനോരമ പത്രം വന്നു, കിട്ടി. ഫ്രണ്ട് പേജിൽ ഒരാശ്വാസത്തിൻ്റെ ഒരു ദൂതൻ ഇടുക്കി ജില്ലാ കളക്ടറായിട്ട് ജെയിംസ് വറീസ് IAS വെച്ചിരിക്കുന്നു. ജെയിംസ് വറീസ് എന്ന് പറയുന്നത് എൻ്റെ അനിയനും പുള്ളിയൊക്കെ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ഞങ്ങൾ വളരെ അടുത്ത സ്നേഹിത ലോകത്തിലുള്ളതും. അദ്ദേഹം ഒരു വിശ്വാസിയാണ്. ഞങ്ങൾക്ക് മുമ്പ് വിശ്വാസിയായിരുന്നു പുള്ളി. ഒരു ദൈവവൈദ്യനാണ്. അദ്ദേഹത്തിന് അറിയാം ഈ ഭൂമി മുഴുവനും ഞങ്ങൾക്ക് എഴുതി തന്നാലും ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രമാണം വിട്ട് ഞങ്ങൾ പോകുന്നവരല്ല എന്ന് ജെയിംസ് വറീസ് കളക്ടർക്ക് അറിയാം. അദ്ദേഹത്തെ പാലക്കാട് കളക്ടറായിരിക്കുമ്പോഴൊക്കെ ഞങ്ങൾ പോയി കണ്ട, സാറേ എങ്ങനെയെങ്കിലും ഞങ്ങളെ ഒന്ന് സഹായിക്കുക, കളക്ടറോടൊന്ന് വിളിച്ചു പറയാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ ആ കളക്ടറോട് വിളിച്ച് പറയത്തില്ല, അത് ഞാൻ ചെയ്യത്തില്ല. അന്നേരം അതുപോലെ തന്നെ പുള്ളി പറഞ്ഞു, ഞാനിങ്ങനെ ഇടുക്കി കളക്ടറാണെങ്കിൽ ഒരു 24 മണിക്കൂർ നേരത്തെ പണിയുള്ളൂ ഈ കാര്യം ക്ലിയർ ചെയ്യാൻ, നിങ്ങളുടെ കാര്യം ശരിയാക്കാമെന്ന് അദ്ദേഹം അന്നൊരു ചുമ്മാ ഒരു ഫലിതമായിട്ട് പറഞ്ഞിരുന്നു. ആ മനുഷ്യനെയാണ് എടുത്ത് ദൈവം തമ്പുരാൻ ഇടുക്കി കളക്ടറായിട്ട് വെച്ചത്. ഞങ്ങൾ ഈ ന്യൂസ് അറിഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി. അന്ന് രാത്രി ഞങ്ങൾക്ക് മനസ്സിലായി ഇദ്ദേഹം ക്വാർട്ടേഴ്സിൽ എത്തുമെന്ന്. ഇടുക്കിയിൽ ക്യാമ്പ് ഓഫീസ് കളക്ടറെ രാത്രി ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ കളക്ടറുടെ ക്യാമ്പ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വിളിച്ചു. കളക്ടർ വന്നോന്ന് ഞങ്ങൾ അന്വേഷിച്ചു, വന്നു എന്ന് പറഞ്ഞു. അന്നേരം അവിടുത്തെ സെക്യൂരിറ്റിയൊക്കെ പറഞ്ഞത് പ്രാർത്ഥന നടക്കുകയാണ്. ഇത് കളക്ടർ വന്നിട്ട് ക്വാർട്ടേഴ്സിൽ പ്രാർത്ഥന നടക്കുകയാണ്. എല്ലാ കളക്ടർമാരെ പോലെയുള്ള കളക്ടറല്ല, ഞങ്ങൾ ചെല്ലുമ്പം പ്രാർത്ഥന നടക്കുക. ഇന്നവർ 2 പേര് വന്നിട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞു. കളക്ടറെ വിവരം അറിയിച്ചു. കളക്ടർ ഇറങ്ങി വന്നു, കണ്ടു, സന്തോഷം പറഞ്ഞു. കളക്ടർ പറഞ്ഞൊരു വാക്ക് നിങ്ങൾക്കറിയാവോ? ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങളെ സ്വീകരിച്ചു, നിങ്ങളുടെ വിഷയവും വെച്ച് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു പറഞ്ഞു. ഒരു ജില്ലാ കളക്ടർ ഇത്ര പ്രതിസന്ധി നിൽക്കുന്ന ഒരു മനുഷ്യന് വേണ്ടിയിട്ട് അവരുടെ കഷ്ടതയും പ്രതിസന്ധികളും ചാർജ് എടുക്കുന്നതിന് മുമ്പ് അവിടെ നടക്കുന്ന പ്രാർത്ഥനക്കാരൊരു പ്രാർത്ഥന വിഷയത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് ചായയൊക്കെ തന്നു. പ്രാർത്ഥനയുടെയൊക്കെ ഇറങ്ങി വന്ന കളക്ടർക്ക് ഞങ്ങളുടെ പെറ്റീഷൻ വേണം. ഞാൻ പറഞ്ഞു, സാറേ പെറ്റീഷൻ തരാനൊന്നും ആയിട്ടല്ല വന്ന്, സാറ് വന്നൊന്ന് പത്രത്തിൽ കണ്ടപ്പം കാണാൻ വേണ്ടി വന്നതാണ്, ഒന്നും പ്രത്യേകം റെഡിയാക്കിയിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ കാര്യങ്ങളൊന്നും ഇല്ല, ഒരു പരാതി എനിക്ക് നിങ്ങൾ പരാതി ഇതാ, ഞാൻ ഓർഡർ ഇടട്ടെ, എനിക്ക് പരാതി വെച്ച് ഓർഡർ ഇട്ടിട്ട് റിപ്പോർട്ട് മേടിച്ചിട്ട് വേണം ചെയ്യാൻ. കളക്ടർ പറഞ്ഞു. രാത്രി ഞങ്ങൾ നോക്കട്ടെന്ന് പറഞ്ഞു. തടിയമ്പാട് വന്ന് ഫോട്ടോസ്റ്റാറ്റുകാരെയൊക്കെ ഒന്ന് നോക്കി ഒരാളെ വിളിച്ചിരുത്തി അടപ്പിക്കാതെ ഇതിൻ്റെ പല രേഖകളും കാര്യങ്ങളും കോപ്പികളും ഒക്കെ ഉണ്ടാക്കി വെച്ചൊരു പരാതി ഉണ്ടാക്കി രാത്രി 12:30 കളക്ടർക്ക് പരാതി കൊടുത്തു. ഞങ്ങൾ പ്രാർത്ഥിച്ച് പിരിഞ്ഞു. ഇതൊന്നും ലോകത്തിൻ്റെ നേതാക്കന്മാർക്കും പ്രമാണിമാരും ഒന്നും അറിയാത്ത ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ കഥയായി പറയുന്നത്. ഒരു ജില്ല മുഴുവൻ നമുക്കെതിരായി മാറിയാലും ജില്ലയുടെ പരമാധികാരിയെ നമുക്കനുകൂലമായിട്ട് ഏൽപ്പിച്ചു നിർത്തിയാൽ ആ ജില്ലയിലുള്ള സകല മനുഷ്യരും വെല്ലുവിളിച്ചാലും തൊടാൻ പറ്റില്ല എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവം തെളിയിക്കുക. 80 കളക്ടറിനോട് പറഞ്ഞു ഞാൻ റിപ്പോർട്ട്, ഞാൻ പറഞ്ഞു കള്ളന്മാർ റിപ്പോർട്ട് തരുമെന്ന് ഞാൻ എൻ്റെ തമാശയെ കളക്ടറോട് പറഞ്ഞു. ഞാൻ കളക്ടർ എന്നുള്ള നിലയ്ക്ക് മേടിക്കുമെന്ന് എന്നോട് പറഞ്ഞു. 87 ദിവസമായിട്ടും കിട്ടിയില്ല. കിട്ടാതെ വന്നു കഴിഞ്ഞപ്പം പിന്നെ ഭയങ്കര പ്രതിസന്ധികൾ അടിമാലിൽ.
പോലീസ് നിരന്തര ശല്യം, വീട്ടിൽ കിടക്കാനോ ഇരിക്കാനോ സമ്മതിക്കത്തില്ല. സർക്കിളുമായിട്ട് ഭയങ്കരമായിട്ടൊന്ന് പറഞ്ഞു ഉടക്കി. പിന്നെ പുറത്തുകൂടെ നടന്നാൽ അന്ന് തന്നെ പിടിച്ച് ചിലപ്പം ക്രിമിനൽ കേസിൽ പ്രതിയായിട്ട് എന്നെ അകത്താക്കി കൈകാര്യം ചെയ്ത് എനിക്ക് മനസ്സിലായപ്പം ഞാൻ കളക്ടറുടെ അടുത്തേക്ക് തന്നെ ചെന്ന് കളക്ടറെ കണ്ടു. കളക്ടറെ കണ്ടു കഴിഞ്ഞപ്പം 87 ദിവസമായിരുന്നു ഞാൻ ഈ പരാതി കൊടുത്തിട്ട്. ഏതായാലും റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞു കളക്ടർ എന്നുള്ള നിലയ്ക്ക് മേടിക്കുമെന്ന് പറഞ്ഞാൽ 87 ദിവസമായില്ലേ, എന്ത് കളക്ടറെ കിട്ടാത്ത കൊലക്കളം പണിത് വെച്ചിരിക്കുകയാണല്ലോ അവിടെ. എൻ്റെ വൈഫിനും കുഞ്ഞിനും ഒരു സുരക്ഷിതത്വമില്ല, അവിടെ എന്തും സംഭവിക്കും. കളക്ടറുടെ കൊച്ചിനും എൻ്റെ കൊച്ചിനും ഒക്കെ ഏതാണ്ട് ഒരുപോലെ പ്രായത്തിക്കാരാണ് ഞങ്ങൾ. പിള്ളേരുടെ കൊച്ചു അന്നേരം ക്യാമ്പ് ഹൗസിൽ പറയുമ്പോൾ വന്ന് കയറി. അന്ന് ഞാൻ അതുകൂടെ കാണിച്ചു കൊടുത്ത് പറഞ്ഞു. എന്തായാലും ഞാൻ ഇച്ചിരി ഗൗരവമായിട്ടാണ് പറഞ്ഞത്. അനിയനൊരു കളക്ടർ എന്നുള്ള നിലയ്ക്ക് സ്നേഹിതനായാൽ അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ പവർ അറിയാവുന്നതിന് ഒരു ഇച്ചിരിയോടൊക്കെ ഒരു മയം ഉണ്ടായിരുന്നു. എന്തായാലും കളക്ടർ എന്നോട് മറുപടി ഒന്നും പറഞ്ഞില്ല. ദേവികുളം RDO ഇനി വിളിച്ചു തരാൻ പറഞ്ഞു. ദേവികുളം RDO വിളിച്ച് സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് അദ്ദേഹം പറഞ്ഞൊരു വാക്കാം, ഒരു പ്രാവശ്യം ഈ ഫയൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിരിക്കുന്ന അഴിമതിയും അക്രമവുമാണെന്ന്. എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തത്? പാർട്ടിയുടെ പെറ്റീഷൻ ഞാൻ ചോദിച്ചതിൻ്റെ ഒരു റിപ്പോർട്ടും ഇവിടെ തന്നിട്ടില്ല. അതെനിക്ക് കിട്ടിയിരിക്കണം നിർബന്ധമായിട്ട് പറഞ്ഞു. അത് പറഞ്ഞ് അവസാനം അത് പുള്ളി ക്ലോസ് ചെയ്തത് 3 days എൻ്റെ മുമ്പിൽ ഇരിക്കണമെന്ന് പറഞ്ഞു. ഒറ്റ അടിയും കണ്ടിച്ചു കൊടുത്തു. പരിപാടി അവസാനിച്ചു. ഈ 3 days ഈ സാധനം ഏതായാലും കൃത്യം വന്നില്ല. ഒരു ദിവസം കഴിഞ്ഞാണ് റിപ്പോർട്ടൊക്കെ ശരിയായി. തന്നെ റിപ്പോർട്ടുണ്ടായി. അതിന് ശേഷം കറക്റ്റായിട്ട് ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ ചെന്നു. ഞാൻ അന്നും കൊണ്ടുപോയി കൊടുത്ത പെറ്റീഷൻ ഫോർവേഡ് ചെയ്ത് RDOയ്ക്ക് തന്നെ കൊടുക്കാൻ പറഞ്ഞു. ഞാൻ തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഭ്രാന്താണ്, ഞങ്ങൾക്ക് സുഖമില്ലാത്ത ആളുകളാണെന്നൊക്കെ പറഞ്ഞിരുന്ന റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും RDO ഒക്കെ എഴുന്നേറ്റ് നിന്നാണ് സ്വീകരിക്കുന്ന പരാതി. വളരെ മര്യാദയായി. താലൂക്ക് സർവർമാർക്കൊക്കെ അർമ്മട വണ്ടിയും കൊണ്ട് ചെന്നാൽ ഉമ്മർക്ക് വരാൻ പറ്റില്ല. ലൈൻ ബസ്സേ വന്ന് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ താമസം വന്നതുകൊണ്ട് ഏതായാലും അന്നത്തെ RDO ഈ റിപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ തലേദിവസം ഈ 3 days ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ സസ്പെൻഷനായെന്ന് എനിക്കറിയാം. വേറെ കാര്യമൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ADM വന്ന് ഞാനും ഈ സ്ഥലവും കൂടെ വന്നിട്ട് റിപ്പോർട്ട് കൂടെ ആ മനുഷ്യൻ നന്നായിട്ട് കൊടുക്കാതിരുന്നതാണ്. ആ പാവം നല്ല മനുഷ്യൻ ഈ കീഴുദ്യോഗസ്ഥന്മാർ കാണിച്ച തോന്നിവാസത്തിൽ അദ്ദേഹം ഏതായാലും സസ്പെൻഷനായെന്ന് എനിക്കറിയാം. ADM തങ്കപ്പം വന്ന് ചാർജ് എടുക്കുന്നു. ഞാനും ഈ RDOയുടെ കൂടെ വന്ന് ഈ റിപ്പോർട്ടൊക്കെ കൊടുക്കാതിരുന്ന പോയി. ഏതായാലും കളക്ടറെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു IASകാരനെ വയ്ക്കും, RDO അയാൾ സബ് കളക്ടർ. അന്നേരം കാര്യങ്ങൾ നമുക്ക് ക്ലിയറായിട്ട് ശരിയാക്കിയെടുക്കാൻ പറ്റും, ഒഴിപ്പിച്ച് തരാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ IASകാരനെ വെച്ചു. പിന്നീട് വെച്ച് അതിന് അവസാനത്തെ ഈ കയ്യേറ്റക്കാർ 3 പേര്, 70 പേരിൽ 3 പേരെ കയറിയവരെ 48 മണിക്കൂറിനുള്ളിൽ പട്ടയം നിയമവിരുദ്ധമായിട്ട് കരമടച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ സ്ഥലത്തിൻ്റെ കരമടച്ച രസീത് സഹിതം എന്നെ സ്ഥലം തിരിച്ചേൽപ്പിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഏറ്റുവാങ്ങിയ രസീത് മേടിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നായിരുന്നു. 2 പേരെ 48 മണിക്കൂറിനകം എനിക്ക് ഒഴിപ്പിച്ചു വിട്ടു. ഒരാൾ ഇച്ചിരൂടെ പട്ടയമൊക്കെ എടുത്തുള്ള റവന്യൂ കൂടെ വരും. അദ്ദേഹം അവസാനം കൈയും കൂട്ടിപ്പിടിച്ച് ക്ഷമ പറഞ്ഞ് വെച്ച വീട് പൊളിച്ച് പിഴയടിച്ച് തിരിച്ചു തന്നു. ഞാനിവിടെ ആ സ്ഥലത്ത് ഇപ്പോഴും കഥയുണ്ട്, നിങ്ങൾക്ക് വന്നാൽ കാണിച്ചു തരാം. ദൈവത്തിന് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ കള്ളനും കൊള്ളക്കാരനും പിടിച്ചുപറിക്കാരനും ഒക്കെ ആണെന്ന് പറഞ്ഞ് അകത്തും പുറത്തും ഒരുപോലെ ചെണ്ടയിടിച്ച് ഒരു ദൈവവൈതലിനോ ദൈവമക്കൾക്കോ പറ്റില്ലാത്ത വിധത്തിൽ ആണെന്ന് ചിത്രീകരിച്ച് ലാസറിൻ്റെ പെങ്ങൾ പറഞ്ഞ പോലെ നാറ്റം പിടിച്ച കേസാണ് എന്ന് കർത്താവിന് റിപ്പോർട്ട് കൊടുക്കുന്ന മട്ടിലാക്കി ജീവിപ്പിച്ച ഒരു അനുഭവമുണ്ട്. അവിടെയാണ് 4-ാമത്തെ ദിവസം ലാസറേ പുറത്തുവാ എന്ന് പറഞ്ഞ് വരുത്തിയ ദൈവ സാന്നിധ്യം ഞങ്ങൾ അനുഭവിക്കുന്നത്. അങ്ങനെ ആ കാര്യത്തിന് തീർപ്പുണ്ടായി. അതുപോലെ തന്നെ ഈ കളക്ടറെ 5-6 മാസം 3-4-5 മാസത്തേക്കുള്ള അവിടെ ഇരുന്നെന്നിരിക്കും. ഞങ്ങളുടെ കാര്യത്തിന് വേണ്ടിയാണ് വന്നത്. അത് കഴിഞ്ഞാൽ പുള്ളി സ്ഥലം മാറി, അതിൻ്റെ ട്രാൻസ്ഫറായി പോവുകയും ചെയ്തു. പക്ഷേ ഇദ്ദേഹം അടിമാലി വരുമ്പോഴും മാങ്കുളത്തൊക്കെ വരുമ്പോഴും ഞങ്ങളെ അന്വേഷിക്കും. ഞങ്ങൾ അദ്ദേഹത്തെ കാണുമ്പം ഞങ്ങൾക്ക് അദ്ദേഹം ക്ഷയിക്കേണ്ടി വരും. ഈ കളക്ടർ ഞങ്ങളുമായിട്ട് ഇത്രയും അടുപ്പം ഉണ്ടായതുകൊണ്ട് അതുവരെ ഞങ്ങൾക്കുണ്ടായിരുന്ന ഈ ഉദ്യോഗസ്ഥ മണ്ഡലത്തിലുണ്ടായിരുന്ന ഈ പോർവിളി അതോടെ അവസാനിച്ചു.
അതോടെ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം പറ്റി. ഞങ്ങൾക്ക് ഒരു കുറുക്കനെ പോലെ പകൽ പോലും രാത്രി പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയിലായിരുന്നത്. ഞങ്ങളെ പുറത്തിറക്കാൻ ദൈവം ഉപയോഗിച്ച ഒരു ദൂതനെ പോലെ അയച്ച ആളായിരുന്നു ജെയിംസ് വർഗീസ് സാർ. അദ്ദേഹത്തിൻ്റെ വന്ന ഡ്യൂട്ടി ചെയ്ത് അദ്ദേഹം ട്രാൻസ്ഫർ ആയിപ്പോയി. ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പരിഹരിച്ചു തന്നു. അതുപോലെ ഇനി കേസിനെ പറ്റി പറഞ്ഞാൽ അടിമാലിയിൽ 20 സെൻറ്റിനാണ് പട്ടയം കൊടുത്തത്. 7 ഏക്കറിൽ 20 സെൻറ്റ് പട്ടയം, 20 സെൻറ്റ് ലേലം. അപ്പോൾ അങ്ങനെ കൊടുത്തെടുത്ത് ലക്ഷ്മിയിൽ 20 ഏക്കറിന് പട്ടയം കൊടുത്തു. എൻ്റെ സ്ഥലത്തിന് 20 ഏക്കർ. അതൊരു കത്തോലിക്ക പള്ളിയിലെ അച്ഛനാണ് പട്ടയം കൊടുത്തിരിക്കുന്നത്. പട്ടയം എടുത്തിന് അച്ഛൻ്റെ പേരിലല്ല, അച്ഛൻ്റെ ഇടവേലുള്ള ആരുടെയെങ്കിലും വീട്ടുപേര് വെച്ച് 5000 രൂപ കൊടുത്താൽ ഒരു പട്ടയം കിട്ടും. 100 ഏക്കറിന് കൊടുത്തോളൂ. ആ കാലത്ത് പത്രത്തിലൊക്കെ വലിയ വാർത്ത ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അടിമാലി സ്ഥലം ഞാൻ പൊസിഷൻ എടുത്ത് കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ലക്ഷ്മിയിലെ സ്ഥലത്തിലും ഇതുപോലെ പട്ടയം എടുക്കാനും കയ്യേറി പോകാനും സാധ്യതയുണ്ടെന്ന് മനസ്സിലായി. ഞാൻ ആ സ്ഥലവും പോയി അടിമാലിലെ പോലെ ഉടനെ പോയി പൊസിഷൻ എടുത്തു. സബ് കോടതി ഇത് ഇഞ്ചക്ഷൻ മേടിച്ചു, കമ്മീഷൻ വെച്ചു എൻ്റെ പൊസിഷൻ ഉണ്ടെന്ന്. പക്ഷേ ദിവസങ്ങൾക്കകം എൻ്റെ അന്നത്തെ വീടും ആ താമസവും ആളുകളെയെല്ലാം ആക്രമിച്ച് പാതിരായ്ക്ക് വന്ന് അടിച്ചു പൊളിച്ച് കളഞ്ഞ്, ആളുകളെ ഉപദ്രവിച്ച് തല്ലിപ്പൊളിച്ച് കളഞ്ഞ് അവർ അത് ഞങ്ങൾക്ക് ഗുണ്ടായിസം കാണിച്ച് ജീവൻ ഞങ്ങൾ രക്ഷപ്പെട്ടെന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ ജീവൻ വരെ നഷ്ടപ്പെട്ടു പോകാം. പിന്നെ കേസ് ഈ കേസുകളൊന്നും ഞങ്ങൾ ജയിച്ചില്ല. എല്ലാ കേസും ഇഞ്ചക്ഷൻ വരെ ഉണ്ടായിരുന്ന, കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായിരുന്ന, ഇതൊക്കെ കോടതിയൊക്കെ എന്നെന്നാ പറയുന്നതിനൊക്കെ. അതുകൊണ്ട് ഇന്നത്തെ കാര്യങ്ങളൊന്നും എനിക്ക് പറയാൻ, ഞാൻ കോടതിയെ ബഹുമാനിക്കുന്നത് കൊണ്ട് ഞാനതൊന്നും ഞാൻ വിടുക. പക്ഷേ എനിക്ക് നീതി കിട്ടിയില്ല. അവസാനം ഞങ്ങൾ പരാജയപ്പെട്ടു. ഒരു കേസിലും ജയമില്ല. മാങ്കുളത്തെ കേസ് സഭ പൊളിഞ്ഞതും വീട്ടുകാർ പോയതും എൻ്റെ വൈഫ് തന്നെ ആയതും കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കേസുണ്ടായി എന്ന് പറഞ്ഞു, അതെവിടെ ചെന്നെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആ കേസുകളൊക്കെ വക്കീലിനെ വെച്ച് നടത്തി ഇങ്ങനെ പോവുക, ഒരു പ്രയോജനവുമില്ല. ഈ കേസുകളെല്ലാം പറയാൻ പോയാൽ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു വക്കീലിൻ്റെ ഓഫീസിലില്ലാത്ത അത്രയും ഫയൽ എനിക്കുണ്ടായിരുന്നു. ഞാൻ അവിടെ കൊണ്ട് നിർത്തുക, അല്ലെങ്കിൽ ഇത് തീരില്ല. അതുപോലെ പ്രതിസന്ധിയിൽ 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ പറ്റാതെ ജീവിക്കുമ്പം മക്കൾ പഠിക്കുന്നു, ബുദ്ധിമുട്ടുണ്ട്, ഭയങ്കര പ്രതിസന്ധികളിവിടെ. എവിടെയെങ്കിലും വല്ലതുമൊക്കെ വിറ്റും പിടിച്ചുമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടും, അതിങ്ങനെ ചിലവാക്കി പോകുമല്ലാതെ ഒന്നും ഒരു 10 രൂപ കൃഷി ചെയ്തോ, അന്ന് കൃഷി ചെയ്തതല്ല, ഒന്നും മുടക്കിയതല്ലാതെ ഒരു പൈസ പോലും കടം മേടിച്ച് തിരിച്ചു കൊടുക്കാൻ അവിടുന്ന് കിട്ടിയിട്ടില്ല. ഇങ്ങനെ പ്രശ്നങ്ങളിൽ കൂടെ പോകുമ്പം എന്തെങ്കിലുമൊക്കെ വിറ്റ് കുറേ പൈസയൊക്കെ എവിടുന്നെങ്കിലുമൊക്കെ വരും. പണ്ടുണ്ടാക്കിയ വസ്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അങ്ങനെ പോകുമ്പം പിന്നെ കേസുമായിട്ട് പോയി ഒരു സ്വൈര്യമില്ല. കൂടെ നടക്കുന്ന അനിയനും ഒക്കെ മടുത്തു, എല്ലാവരും മടുത്തു. അവരെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കൊന്നും ഇത് ഫേസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. അങ്ങനെ പോകുമ്പം ഈ കേസ് ആയിട്ട് ഇങ്ങനെ പോവുക. പിള്ളേരുടെ പഠിത്തം, അതിൻ്റെ ഇടയ്ക്കാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു വലിയ കഥയാണ്. പിന്നെ എന്തായാലും അന്ന് എന്നെ ഈ കേസിൽ ഇത്രയും പ്രതിസന്ധിയെ ഞാൻ ജീവിക്കുമ്പോൾ എന്നെ പിടിച്ചു നിർത്തിയത് എൻ്റെ കുഞ്ഞുങ്ങളാണ്. എൻ്റെ കുഞ്ഞുങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അവരുടെ പണിയെന്ന് പറഞ്ഞാൽ ഈ കേസുകാരുടെയൊക്കെ പേരും സ്ഥലമൊക്കെ അറിയാമെന്ന്. അപ്പോൾ അവരിങ്ങനെ ഓരോരുത്തരുടെ പേര് പറഞ്ഞ്, എരുമേലിക്കാരുടെ കേസ്, ലോറി കേസ്, ഇങ്ങനെ ലക്ഷ്മി കേസ്, ഇതൊക്കെയൊക്കെ പേര് ഞാൻ ആളുടെ പേര് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇത് പറഞ്ഞിട്ട് അവരെയല്ല യേശുവപ്പ അവർ ഓടിക്കണേ അല്ലെങ്കിൽ കൊച്ചുക്കളില്ലേ, എങ്ങനെ 3-4 വയസ്സുള്ള ഇതിങ്ങനെ പണി ഇതാ. അങ്ങനെ ആ പിള്ളേരുടെ പ്രാർത്ഥനയും പിന്നെ അതുപോലെ തന്നെ പാതിരായ്ക്ക് ഞാൻ രാത്രി വന്നു കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം കൂടെ വന്ന് എൻ്റെ കൂടെ കൂടും. ഞങ്ങൾക്ക് വലിയ താമസ സൗകര്യങ്ങളൊന്നും ഇല്ലെന്ന്. അപ്പോൾ അതുകൊണ്ട് ഈ പിള്ളേരെല്ലാം വന്നിങ്ങനെ ചുറ്റിക്കൂടി അവരുടെ സ്നേഹവും അവരുടെ കുഞ്ഞു വർത്താനവും ഇതൊക്കെയാണ് അന്നത്തെ കാലത്ത് ഈ പ്രതിസന്ധിയിൽ എന്നെ ജീവിപ്പിച്ചത്. അങ്ങനെ പോകുമ്പം ഒത്തിരി പ്രതിസന്ധികൾ എനിക്ക് പറയാനുണ്ടെങ്കിലും ഒരു സമയത്തിൻ്റെ പരിധിക്കകത്ത് ഇത് നിൽക്കണമല്ലോ. എനിക്ക് ദൈവം ആയുസ്സും ആരോഗ്യവും തന്നെങ്കിൽ ഞാൻ വളരെ വിശദമായിട്ട് ഇതിൻ്റെയൊക്കെ ഒരു സ്റ്റോറി പിന്നീട്
ദൈവം അനുവദിച്ചാൽ ഇറക്കാൻ പറ്റുമെന്ന് നോക്കാം. ഈ സർക്കാരൊക്കെ സ്ഥലമെടുക്കുന്നത് വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരെയും ഭൂമി ജീവനോടെ വെച്ചിരിക്കില്ല എന്ന് ചുമ്മാ ഒരു പറച്ചിലല്ല, കൊല്ലുമെന്ന് വെല്ലുവിളിച്ചിരിക്കുക. ഭയപ്പെട്ടാണ് ജീവിച്ചത്, ഭയമില്ല എന്ന് പറയുന്നില്ല. ഒരിക്കൽ ഞാൻ ദേവികുളത്തുനിന്ന് ഒരു പേപ്പർ ആർ ഡി ഓഫീസിൽ നിന്ന് മേടിച്ച് തിരുവനന്തപുരത്ത് കൊണ്ടുപോകാൻ വന്നിട്ട് ഞാൻ TPM ചർച്ചിൽ പോയി അന്ന് വൈകിട്ട് താമസിച്ചിട്ട് പിറ്റേ ദിവസം എനിക്ക് തരാമെന്ന് പറഞ്ഞ് ഞാൻ ദേവികുളത്തിന് പോയിരിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ ബസ് സ്റ്റാൻഡിൽ ഞാൻ നോക്കുമ്പോൾ വന്ന് കറങ്ങുക ബസ്സിൽ ഞാൻ വരുന്നുണ്ടോന്ന്, ഞാൻ വന്നിട്ടുണ്ടെന്നുള്ള ന്യൂസ് തലേദിവസം എങ്ങനെ കിട്ടി. ഞാൻ അവിടെ നിന്ന് ഇവരെന്നെ കാണാതെ ഞാൻ ഓടി ആ ചർച്ചയിൽ ചെന്ന് പോയിരുന്നു അവരോട് പറഞ്ഞ്. അവിടെ ഒരു പൈതൽ, ഒരു ദൈവ പൈതൽ എന്നോട് ചോദിച്ചു, അച്ചായനെ എനിക്ക് സഹായിക്കാൻ പറ്റുമോ, ഞാൻ ചെന്നാൽ ദൈവകുളത്ത് ആ പേപ്പർ കിട്ടുമെന്ന് ചോദിച്ചു. കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്നയാളിനെ കണ്ട് ഇന്ന കാര്യമാണ് ഇന്നയാൾ പറഞ്ഞു വിട്ടെന്ന് പറഞ്ഞാൽ തരുമെന്ന് പറഞ്ഞു. ഇന്ന് ഫോൺ സൗകര്യങ്ങളൊന്നുമില്ല. ഞാൻ പറയുന്നത് ആ പേപ്പർ അദ്ദേഹം കൊടുത്തു വിട്ടു. അതും കൊണ്ട് ഞാൻ പോകുന്നത് നിങ്ങൾക്കറിയാവോ, കേരളത്തിൽ കൂടെയല്ല, മൂന്നാറിൽ നിന്ന് തേനി വഴി നാഗർകോവിൽ തിരുവനന്തപുരത്ത് പോയ മനുഷ്യനാണ്. ഇതുപോലെ ഞാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. അത് ചുമ്മാ ഒരു കഥയല്ല ഇത്. ഇതെല്ലാം നമുക്ക് വിവരിക്കാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാതെ ഞാൻ ബുദ്ധിമുട്ടുമ്പം എൻ്റെ വക്കീലിനോടൊക്കെ എൻ്റെ സങ്കടമൊന്നും പറഞ്ഞാൽ കൂട്ടുകാർ അവരതൊന്നും മൈൻഡ് ചെയ്തില്ല. അവർക്ക് ഞാൻ പറയും വക്കീലിനൊന്നും ആരുടെയും കേസൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ. എൻ്റെ അനുഭവമാണ്. നല്ല ആളുകൾ കാണുമായിരിക്കാം. പക്ഷെ ഞാൻ തന്നെ ഹൈക്കോടതിയിൽ പോയി ലിസ്റ്റിൽ കൊണ്ടുവന്ന് കേസ് കയറി വന്നപ്പം എൻ്റെ എതിര് കക്ഷികൾ ഒരു പെറ്റീഷൻ ഇട്ടതൊന്നും കീഴ്ക്കോടതിയിൽ പോയി ഒന്നും കൂടെ തെളിവെടുക്കേണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വക്കീൽ കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല. ആരും കോടതി അതങ്ങ് അനുവദിച്ചില്ല, മാറ്റിവെച്ചു കോടതി. ഞാൻ ആ കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്ന് പിടിച്ചു മേടിച്ചു ആ വക്കീലിൻ്റെ അടുത്ത്, കോർട്ടിനകത്ത് വെച്ച് തന്നെ. നീ എന്തിനാ അവിടെ നിന്നെന്ന് ഞാൻ ചോദിച്ചു പോയി. എന്നിട്ട് ഞാൻ ആ കേസുമായിട്ട് അടുത്ത ദിവസം കോടതി കയറിയിട്ട് ഞാൻ എനിക്ക് ഇനി വക്കീലില്ല, വക്കാലത്തൊഴിഞ്ഞ് ഞാൻ മേടിച്ചിട്ട് അതൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കിയാൽ മേടിച്ചു. അതൊക്കെ അതിലേക്ക് പോകുന്നില്ല. ഏതായാലും നോ ഒബ്ജക്ഷൻ മേടിച്ചു. ഞാൻ തന്നെ മതിയോ, കോടതി ജന്മം ചെയ്താൽ സമ്മതിക്കുമല്ലോ. ഇത് സിവിൽ കേസാണ്, നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകത്തില്ല, കോടതി എനിക്ക് വക്കീൽ വെച്ച് തരാമെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ കോടതിയോട് പറഞ്ഞു ഇതെൻ്റെ റൈറ്റാണ്, എനിക്ക് മലയാളം മാത്രമേ അറിയത്തുള്ളൂ, ഞാനിത് മലയാളത്തിൽ ഈ കേസ് വാദിക്കും, കോടതിക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാനൊരു ഇംഗ്ലീഷിൽ ആർഗ്യുമെൻ്റ് നോട്ടിട്ടോളാം. ഇത് ഞാൻ വേറൊരാളെ ഇനി ഏൽപ്പിക്കില്ല. ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് പോലെ ഒരു സൈക്കിളിൻ്റെ വീൽ ഒരിടത്തും ഫ്രെയിം ഒരിടത്തും ഹാൻഡിൽ ഒരിടത്താണ് കിടക്കുന്നത്. ഞങ്ങൾ എങ്ങനെയാണ് മനസ്സിലാകുന്നത് നിങ്ങൾ പറഞ്ഞാലെന്നാ എന്നോട് ചോദിച്ചു. ഇപ്പം അങ്ങനെയാണ് കിടക്കുന്നത്. ഞാൻ ഇതൊന്ന് സൈക്കിളാക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ സഹിച്ചോളാം, ഇതെൻ്റെ അവകാശം അനുവദിച്ചു നോക്കുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം രക്ഷയില്ലാതെ വന്നു. കോടതി എനിക്ക് അനുവദിച്ചു, ഞാൻ കേസ് തന്നെ വാദിക്കുക. 3.5 മാസം ഞാൻ ഈ കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിലിരുന്നു, ഡിവിഷൻ ബെഞ്ചിലിരുന്നപ്പം പിന്നെ ഓരോ കേസൊക്കെ കയറി വന്ന സമയമില്ലെങ്കിൽ മാസങ്ങളങ്ങ് പോകും. അങ്ങനെ ഇരുന്നു. അപ്പം ഞാൻ ഏതായാലും അവിടെ ഒരു സ്ഥിരം ആളായി, ഒരു കോടതിയിലെല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മനുഷ്യനായിട്ട് മാറി. എന്തായാലും കേസ് വാദം ആരംഭിച്ചു. ചുരുക്കി പറഞ്ഞാൽ എനിക്ക് അന്നേരം ഈ ചില ദൈവദാസന്മാരുടെയൊക്കെ വലിയ കൂട്ടായ്മയിലൊക്കെ ഞാൻ പോകുമ്പം ഇവർ വലിയ ദൂതൊക്കെ പറയും. എല്ലാവരും എഴുതി തള്ളിയത്, നാറ്റം പിടിച്ചത് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ്, ശത്രു തട്ടിക്കൊണ്ടുപോയത് തിരിച്ചു കൊണ്ടുവന്ന് കാച്ചോട്ടി വെക്കുന്നത്. അല്ല, ദൈവദാസന്മാരൊക്കെ ഇങ്ങനെ ദൂത് പ്രസംഗിക്കും. അപ്പോൾ എനിക്ക് കാര്യം ചിലപ്പോൾ മനസ്സിലാകും, അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും കാര്യം എനിക്ക് മനസ്സിലായി. അപ്പം ഞാനിതിലിങ്ങനെ അഞ്ഞിപ്പിടിക്കും. അങ്ങനെ പല ദൂതുകൾ കേട്ടു. അപ്പോൾ ഈ ഗോലിയാത്തിൻ്റെ മുമ്പിൽ ആ ദാവീദിൻ്റെ പ്രകടനമൊക്കെ ഇവരിങ്ങനെ പ്രസംഗിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഏതായാലും ഈ ദാവീദിനെ പോലെ എന്നെ ഒന്ന് ഗോലിയാത്തിൻ്റെ മുമ്പിൽ ദൈവം നിർത്താൻ തീരുമാനിച്ചിരിക്കുക. ഞാൻ ധൈര്യപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ആ കേസ് വാദിച്ച് അവർ ആ കേസ് വാദിച്ചുകൊണ്ട് വന്ന് എൻ്റെ പ്രമാണം കള്ളനാണെന്നും അവരുടെ പ്രമാണം ഒറിജിനലാണെന്നും ഞാൻ അവരുടെ സ്ഥലത്തുനിന്ന് അവരെ ഒഴിപ്പിക്കാനായിട്ട് പോലീസും പട്ടാളവും ഒക്കെ ആയിട്ട് ആദ്യം പോലീസിൽ ചെന്നതാണെന്നും ഞാൻ കള്ളനാണെന്നും കള്ളത്തരം എൻ്റെയാണെന്നും അവൻ ഒറിജിനൽ ആളാണെന്നും അവരുടെ വക്കീൽ വാദിച്ചതനുസരിച്ച് കോടതി എന്നോട് നിങ്ങൾ അങ്ങനത്തെ പണിയും ചെയ്തുകൊണ്ട് ചെന്ന ആളല്ലേ ഒരു കുര്യാക്കോസ് SI ആയിട്ട് അവരുടെ സ്ഥലത്ത് അവർ ഇറക്കാൻ, അവരുടെ വാദമനുസരിച്ച് എന്നോട് ഇങ്ങോട്ട് തിരിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പം ഞാൻ അവർ കൊണ്ടുവന്ന വാദസംഗതികളെല്ലാം ഈ ദാവീദ് ഒരു കല്ലിന് എഴുത് അവനെ തറി വീഴ്ചതുപോലെ
ഞാൻ ആ കേസ് വാദിച്ച് എഴുതി വെച്ചോണ്ട് ഞാൻ അവർ പറഞ്ഞതെല്ലാം കൃത്രിമമാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തി. എൻ്റെ ആധാരത്തിനകത്ത് ഞാൻ അത് തെളിയിച്ചു. 91 കയറുമ്പോഴും എൻ്റെ ആധാരം 98 എൻ്റെ ഓർമ്മയനുസരിച്ച്. 69 മേടിച്ച സ്ഥലമാണ്. പക്ഷേ അവരുടെ വാദസംഗതിയൊക്കെ ശരിയായിരുന്നു. പക്ഷേ ആധാരത്തിനകത്ത് അത് എന്തുകൊണ്ടാണ് ആധാരം ഇത്രയും താമസം വന്നതെന്നും അതിന് കരാറുണ്ടോ എന്ന് ചോദിച്ചു. കരാറുണ്ടായിരുന്നുവെന്നും അതുപോലെ തന്നെ അത് കാലതാമസം വരാനുള്ള കാരണങ്ങളെല്ലാം ആധാരത്തിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. ഞാൻ കോടതിയെ ബോധ്യപ്പെടുത്തി, കോടതി മനസ്സിലാക്കി. അവരുടെ കള്ളനാണെന്നും ഞാൻ തെളിയിച്ചു. അവരുണ്ടാക്കിയ ആധാരം വ്യാജനാണെന്നും ഞാൻ തെളിയിച്ചു. അങ്ങനെ തെളിയിച്ചപ്പം ഒറ്റക്കല്ലിന് താഴ്പോയി. എൻ്റെ തിയറി അതായിരുന്നു. ഇപ്പം മുഴുവൻ വിശദീകരിക്കാൻ പറ്റത്തില്ല. കോടതിക്ക് അത് മനസ്സിലായി. അവസാനം കോടതി അത് അംഗീകരിക്കേണ്ടി വന്നു. രണ്ടാമത്തെ ദിവസം കയറി വന്നപ്പം അവർക്ക് അവരുടെ വാദം 26 കൊല്ലമായിട്ട് ഒരു മുനിസിപ്പൽ കോടതി മുതൽ ഹൈക്കോടതി വരെയുള്ള എല്ലാ കോടതികളും അവർക്ക് അനുകൂലമായി കൊടുത്ത വിധിയെ പറ്റിയാണ് അവരുടെ വക്കീലിൻ്റെ വാദം. ആ വാദം വന്നു കഴിഞ്ഞപ്പം ആ വാദത്തിന് എൻ്റെ വക്കീലിനെ വെച്ച്, ഞാനൊരു രക്ഷിക്കപ്പെട്ട ഒരാളുടെ വക്കീലായിട്ട് വായിക്കാനും അറിയാൻ പാടില്ലാത്ത വായിക്കാൻ വേണ്ടി ഫയൽ പഠിക്കാൻ വേണ്ടി വെച്ച് ഈ 3.5 മാസവും 10 മണി മുതൽ 12:30 വരെ രാത്രി എറണാകുളം ഹൈക്കോടതിയിൽ ഒരു ഓഫീസിൽ അയാളെ ഇരുന്ന് പഠനമാണ്, വായിച്ച് പഠിക്കുക. എനിക്കറിയത്തില്ല, വായിക്കാൻ എഴുതാനാണ് പറഞ്ഞത്. ഇതുപോലെ എനിക്കറിയാമോ? പക്ഷേ വായിച്ച് കേട്ടാൽ എനിക്ക് മനസ്സിലാകും. വായിച്ച് കേട്ടപ്പം മുനിസിപ്പൽ കോടതി മുതൽ കൊടുത്തിരിക്കുന്ന കേസുകൾ ചില തെറ്റുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പരിശോധിച്ച് വായിച്ച് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്ഥലത്തിനല്ല, എൻ്റെ സർവ്വമ്പൂരിലുള്ള എൻ്റെ സ്ഥലത്തിനല്ല ഈ കേസിൻ്റെ ഓർഡർ, വേറെ സർവ്വമ്പൂരിനാ. ഒരു പോയിൻ്റോ വ്യത്യാസമുള്ളൂ. 1000 ഏക്കറിൻ്റെ വ്യത്യാസത്തിലാണ് കിടക്കുന്നത്. സർവ്വമ്പൂർ തെറ്റാ, എൻ്റെ സ്ഥലത്തിന് ഇഞ്ചക്ഷൻ ഇല്ല. ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് ചോദിച്ചു, ദേവികുളം മുനിസിപ്പൽ കോടതി മുതൽ OS 170 മുതലുള്ള വിധി ഹൈക്കോടതി വരെ വന്നിരിക്കുന്നത് എനിക്ക് ദോഷമായ വിധി അവർക്കുണ്ട്, അവർക്ക് ഊനമായ വിധിയുണ്ട്. എൻ്റെ സ്ഥലത്തിന് അങ്ങനെ ഒരു വിധി തെളിയിക്കാൻ കോടതിക്ക് പറ്റുമോ എന്ന് ചോദിച്ചു. ഏത് സ്ഥലത്തിനാണ് ആ വിധി? ഏത് സർവ്വമ്പൂരിലുള്ള സ്ഥലത്തിനാണ്? ഞാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ധീരതയോടെ ചോദിച്ചു കഴിഞ്ഞപ്പം ഫയലെടുത്ത് പരിശോധിച്ചു, നോക്കാൻ പറഞ്ഞു. നോക്കിക്കഴിഞ്ഞപ്പം എൻ്റെ സ്ഥലത്തിനല്ല, 77-1 ഇഞ്ചക്ഷൻ. 76A3 എൻ്റെ 1000 ഏക്കർ വിസ്തീർണത്തിൻ്റെ വെളിയിലുള്ള സർവ്വമ്പൂരിൻ്റെ ഇഞ്ചക്ഷൻ. ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് ചോദിച്ചു, മറൈൻ ഡ്രൈവിന് ഇഞ്ചക്ഷൻ മേടിച്ചിട്ട് എന്നോട് ഹൈക്കോടതി കയറാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എൻ്റെ സ്ഥലത്തിനൊരു വിധിയുണ്ടോ എന്ന് ചോദിച്ചു. ഈ സർവ്വമ്പൂരിൽ ഞാൻ ഇപ്പം പറയുന്ന കേസിന് ഇല്ല, സമ്മതിക്കേണ്ടി വന്നു. ഇതുപോലെയാണ് ഞാൻ കത്തോലിക്ക സഭയിൽ നിന്ന് വിടാൻ നേരത്ത് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന കാര്യവും ആ കാലത്തും ഞാൻ ഇങ്ങനെ ഒന്ന് പരിശോധിച്ചപ്പോൾ ചില തെറ്റ് മനസ്സിലായി എനിക്ക്. അങ്ങനെയാണ് ഞാൻ ഇന്നൊരു ദൈവ പൈതലായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇത് തെറ്റായെന്ന് വന്നു കഴിഞ്ഞപ്പം കോടതി സമ്മതിച്ചു. ചുരുക്കി പറഞ്ഞാൽ ആ സമയത്താണ് ഹൈക്കോടതിയിൽ ഒരാൾ ആ ഹൈക്കോടതിയുടെ മുകളിൽ നിന്ന് ചാടി, ആ ആഴ്ചയിലാണ്, ഈ വിധി പറയുന്ന ആഴ്ചയിലാണ്, ആഴ്ചയിലാണ് ആത്മഹത്യ ചെയ്തത്. അന്ന് കോടതി അവധിയായിരുന്നു. ഞാൻ ആ കോടതിയിലേക്ക് കയറി ചെന്നപ്പം പല ആളുകളും എന്നോട് പറഞ്ഞു, അയ്യോ സാറാന്ന് ഞങ്ങൾ വിചാരിച്ചെന്ന്. ഞാനാ ചാടിയെന്ന് ചില ആളുകൾ വിചാരിച്ചായിരുന്നു. കോടതി വരെ ഒരു ഭീതി ദൈവം എനിക്ക് വേണ്ടി ഒരുക്കി. ആ കോടതി ഞാൻ ഈ കേസൊക്കെ നടത്തുന്നവർക്ക് വലിയ ക്ഷുദ്രപ്രയോഗങ്ങളും മന്ത്രവാദങ്ങളും ഒക്കെ ഉണ്ടല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഏതായാലും വിധി പറയുന്ന ദിവസം ഞാനും കോടതിയായിട്ടൊന്ന് ഉടക്കി എന്നെ കോടതി കേസ് മാറ്റി പോസ്റ്റ് ചെയ്തപ്പോൾ പറ്റില്ല, ഇന്ന് ഓർഡർ പറയാമെന്ന് പറയണമെന്ന് പറഞ്ഞു. കോടതി എന്നോട് ചൂടായി, ജയിലിൽ വിടുമെന്നൊക്കെ പറഞ്ഞു. എൻ്റെ അധികാരം അറിയോ? എന്നാൽ കോടതി ഒരു കാര്യം തീരുമാനിച്ചാൽ തിരിച്ചു ചോദിച്ചാൽ കോട്ടാൽ ശിവ 2ാം ക്ലാസ്സുകാർ ഇതുപോലും അറിയാവോ? എന്നോട് മണിക്കൂറുകൾക്ക് മുമ്പ് ഓർഡർ പറഞ്ഞോളാം, തലേദിവസം ഓർഡർ പറഞ്ഞോളാം എന്ന് പറഞ്ഞു, നാളെ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അത് വെച്ചാൽ ഞാൻ ചോദിച്ചു, ഇന്നലെ ഇന്നും മണിക്കൂറുകൾക്ക് ബഹുമാനപ്പെട്ട കോടതി ഓർഡർ പറയാമെന്ന് പറഞ്ഞാൽ വയസ്സിങ്ങനെ മാറ്റാൻ പറ്റില്ല എന്ന്. കോടതി ചൂടായി. ഞാൻ പറഞ്ഞു ജയിലിൽ വിടുന്നു. ഞാൻ പറഞ്ഞു ജയിലെങ്കിൽ ജയില്, എൻ്റെ കുട്ടിക്ക് മെറിറ്റിൽ മെഡിസിന് സീറ്റ് കിട്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടില്ല. ഒരു തെണ്ടിയെപ്പെട്ടിയെ പോലെ 26 കൊല്ലത്തിലധികമായിട്ട് ഞാൻ ഇങ്ങനെ റോഡിൽ കൂടെ നടക്കുക. ഞാൻ എന്തിനാ ഇങ്ങനെ റോഡിൽ നടക്കുന്നത്? ജയിലെങ്കിൽ ജയിലെന്ന് പറഞ്ഞു. പക്ഷേ കോടതിക്ക് എന്നെ ജയിലിൽ വിടാൻ പറ്റിയില്ല. കോടതിയായിട്ട് ഒരു മര്യാദ പറഞ്ഞു. പിന്നെ തുറക്കുന്ന കോടതിയിൽ പ്രത്യേക സിറ്റിംഗ് ഇരുന്ന് ഓർഡർ പറഞ്ഞോളാമെന്ന് പറഞ്ഞ്
ഞങ്ങൾ തമ്മിൽ രമ്യമായിട്ട് പിരിഞ്ഞു. അതുപോലെ തന്നെ പിറ്റേ തുറക്കുന്ന കോടതിയിലെ ആ ജഡ്ജിമാർ മാറി. അന്നത്തെ സ്പെഷ്യൽ പഴയ ജഡ്ജിമാർ പ്രത്യേക സിറ്റിംഗ് ഇരുന്ന് തന്നെ 6/305 2:30 വന്നിരുന്നു ഓർഡർ പറഞ്ഞു. സുപ്രീം കോടതി പോയാൽ പോലും ജയിക്കാത്ത ഒരു ഓർഡർ ദൈവം എനിക്ക് തന്നു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയുക, നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവ സാന്നിധ്യം. ഞാൻ സ്നാനപ്പെട്ടപ്പം യോഹന്നാന്റെ സുവിശേഷത്തിൽ ഞാൻ വായിച്ചെനിക്കൊരു വാക്തത്വമുണ്ടോ, ഞാനോ ലോകാന്ത്യത്തോളം എല്ലാ നാളും നിന്നോട് കൂടെ ഇരിക്കും. ഇത് ചുമ്മാതെ ഒരു വാക്കുവാദത്തിൻ്റെയോ വാക്കിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ധീരതയുടെയോ ഒന്നും മുഷ്കുകൊണ്ടല്ല കേസ് ജയിച്ചത് എൻ്റെ കൂടെ ഇരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പവറുള്ളതാ, പക്ഷേ അതിൻ്റെ മുകളിൽ പവറുള്ളൊരു ദൈവ സാന്നിധ്യം കൂടെ കൊണ്ടുവന്ന് അതൊരു ഫുൾ ബെഞ്ചായി. അത് 3 പേരിരിക്കുന്ന ജഡ്ജായിട്ട് വന്നു. എൻ്റെ കർത്താവ് അവൻ്റെ നടുക്ക് കയറിയിരുന്നു. അവരെ കൊണ്ട് നീതിയോടെ ഭൂമിയിൽ ന്യായം വിധിച്ചു കൊടുക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് സങ്കീർത്തനത്തിൽ വായിച്ചത് നടപ്പിലാക്കി തന്നു. അങ്ങനെയാ കേസ് ജയിച്ചത്. കേസ് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി കോടതിയിൽ നിന്ന് ഓടി. ഒരു മീഡിയക്കാരുടെ മുമ്പിലൊന്നും ഞാൻ കൊടുത്തില്ല. അന്ന് എല്ലാവരും അറിയുന്ന വലിയൊരു കേസായിരുന്നു എൻ്റെ കേസ്. ഹൈക്കോടതി ചരിത്രത്തിൽ നടക്കാത്തത് പോലൊരു സംഭവമായിരുന്നു. ഞാൻ ദൈവസന്നിധിയിലൂടി. അന്നൊന്നും ഞാൻ മീഡിയയുടെ മുമ്പിലൊന്നും വരാൻ ഇഷ്ടപ്പെട്ടില്ല. ഒരോളമൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല. ഞാൻ കർത്താവിനോട് പറഞ്ഞു, വിധി കിട്ടിയെങ്കിലും ഒരു വിധി നടത്തണം. EP നടപടി എന്ന് പറയും. അത് വർഷങ്ങളെടുക്കാം. സെക്കൻഡ് അപ്പീൽ സുപ്രീം കോടതിയിൽ പോകാം കാശുണ്ടെങ്കിൽ. ഇന്നും ആ കേസ് വേണം തീരാതെ കിടക്കാം. പക്ഷേ സർവശക്തനായിരിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ ഒരു വചനം എൻ്റെ ഹൃദയത്തിൽ തന്ന് ഉരുവായിട്ടുകൊണ്ട് ഞാൻ പറഞ്ഞു, നീതിമാൻ്റെ അവകാശത്തിൻ്റെ മേൽ ദുഷ്ടൻ്റെ ചെങ്കോലിരിക്കില്ല. ദുഷ്ടനെ ആരും ഓടിക്കാതെ ഓടിപ്പോകും. ദൈവത്തിൻ്റെ വചനം എൻ്റെ അകത്ത് പതിഞ്ഞു. അത് വെച്ചുകൊണ്ട് പാസ്റ്റർമാരെ സഭയുടെ ഒന്നും ഞാൻ പോയില്ല. ഞാൻ ദൈവത്തോട് നിലവിളിച്ചു. നിങ്ങൾ ആലോചിക്കണം, 2000 ഞാൻ ഒരു മനുഷ്യനെ ആശ്രയിക്കില്ല എന്ന് തീരുമാനിച്ചതുകൊണ്ട് ഈ പ്രതിസന്ധി ഇങ്ങനെയൊക്കെ വന്നപ്പോൾ എല്ലാവരും എന്നെ വിട്ടു മാറി. AJOളിലൊക്കെ നടക്കുന്ന മീറ്റിങ്ങിലൊക്കെ എല്ലാവരും എഴുതിത്തള്ളിയെന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുന്ന പ്രസംഗത്തെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞില്ല, ദൂതിനെ പറ്റിയൊക്കെ. ഈ പറയുന്നവരെല്ലാം എഴുതിത്തള്ളിതാ. എല്ലാവരും എഴുതിത്തള്ളിതാ. ഞാൻ അന്ന് കിടന്നത് കാറിലായി 3.5 മാസം. എറണാകുളം റോഡിൽ കൂടെ പല സ്ഥലത്ത് കൂടെ ഞാൻ കാറിൽ കിടന്നുകൊണ്ടുണ്ട്, ജീവൻ പണയം വെച്ച്. രാത്രി വന്ന് ആരെങ്കിലും എന്നെ ആക്രമിച്ച് കെട്ടുമ്പോൾ അതിൽ കൊടുത്തുകൊണ്ട് എന്നെ കേസ് പോകും. വേറെ എന്തെങ്കിലും തരത്തിൽ ചതിവിലാക്കി എന്നെ വേറെ തരത്തിൽ എന്നെ കേസിൽ പ്രതിയാക്കിയാക്കാം. എനിക്ക് ദൈവം തമ്പുരാൻ 2ാം ക്ലാസ്സുകാരനൊരു ബുദ്ധിയുണ്ട്. ഒരു തല്ലിപ്പൊളി പെണ്ണെ പറഞ്ഞ് എൻ്റെ കാറിന് വട്ടം നടത്തിയിട്ട് പോലീസിനെ അറിഞ്ഞത് എന്നെ പെണ്ണ് പൊക്കിയെടുത്ത് അകത്തിടാൻ പാടില്ലേ? ഇതൊക്കെ ഞാൻ ദൈവസന്നിധി ഞാൻ പകർന്നു ഈ സങ്കടങ്ങളെല്ലാം. ഈ 3.5 മാസം ഏറ്റവും കൂടുതൽ ദൈവവുമായിട്ട് അടുത്ത ബന്ധത്തിൽ ജീവിച്ച കാലഘട്ടമായിരുന്നു. അർദ്ധരാത്രി കൂടുതൽ ഉറങ്ങാൻ പറ്റില്ല. സംഭാഷണം ദൈവവുമായിട്ടായിരുന്നു. മനുഷ്യരെ ബന്ധമില്ലാതെ, ആരും ദയ തോന്നാതെ, വാ സഹോദര എന്ന് പറഞ്ഞ് ആരും വിളിക്കാതിരുന്നതിനായി സ്തോത്രം. ആരെങ്കിലും വിളിച്ചാൽ അവരോട് കഥ പറയും. എൻ്റെ കർത്താവുമായിട്ട് സംഭാഷിക്കാൻ സമയമില്ലാതെ വരുമായിരുന്നു. ദൈവത്തിൻ്റെ ആലോചന കേൾക്കാൻ സമയമില്ലാതെ വരുമായിരുന്നു. ഇത് ദൈവവും ഞാനും മാത്രമായിട്ടായിരുന്നു ഈ കേസ് നടത്തിയത്. വിധി കിട്ടിയപ്പം വിധി നടത്താൻ വേണ്ടി വേറെ ആരുടെ അടുത്തും പോയില്ല. ഞാനതിന് ബുദ്ധിയുള്ള പലരോടും ഞാൻ ചോദിച്ചു, ജയിച്ചപ്പോൾ സന്തോഷത്തിൽ ഈ സ്ഥലത്ത് വരെ ഒന്ന് പോകാൻ എൻ്റെ കൂടെ ഒന്ന് വരാമോന്ന്. ഒരു ഒറ്റ മനുഷ്യൻ ബുദ്ധിയുള്ളതും വന്നില്ല. ഞാൻ 2 ഷട്ടർ 5 മുറി ഉള്ള ഷെഡ് വെച്ചത് വീടാക്കി കടയാക്കി നല്ല പ്രതാപത്തിൽ അവർ ജീവിക്കുക. അത് ആ ഗേറ്റിൻ്റെ എൻ്റെ തീർത്താണ് വെച്ചിരിക്കുന്നത്. എൻ്റെ വീടിൻ്റെ ആ വീടിന് ആധാരം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതവിടെ കാട് പിടിച്ച് കിടപ്പുണ്ട്. ബോധമുള്ളവനൊന്നും അങ്ങോട്ട് പോരില്ല. പോന്നാൽ തിരിച്ച് വരാമെന്ന് ചിന്തിക്കാൻ പറ്റില്ല. 26 കൊല്ലമായിട്ട് അവരവിടെ താമസിച്ച് അതിന് വ്യാജ ആധാരം ഉണ്ടാക്കി ഫെഡറൽ ബാങ്കിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ലോൺ എടുത്ത് അവർ നല്ല രാജാക്കന്മാരെ പോലും താമസിക്കുകയാണ്. 26 കൊല്ലം കഴിഞ്ഞു. തിരിച്ചു കിട്ടുമോ? ലോകത്തിൻ്റെ ബുദ്ധിയിൽ ദൈവം നടത്തിയ കാര്യമായി പറയുന്നു. ഞാൻ ആരും വന്നില്ല. ഞാനൊരു ദിവസം ഒറ്റയ്ക്ക് അങ്ങോട്ട് ചെന്നിട്ട് ആ വണ്ടി അങ്ങോട്ട് തിരിച്ചിട്ടു. എന്നിട്ട് ഓടിച്ചെന്ന കാട്ടിക്കൂടെ ആ പഴയ വീട്ടിൽ കയറി. വലിയ വീടാ, കാട് പിടിച്ച് കിടക്കുക. എൻ്റെ പോർച്ചിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഓടി വന്ന് കാറി കയറി ഞാൻ പോന്നു. പിന്നെ
കുറേ മേസ്ത്രിമാർ കളുടിയന്മാരും പണിക്കാരും ഒക്കെ എനിക്ക് പരിചയമുള്ളവരെ അടിമാലി വെച്ച് കണ്ടപ്പം മഴക്കാലമായിരുന്നു, പണിയൊന്നുമില്ല എന്ന് പറഞ്ഞു. പണ്ട് നിങ്ങൾ മാങ്കുളത്ത് പോയി ആ വീടൊക്കെ ഒന്ന് മെയിൻ്റനൻസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്തില്ലല്ലോ, കുറച്ച് കാശും മേടിച്ചുകൊണ്ട് പോയല്ലേ, ഇപ്പോൾ റെഡിയാണെന്ന് ചോദിച്ചു. ഓ ഞങ്ങൾ റെഡിയാന്ന് പറഞ്ഞു. അമ്മമാരെ വിളിച്ചു, അടുത്ത തിങ്കളാഴ്ച പോയേക്കാന്ന് പറഞ്ഞു. ഞായറാഴ്ച ഞാൻ ആരാധന കഴിഞ്ഞ് എറണാകുളത്തേക്കുമ്പോൾ എങ്ങനെ നാളത്തേക്ക് ഞാൻ റെഡിയാണ് പോയേക്കാന്ന് പറഞ്ഞു. അവരേതായാലും വന്നു, അവരെ ഏൽപ്പിച്ചു. കുറേ ഭാഗം പിന്നെ താഴത്തെ ഒരു 2 നിലയുണ്ട്, ഒരു ഭാഗം അന്ന് ബുദ്ധിമുട്ട് വന്ന് ഷീറ്റായിട്ടാണ്, അത് വാർക്കാൻ പറഞ്ഞു. അവരെ കൊണ്ട് ഞാനത് വാർക്കിപ്പിച്ചു, പൊളിച്ച് വാർപ്പിച്ചു, പണി ചെയ്യിച്ചു. പെട്ടെന്ന് അങ്ങോട്ട് ഒന്ന് മിക്സർ മെഷീൻ വന്നപ്പോഴാണ് നാട്ടുകാരറിഞ്ഞത് വാർക്കുകയാണ്. അതിന് മുമ്പേ ആർക്കൊന്നും മനസ്സിലായില്ല. കടക്ക് വെട്ടി തെളിച്ച് എന്തൊക്കെയാണെന്ന് പറഞ്ഞത് വാർത്ത് കഴിഞ്ഞപ്പം പിന്നെ അവരോട് ഞാൻ പറഞ്ഞു ഇറങ്ങി പറമ്പി ആദായം കൊടുത്തോളാൻ പറഞ്ഞു ഈ പണിക്കാരോട്. അവർ സന്തോഷമായിട്ട് കാശ് കിട്ടിയ കള്ളു കുടിക്കാൻ പാടില്ലേ, അവർ ആദായം കൊടുക്കുന്നത് ഇവർ പ്രശ്നം ഉണ്ടാക്കി. ഞാനങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു ആരാണ് ഇവിടെ ഉള്ളതെന്ന് ചോദിച്ചു. തർക്കിക്കാനും എതിർക്കാനും ചുണയുള്ളവരുണ്ട് അങ്ങോട്ട് വരാൻ പറഞ്ഞു. ഏതായാലും 2-3 പിള്ളേർ ഓടി വന്നിട്ട് പറഞ്ഞു, ചേട്ടാ നമുക്ക് ആ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണം സംസാരിച്ച്. നിങ്ങൾക്ക് എന്തറിയാമെന്ന് ഞാൻ ചോദിച്ചു. കേസിൻ്റെ വിധി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവിടെ പലർക്കും വിധി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ വന്നതെല്ലാം, ചുരുക്കി പറഞ്ഞാൽ ഇതുവരെ വന്നതെല്ലാം ക്ഷമിക്കണം, അവരെ ഉപദ്രവിക്കരുത്, സ്ഥലവും വീടും ഒക്കെ വിട്ടു തന്നേക്കാം എന്നായി. ഞാൻ പറഞ്ഞു നാളെ രാവിലെ വീട് പൂട്ടി താക്കോല് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഒരു 15 ദിവസം കുടുംബമായിട്ട് താമസിക്കുന്നതല്ലേ തരണം, അത് തരുമെന്ന് അറിയാമെന്ന് പറഞ്ഞു. 99% ക്ഷമിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പള്ളിയിലച്ഛൻ പണ്ട് പറഞ്ഞെക്കൊണ്ടുള്ള മധ്യസ്ഥയൊന്നും ആയിരിക്കരുത്, നട്ടലുണ്ടോ ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. 200 രൂപ പത്രം മേടിച്ച് നാളെ രാവിലെ എനിക്ക് എഴുതി തരണമെന്ന് പറഞ്ഞു. 15 ദിവസം കഴിയുമ്പം വീട് പൂട്ടി തരാം. സ്ഥലമൊന്നും വിട്ടു തരേണ്ട, സ്ഥലം ഇപ്പോൾ എൻ്റെ കയ്യിലാണ്, വീട് വിട്ടു തന്നാൽ മതി. അങ്ങനെ അവർ 200 രൂപ പത്രം മേടിച്ച് എനിക്ക് 2000 രൂപയും 1% തന്ന് ഒരു എഗ്രിമെൻ്റ് എഴുതി തന്നു. 15-ാമത്തെ ദിവസം ഒരു 27-ാം തീയതിയാണ് എൻ്റെ ഓർമ്മ, അവരെനിക്ക് ആ വീട് പൂട്ടി താക്കോൽ തന്നു. സന്തോഷമായിട്ട് അവർ പിരിഞ്ഞു പോയി. അവരെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. കള്ളയാധാരം ഉണ്ടാക്കിയതിന് കോടതി കേസ് നടക്കുന്നുണ്ട്. ഞാൻ സാക്ഷി പറഞ്ഞാൽ അത് അവർ അങ്ങ് അകത്തോട്ട് പോകുമായിരുന്നു. ഞാൻ കോടതിയിൽ ബലമായിട്ട് അവർക്ക് അനുകൂലമായിട്ട് പറഞ്ഞ് ഈ ആധാരം മേടിച്ചവനും എഴുതി കൊടുത്തവരും മരിച്ചുപോയി, ഇവർ കക്ഷി ചേർത്തതാണ്. ഞാൻ പറഞ്ഞു എൻ്റെ കക്ഷികൾ ജീവിച്ചിരിപ്പില്ല, എൻ്റെ ഒറിജിനൽ പ്രതികൾ ജീവിച്ചിരിപ്പില്ല, ഇവരല്ല ഈ കുറ്റം ചെയ്തതെന്ന് പറഞ്ഞ് കോടതി നിർബന്ധമായിട്ടും അവർക്ക് വേണ്ടി അനുകൂലമായിട്ട് പറഞ്ഞ് അവരെ അതിനകത്തുനിന്ന് ഞാൻ ഉരുവിട്ടു. ഞാൻ ഇന്ന് പകൽക്കാലം പറഞ്ഞത് 27ാമത്തെ കൊല്ലമാണ് ഇത് തിരിച്ചു കിട്ടുന്നത്. അവർ വെച്ച ആ വീടിന് 29.5 ലക്ഷം രൂപ സർക്കാർ തന്നിട്ടെടുത്തു. 1 ലക്ഷം രൂപയുടെ ആദായം അതിനകത്തടുത്ത് കിട്ടുമായിരുന്നു നമുക്ക് കയറുമ്പം. 26 കൊല്ലം ഇരുന്നാൽ 26 കൊല്ലത്തെ ആദായത്തിൻ്റെ കാശും അതിൻ്റെ പലിശയും ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് അവർ പോയത്. ഇപ്പം എൻ്റെ സഭക്കാരോ വീട്ടുകാരോ ഒന്നുമല്ല, എൻ്റെ ഉപകാരിയായിട്ട് എനിക്ക് ഗുണമായിട്ട് നിന്നത് കയ്യേറിയവനാണ്, അവൻ്റെ കുടുംബമാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അവരെന്നെ ദ്രോഹിക്കുകയല്ല ചെയ്തത്, അവരെന്നെ സഹായിക്കുക ചെയ്ത്. ആ സ്ഥലം മൊത്തം ഇലക്ട്രിസിറ്റി ബോർഡ് അവിടെ ഡാം പണിയുന്നതിൻ്റെ പേരിൽ അവശേഷിക്കുന്ന സ്ഥലം ഏറ്റെടുക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലം എൻ്റെ ആയിരുന്നു. ഈ കേസ് അയച്ചതിന് ശേഷം പർച്ചേസ് കമ്മിറ്റി എന്നെ വിളിച്ച് ഞാൻ പോയി. കളക്ടറും അന്നത്തെ പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് ഓഫീസേഴ്സൊക്കെ വന്നവർ എന്നെ പേഴ്സണലായിട്ട് ഞങ്ങൾ തമ്മിൽ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങളോട് സഹകരിക്കുക, കേസും വഴക്കമൊക്കെ ആയിട്ട് നടന്നാൽ എന്നാ കാശ് കിട്ടുന്നത്, ഇത് സമ്മതിക്കാൻ പറഞ്ഞു ഇന്ന വിലയ്ക്ക് തരാൻ. കുറച്ച് ഉപദേശിച്ചപ്പോൾ ഞാൻ എത്ര ദിവസം കാശ് തരുമെന്ന് ചോദിച്ചു. 4 മാസത്തേക്കൊക്കെ തരാമെന്ന് പറഞ്ഞു. അവരുടെ ഉപദേശം കേട്ട് ഞാൻ ഒപ്പിട്ടു. എന്തായാലും അതിനുശേഷമാണ് ചില പ്രളയമൊക്കെ ഉണ്ടായത് 18-ൽ. ഞാനത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ചെന്ന് പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് സർക്കാർ എനിക്ക് അവരുടെ വില വെച്ചെടുത്തിട്ട് ഒരു 3 കോടി രൂപ 2019 തന്നു. 26 കൊല്ലം കഴിഞ്ഞ് 26, 27, 28 കൊല്ലം ആയിക്കോട്ടെ കഴിഞ്ഞ് എനിക്ക് ഒരാശ്വാസമായിട്ട് അന്നത്തെ എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ, എൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ ഹോസ്പിറ്റലിലൊക്കെ വിട്ട് പഠിപ്പിക്കാൻ, എൻ്റെ അത്യാവശ്യ ബാധ്യതകളൊക്കെ തീർക്കാൻ
ചെറുതായിട്ടൊന്ന് പൂർണ്ണമായിട്ടല്ല എന്നാലും ചെറുതായിട്ട് കുത്തി ഒന്ന് നിൽക്കാൻ ആവശ്യത്തിനുള്ള പണം ഈ പ്രതിസന്ധിയിൽ ഞാൻ എൻ്റെ ആരംഭം രണ്ടാമത് തുടങ്ങിയിരിക്കുന്നത് തീച്ചൂളയിലെ അനുഭവമാണ്. ഈ തീച്ചൂളയ്ക്കകത്ത് ദൈവം തന്ന ഒരു ഉപകാരത്തെ പറ്റിയാണ് പറഞ്ഞത്. ദൈവത്തിന് ചെയ്യാൻ പറ്റും, ഞാൻ അനുഭവിച്ചു. നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ 26 കൊല്ലത്തിൽ കൂടുതൽ ഒരുത്തൻ്റെ കയ്യിലിരുന്ന ബാങ്കിന് ലോണൊക്കെ വെച്ച് ആധാരമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലം തിരിച്ചു കിട്ടിയത്? ദുഷ്ടൻ്റെ ചെങ്കോല് നീതിമാനാണെങ്കിൽ അവൻ്റെ അവകാശത്തിൽ ഇരിക്കില്ല എന്ന ദൈവത്തിൻ്റെ വചനം പറഞ്ഞാൽ അതൊന്നും മാറ്റാനായിരുന്നു നോക്കരുത്. ദുഷ്ടനെ ആരും ഓടിക്കാതെ ഓടിപ്പോകുമെന്ന് പറഞ്ഞാൽ അവൻ ഓടിപ്പോകും. അത് ദൈവത്തിന് ചെയ്യാൻ പറ്റും. ദൈവം ചെയ്ത ഒരു പ്രവൃത്തിയെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ ദൈവം എന്നെ വിടുവിച്ചു. എനിക്ക് അതൊരു ഉപകാരമായി. ലക്ഷ്മിയിലെ സ്ഥലത്തിൻ്റെ കേസുകളെല്ലാം തോറ്റുപോയിരുന്നെങ്കിലും 2007 മൂന്നാറിലൊരു ഇടിച്ചു നിരത്തുമായിട്ടൊരു ദൗത്യ സംഘം വന്നു. ദൗത്യ സംഘം വന്നു കഴിഞ്ഞപ്പോൾ മൂന്നാർ ഇങ്ങനെ കിടുകിട പറിച്ചു നിന്നത് നിങ്ങൾക്കറിയാം. ഞാനന്ന് എൻ്റെ അനിയനോട് പറഞ്ഞു, തൊടുപുഴയാണ് അവൻ അന്ന് അധ്യാപകനായിട്ട് വർക്ക് ചെയ്തു. ഞാൻ അവനോട് പറഞ്ഞു, എടാ ഇവിടെ അടിമാലി വരെ അവൻ അത്യാവശ്യമായിട്ട് വരണമെന്ന് പറഞ്ഞു. എന്നതിനാന്ന് ചോദിച്ചു. വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മൂന്നാർ വരെ പോകണം. എന്തിനാ? സുരേഷ് കുമാർ ദൗത്യ സംഘ മേധാവി ഒന്ന് കാണാൻ വേണ്ടി. അയ്യോ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല, പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ വണ്ടിയെ കയറാൻ പറഞ്ഞു. അതേ കയറ്റി മൂന്നാറിൽ ചെന്നു. ഗസ്റ്റ് ഹൗസിൽ ഒരു 6:30 ആയപ്പോൾ ഇദ്ദേഹം ലക്ഷ്മിയിലുള്ള സ്റ്റാറ്റസ് റിസോർട്ടൊക്കെ ഇടിച്ചിട്ട് വന്ന് കയറിയ സമയത്താണ് ചെന്നത്. സർക്കിൾ ബസ്സും എല്ലാം ക്രൂഡിയായിട്ട് വന്നിട്ട് പറഞ്ഞു, ഇവിടെ നിൽക്കാൻ ഒക്കുകയില്ല, പൊക്കമെന്ന് പറഞ്ഞു. പേടിപ്പിക്കാനായിട്ട് വന്നു. ഞാൻ പറഞ്ഞു, സാറേ ഇവിടെ നിൽക്കാൻ വന്നതല്ല, ദൗത്യസംഘ മേധാവി സുരേഷ് കുമാറിനെ കാണാൻ വന്നതാണ്. അങ്ങനെ കാണാൻ പറ്റത്തില്ല. അങ്ങനെ കാണാൻ പറ്റില്ല എന്ന് സാറാണോ തീരുമാനിക്കുന്നത്? അത് അദ്ദേഹം വേണ്ട തീരുമാനിക്കുക. സാർ ഈ സ്ലിപ്പ് കൊണ്ടുപോയി അങ്ങ് കൊടുക്കാൻ പറഞ്ഞു. കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അതുവരെ ഞാൻ അനങ്ങാതെ ഇവിടെ നിൽക്കും. ഞാൻ വന്നു കഴിയുമ്പം കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് ഞാൻ അങ്ങ് ഇറങ്ങിപ്പോക്കോളാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ സംസാരം കേട്ടപ്പം പുള്ളിക്ക് ഇത് പന്തിയില്ലെന്ന് തോന്നി. ഏതായാലും ഞാൻ വെച്ച് നീട്ടിയ സ്ലിപ്പ് പുള്ളി മേടിച്ചുകൊണ്ട് പോയി. സുരേഷ് കുമാറിന് കൊടുത്തു. അവരുടെ ഏതായാലും ദൈവം പ്രവർത്തിച്ച് കയറിയിരിക്കാൻ പറഞ്ഞു. ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. കുളിക്കാൻ കയറി വന്നു. കുളിച്ചിട്ട് വന്നു. അദ്ദേഹവുമായിട്ട് 2.5 മണിക്കൂർ രാത്രി സംസാരിച്ചു. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് റവന്യൂ ബോർഡ് വരെ പോയി. ഞങ്ങളുടെ കേസ് ശരിവെച്ച കേസായിരുന്നു. നിങ്ങൾ വന്നത് നന്നായി എന്ന് സുരേഷ് കുമാർ എന്നോട് പറഞ്ഞു. ഞാൻ നാളെ അത് ഇടിക്കാൻ പോയാൽ എൻ്റെ മുകളിലാണ് റവന്യൂ ബോർഡ് ശരിവെച്ച പട്ടയത്തെ എനിക്ക് തൊടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. ഞങ്ങൾ വളരെ അടുപ്പമായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യാൻ പറ്റൂ സാറേ എന്ന് ചോദിച്ചു. ഇനി അങ്ങനെയാണെങ്കിൽ ഇന്ന പോലെയുള്ള കാര്യം കൃത്രിമമാണ്, തട്ടിപ്പാണെന്ന്, അത് നിയമവിരുദ്ധമായിട്ട് സമ്പാദിച്ചതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിൻ്റെ ഉപദേശം തന്നതനുസരിച്ച് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അല്ലാതെ ഈ ഫയൽ തൊടാൻ പറ്റത്തില്ല. നിങ്ങൾക്കൊക്കെ ചുണയുണ്ടെങ്കിൽ, കഴിവുണ്ടെങ്കിൽ നിങ്ങൾ പോയി ഗവൺമെൻറ്റോട്ട് മുട്ടാൻ പറഞ്ഞു. അതിനുള്ള കാര്യങ്ങൾ അദ്ദേഹവും പറഞ്ഞു തന്നു. ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ അതനുസരിച്ച് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് പോയി കാണാനായിട്ട്. അങ്ങനെ എളുപ്പം കാണാൻ പറ്റുന്ന ആളല്ല ഈ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറഞ്ഞത്. പക്ഷേ തിരുവനന്തപുരത്ത് നല്ല പരിചയം അതിനുള്ള കഴിവൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ പോയി. ഏതായാലും ഉച്ച കഴിഞ്ഞപ്പോൾ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി അടുത്ത് ചെന്ന് കണ്ട് അവരുമായിട്ട് സംസാരിച്ചു. അവർ ചോദിച്ചു, നിങ്ങളെ വിളിച്ചാൽ വരുമോ എന്ന് ചോദിച്ചു. വരുമെന്ന് പറഞ്ഞു. 3 പ്രാവശ്യം ചുരുക്കി പറഞ്ഞാൽ അവരെനിക്ക് തഹസിൽദാരെ കൊണ്ട് നോട്ടീസ് ലഭിച്ച് തിരുവനന്തപുരത്ത് പോയി ആ കേസ് ഞാൻ അവരുടെ അടുത്ത് പോയി വാദിച്ചു. കൃത്രിമമാണെന്ന് തെളിയിച്ച് നിങ്ങളെല്ലാവരും 2007 ഒരു ന്യൂസ് കേട്ടിട്ടുണ്ട്. അബാദൂർ ഗ്രൂപ്പിൻ്റെ പട്ടയം ക്യാൻസൽ. ഒരു 7:30 ആയിപ്പോൾ ആ പട്ടയം ക്യാൻസൽ ചെയ്തു. പക്ഷേ ഞങ്ങളുടെ ഈ വെപ്രാളവും ധൃതിയും ഒക്കെ കാരണം ഞങ്ങളുടെ എല്ലാ അവകാശങ്ങളും, ഞങ്ങളുടെ പഴക്കവും, ഞങ്ങളുടെ കാപ്പിത്തോട്ടത്തിൻ്റെ പേരും, ഞങ്ങളുടെ കാപ്പിത്തോട്ടത്തിൻ്റെ ലൈസൻസും ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ പട്ടയവും ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്ന എല്ലാ കഥയും പറഞ്ഞ് എല്ലാം ഞങ്ങൾ കേസ് തെളിയിക്കുകയും ചെയ്തു. പക്ഷേ അവസാനം ഞാൻ ഒരു കാര്യം പറയുക, ഒരു പ്രയർ ഇല്ലായിരുന്നു. ഈ ഭൂമി തോട്ടം ഞങ്ങളെ തിരിച്ചേൽപ്പിക്കണം, ഞങ്ങളുടെ നഷ്ടപരിഹാരവും വേണമെന്ന് പറയാം. അതുമൊന്നും അതിനകത്ത് ഒരു പ്രയർ ഇല്ലായിരുന്നു. അതുകൊണ്ട് പട്ടയം ക്യാൻസൽ ചെയ്ത് ഞങ്ങൾ ചോദിച്ച എല്ലാ ഓർഡറും നടപടിയും പാസ്സാക്കി പട്ടയം ക്യാൻസൽ ഓർഡർ തന്ന കോപ്പി എൻ്റെ കയ്യിലുണ്ട്. സ്ഥലം തിരിച്ച് കിട്ടിയില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. കിട്ടേണ്ടതായിരുന്നു. എന്തായാലും ദൈവത്തിന് കോടികൾ മുടക്കി കിടക്കുന്ന സാധനം കാട് പിടിച്ച് കിടക്കേണ്ടി വന്നു. അടുത്ത കാലത്ത് എന്തൊക്കെയോ പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നത് കേട്ടിട്ടുണ്ട്. അന്വേഷിക്കാൻ നേരം കിട്ടിയിട്ടില്ല. നിയമത്തിൻ്റെ മുമ്പിലാണ് തൊടാൻ പറ്റത്തില്ല. അങ്ങനെ തൊടുകയാണെങ്കിൽ ഭൂമി എനിക്ക് തിരിച്ചു കിട്ടണം. ഒന്നത്. അങ്ങനെ ഓരോ പ്രതിസന്ധികളിലും ദൈവം സഹായിച്ച കഥകളായി പറയുന്നു. ദൈവത്തിൻ്റെ മുദ്ര നമ്മുടെ മേലിരുന്നാൽ നമ്മളെ ആരെങ്കിലും തൊട്ടാൽ അവർക്ക് പൊള്ളും. അതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവമാണ്. പിന്നെ
രണ്ടാമത് ഇനിയിപ്പോൾ പറയാനുള്ള ഒരു കാര്യവും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഞാൻ കാണിച്ച ചില വിട്ടിത്തിരകൾ. എൻ്റെ മകളുടെ പേരിൽ 2012 ഒരു വണ്ടി ബുക്ക് ചെയ്തു. ഒരു പുതിയ വണ്ടി പിള്ളേരുടെ ആഗ്രഹം കൊണ്ട്, അതുവരെ ഞാൻ പഴയ വണ്ടിയും പണിതുകൊണ്ട് നടക്കുന്നത്. ഒരു പുതിയ വണ്ടി പിള്ളേരെയൊക്കെ ഹൈസ്കൂളിലൊക്കെ അയപ്പിച്ചിട്ട് അറിവായി അവർക്ക് പുതിയ വണ്ടി മേടിക്കണം. അച്ഛൻ എന്നെങ്കിലും കാണിച്ച് മേടിക്കുന്നത് CC കിട്ടൊരു പുതിയ വണ്ടി മേടിക്കാൻ തീരുമാനിച്ചു. പഴയ വണ്ടി കൊടുത്തിട്ട് എക്സ്ചേഞ്ച് 1 ലക്ഷം രൂപയുടെ ഓഫറും കിട്ടി. ഏതായാലും ഇത് മേടിച്ചു കഴിഞ്ഞപ്പം എഴുതാനും വായിക്കാനൊക്കെ ഇച്ചിരി നിശ്ചയം കുറവുള്ളതുകൊണ്ട് ആരെയെങ്കിലുമൊക്കെ ചിലപ്പം പോകുന്ന സ്ഥലത്തൊക്കെ കൂട്ടിക്കൊണ്ട് പോകും കേട്ടോ. അതൊരു വിലഹീനതയാണ്, ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. ഇത് കാര്യങ്ങൾ പറയുമ്പം അപ്പോൾ എൻ്റെ ഒരു അഡ്വക്കേറ്റ് നാട്ടുകാരനാണ്, അദ്ദേഹത്തെ ഈ കാര്യത്തിന് എപ്പോഴും പോകുമ്പോൾ കൊണ്ടുപോകും. കോട്ടയത്തെ പോപ്പുലറിൽ നിന്നായിരുന്നു അത് ബുക്ക് ചെയ്തത്, അങ്ങനെ ഒരു ഓഫർ കിട്ടിയത്. ഏതായാലും തക്ക സമയത്ത് ആ വണ്ടി അവർക്ക് സമയത്ത് ഞങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് തരാൻ പറ്റിയില്ല, ചില നിയമ തടസ്സങ്ങൾ വന്നു. അപ്പം 2-4 പ്രാവശ്യം പോയപ്പോൾ കിട്ടാതെ ദേഷ്യം വന്നപ്പം വേറൊരാൾ ലാഭത്തിൽ ഒരു 6 മാസം ഉപയോഗിച്ച വണ്ടി, അതിനേക്കാളും വില കൂടിയ ഒരു വണ്ടി 2-3 ലക്ഷം രൂപ കുറച്ച് കിട്ടിയപ്പോൾ ഞാനത് കീറി മേടിച്ചു. ഇത് വേണ്ടാന്ന് വെച്ചപ്പം ഈ സ്നേഹിതൻ ജന്മം ചെയ്ത് അത് ക്യാൻസൽ ചെയ്യാൻ സമ്മതിക്കില്ല. CC കൂടെ അറേഞ്ച് ചെയ്ത് മകളുടെ പേരിൽ കമ്പനിക്ക് പൈസ കൊടുത്തതാണ്. അതിന് കളയരുത്, എനിക്ക് ആ വണ്ടി എടുത്തു തരണമെന്നായി സ്നേഹിതൻ. അത് ഞാനിങ്ങനെ ചെയ്യാൻ പോകുന്നു പറഞ്ഞപ്പം വൈഫും മകളും പറഞ്ഞു, എൻ്റെ പേരിൽ ആർക്കും വണ്ടി എടുത്തു കൊടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. വണ്ടി വേണേ എടുത്തു കൊടുത്താൽ അവരുടെ പേരിൽ എടുത്തു കൊടുക്കണം. എൻ്റെ പേരിൽ വന്നിരിക്കുന്ന വണ്ടി ആ പേരിൽ കൊടുക്കരുത്, ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് അമ്മയും മോളും പറഞ്ഞു. ഞാനതൊന്നും വകവെക്കാതെ എൻ്റെ സ്നേഹിതനോടുള്ള സ്നേഹം കൊണ്ടും അവൻ്റെ ശല്യം കൊണ്ടും ഞാൻ ആ വണ്ടി റെഡിയായപ്പോൾ അവനെടുത്തു കൊടുത്തു. ആ വണ്ടി അവൻ്റെ മകൻ ബാംഗ്ലൂർ കൊണ്ടുപോയി കോളേജിൽ കൊണ്ടുപോയിട്ട് തിരിച്ച് ഞങ്ങൾ രണ്ടും കൂടെ പോയി എടുത്തുകൊണ്ട് വരുമ്പം ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിക്ക് കർണാടകയിലെ തമിഴ്നാട്ടിലെ ഒരു സ്ഥലത്ത് വെച്ച് പേര് ഞാൻ മറന്നുപോയി, എന്നാലും പിന്നെ തൃച്ചിയോ സ്ഥലത്ത്, തൃച്ചിയല്ല, ഒരു 100-300 കിലോമീറ്റർ വന്നതിന് ശേഷം ആ വണ്ടി ഒരു 4 ജംഗ്ഷനിൽ പുറകിൽ നിന്നൊരു വണ്ടി വന്ന് ഇടിച്ച് തകർന്നു പോയി. അത് കേസായി. എൻ്റെ മകള് കോടതി കയറേണ്ടി വന്നു. എൻ്റെ മകള് CC അടയ്ക്കാതെ സിവിലായി. എൻ്റെ മക്കളും ഭാര്യയും എന്നോട് ദേഷ്യം ഉണ്ടാക്കാൻ ഞാൻ ചെയ്തൊരു പണിയാണ് പറഞ്ഞത്. രണ്ടാമത് വേറൊരു സ്നേഹിതൻ അവൻ്റെ സ്ഥലം മുഴുവൻ ബാങ്ക് നടപടി എടുത്ത് ലോൺ അടയ്ക്കാൻ പറ്റാതെ പൂട്ടി സീൽ ചെയ്ത് അവനെ പുറത്താക്കി. ഒരു തരത്തിൽ ഞാനും കൂടെ കൂടി കേസ് പറഞ്ഞു, അത് തുറപ്പിച്ച് അതിനകത്ത് കയറ്റി താമസിച്ചു. ഒരു സെറ്റിൽമെൻറ്റ് വന്നു. അങ്ങനെ കിട്ടാക്കടമായ കാശുകൾ 50% തീർക്കുക എന്ന് പറയും ബാങ്ക്. അങ്ങനെ ഒരു ആനുകൂല്യത്തിൽ അത് തീർക്കാമെന്ന് പറഞ്ഞു. അത് വലിയ കടമാണ്. ചേട്ടനും അനിയനും പിന്നെ 1,30,00,000 രൂപ വെച്ച് അടയ്ക്കണം. അതിൻ്റെ പകുതി 65 ലക്ഷം രൂപ അടച്ചാൽ മതി. 30 ദിവസത്തേക്ക് അടയ്ക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ആനുകൂല്യത്തിൽ നിന്ന് അവർ കിട്ടും, അവർ രക്ഷപ്പെടും. അല്ലെങ്കിൽ അവർ ജീവിതം മുട്ടി നിൽക്കുക. അതിൽ ചേട്ടൻ എൻ്റെ കക്ഷിയായിരുന്നു, സ്നേഹിതനായിരുന്നു. എൻ്റെ മകളുടെ കൂടെ പഠിച്ചത് അയാളുടെ മകള്. ഞങ്ങൾ ആ കാലങ്ങളിൽ വലിയ അടുപ്പമായി, വലിയ സ്നേഹമായി. അവരുടെ കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ മധ്യസ്ഥത പറഞ്ഞാണ് ആ പ്രശ്നങ്ങളെല്ലാം തീർത്തു കൊടുത്തു. ഒരു കുടുംബം പോലെ കഴിഞ്ഞു. അവരുടെ സങ്കടത്തിൽ എങ്ങനെയെങ്കിലും എന്നെ സഹായിക്കാവോ എന്ന് ചോദിച്ച് എന്തെങ്കിലും തരത്തിൽ എന്നെ സഹായിക്കണം, ഇല്ലെങ്കിൽ ഒരു തരത്തിലും മുന്നോട്ട് പോവില്ല. ഞാൻ ഒരിക്കലും ചതിക്കില്ല. ഏതെങ്കിലും എൻ്റെ പേരിലുള്ളൊരു സ്ഥലം പെട്ടെന്നെടുത്ത് ആധാരം ചെയ്ത് കൊടുത്ത് ബാങ്കിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു ജില്ലാ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുത്ത് അവർ ആ കടം വീട്ടാനായിട്ട് വേറെ ഒരു മാർഗ്ഗവും ഇല്ലാതെ വന്നപ്പോൾ നോക്കി. വേറെ പലയിടത്തും ഞങ്ങൾ ലോൺ എടുക്കാൻ ഞാൻ ഈട് കൊടുത്തിട്ട് നോക്കിയിട്ട് നടന്നില്ല. മദ്രാസിലൊക്കെ പോയി നോക്കി നടന്നില്ല. പക്ഷേ അവസാനം ജില്ലാ ബാങ്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മായിപ്പൻ്റെ വീടും സ്ഥലവും എഴുതി മേടിച്ച് മൂവാറ്റുപുഴ ബാങ്കിൽ നിന്ന് ഒരു 25 ലക്ഷം രൂപയും എൻ്റെ സ്ഥലം ഞാൻ ലാസ്റ്റ് മടുത്തു കഴിഞ്ഞപ്പം ഇയാളുടെ കണ്ണുനീര് കണ്ട് എൻ്റെ ഒരു സ്ഥലം ഞാൻ എൻ്റെ മക്കളും ഭാര്യ അറിയാതെ കോടികൾ വില വരുന്ന എൻ്റെ വസ്തുവിന് നടുക്കിടക്കുന്ന ഒരു വസ്തു അയാൾക്ക് എഴുതി കൊടുത്തു. രായിക്കരായി. എന്നിട്ട് അത് വെച്ചുകൊണ്ട് അദ്ദേഹം ലോൺ എടുത്തു ജില്ലാ ബാങ്കിൽ നിന്ന് 40 ലക്ഷം രൂപ. ലോൺ എടുത്തിട്ട് അയാളുടെ കാര്യങ്ങൾ ഊരുന്നിടം വരെ എൻ്റെ ഉപദേശവും എൻ്റെ ചവിട്ടിൽ നിന്ന് അദ്ദേഹം അറിയില്ല. അയാളുടെ കാര്യങ്ങൾ നേരെയായി കഴിഞ്ഞാൽ 10-30 ഏക്കർ സ്ഥലമാണ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഏലത്തോട്ടം. അദ്ദേഹം മിടുക്കനായി. അദ്ദേഹത്തിന് അനിയനും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചു കൊടുത്ത് 2 പേരും ഊരി. പക്ഷേ അനിയൻ്റെ സ്ഥലം മുഴുവൻ കടം വീട്ടാൻ വേണ്ടിയിട്ട് വിറ്റിരുന്നു. ഒരു സ്ഥലം പോലും അതിലില്ലാതെ അനിയൻ പെരുവരിയായപ്പം ഞാൻ ഈ സഹായിച്ച മനുഷ്യൻ നിലനിന്നു.
നിലനിന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇന്നത്തെ എൻ്റെ ഭൂമിയിലെ ഏറ്റവും വലിയ ശത്രുവായിട്ട് മാറി. എൻ്റെ മക്കൾക്ക് ഈ വിവരം അറിഞ്ഞപ്പം ഭാര്യയും അവരെന്നോട്, അതുവരെ എൻ്റെ മക്കൾക്ക് സ്കൂൾ കഴിഞ്ഞാൽ വീടും ഞാനുമായിരുന്നു. നല്ല സന്തോഷത്തിലും ബന്ധത്തിലും ജീവിച്ചു പോയ മക്കൾ വളർന്നു വരുന്നുണ്ടല്ലോ എന്ന് പ്രതീക്ഷിച്ച് എൻ്റെ താല്പര്യപ്രകാരം 2 മക്കൾ സിവിൽ എഞ്ചിനീയർമാരായി പഠിച്ചു വന്നപ്പം വലിയ പ്രതീക്ഷയോടെ ഇരുന്ന മക്കൾ ഈ ഒരു വിഷയത്തിൽ അവരെന്നോട്, മക്കളും ഭാര്യയും എന്നോട് തൃപ്തികേടായി. ഞാൻ ഒരിക്കലും എൻ്റെ കുഞ്ഞുങ്ങളെ കുറ്റം പറയുന്നില്ല. ഏതെങ്കിലും മനുഷ്യൻ ചെയ്യുന്നൊരു പണിയാണോ? ഞാനിപ്പോൾ ഇത് പറയാനുള്ള കാരണം, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖിപ്പിക്കുന്ന, ഇതുവരെ പറഞ്ഞിരുന്ന കഥകളിലെല്ലാം എന്നെ ദണ്ണിപ്പിച്ച ഒരു ജീവിതാനുഭവമാണ്. ഈ വണ്ടി മേടിച്ചു കൊടുത്ത ഇയാളെന്നെ ചതിച്ചു, എനിക്കൊരു പിടിയില്ലെന്ന് കണ്ടപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ ഇന്ന ആവശ്യത്തിന് വേണ്ടി എഴുതി മേടിച്ചതാ, അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെലവിൽ ആധാരം ചെയ്ത് തിരിച്ചെനിക്ക് തന്നോളാവെന്ന് പറഞ്ഞ് ഒരു എഗ്രിമെൻ്റ് ഞാൻ എഴുതി മേടിച്ചു. അതിനകത്തെ സാക്ഷിയാണ് ഈ വണ്ടി മേടിച്ചു കൊടുത്ത എൻ്റെ സ്നേഹിതൻ. അദ്ദേഹം ഒരു വക്കീലാണ്. ഈ അടുത്ത കാലത്തും അങ്ങാരും കൂടി മധ്യസ്ഥത കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് പറഞ്ഞ് തീർക്കാനായിട്ട് നോക്കി. പക്ഷേ അവർ കേസ് തീർക്കില്ല, ഇട്ടുഴപ്പി. അവസാനം കോടതിയിൽ അദാലത്തിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസം 10-നോ 11-നോ വന്നു. 18 എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ ഗുമസ്തൻ വിളിച്ച് പറഞ്ഞു 10-11. ഞാൻ എറണാകുളത്ത് നിന്ന് ആരാധനയൊക്കെ കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഗുമസ്തൻ വിളിച്ച് ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ എത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. കേസ് വിളിച്ചാൽ മാറ്റി വെക്കുക, ഞാൻ വന്നോളാമെന്ന് പറഞ്ഞു. 12 മണി ആയപ്പോഴത്തേക്ക് ഞാനൊരു 3/4 മണിക്കൂർ കൊണ്ട് വണ്ടി ഓടിച്ച് അടിമാലിയിൽ നിന്ന് അവിടെ ചെന്നു. ബാങ്ക് ഇവരെല്ലാം വന്നിട്ടുണ്ടായിരുന്നു, ബാങ്കുകാരോട് വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വന്നു, അവിടെ കേസെടുത്ത് സംസാരിച്ചപ്പം ഈ കക്ഷി പറയുക, ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം സത്യസന്ധമായിട്ട് ഇന്നതാണ് എൻ്റെ കാര്യം, ഇന്ന പോലെ കാശ് മേടിച്ചു, 40 ലക്ഷം രൂപയും യൂണിയൻ ബാങ്കിലേക്ക് പോയതാണ്, ഇന്നതാണ് കാര്യങ്ങൾ, ഇന്ന രീതിയിൽ ആണെങ്കിൽ അത് തീർക്കാം, സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നതാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈപ്പടയിൽ എഴുതി തന്ന സാധനമാണ്. അദ്ദേഹവും ഞാനുമായിട്ടുള്ള ചില പണത്തിൻ്റെ ഇടപാടുകൾ, അതിൻ്റെ കണക്കെഴുതി തരാൻ പറഞ്ഞു. അതിൻ്റെ കണക്ക് അയാളുടെ സ്വന്തം കൈപ്പടയിലുള്ളതാണ്, അതൊക്കെ വെച്ച് കൊടുത്തു. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു വെച്ച് കഴിഞ്ഞപ്പം ഈ മാന്യൻ പറയുകയാണ്, ഇതെല്ലാം തലനാരിടയ്ക്ക് നേരില്ലാത്ത കാര്യം ഇദ്ദേഹം സൃഷ്ടിച്ചതാണ്, ഇതൊന്നും ഞാൻ കൊടുത്തതല്ല, യാതൊരു ബന്ധവുമില്ല. എന്നെ ഒരു ഭൂലോക കൃത്രിമയും കള്ളനുമായിട്ട് അദ്ദേഹം സംസാരിച്ചു ഈ അദാലത്ത് കോടതിയിൽ. ഈ കൈപ്പട സാക്ഷിയായിട്ടുള്ള അല്ലെങ്കിൽ ഇതിനകത്തെ സാക്ഷിയായിട്ടുള്ള സ്നേഹിതൻ വന്നിട്ടില്ല. അന്നേരം എന്നൊക്കെ അദ്ദേഹത്തിന് വരാൻ, അന്ന് വേറെ കേസിന് വേറെ ഇങ്ങോട്ട് പോവാന്ന് പറഞ്ഞ് വരാൻ നിർത്തിയില്ല. എനിക്ക് ദണ്ണം വന്നു. ഞാൻ ആ കോടതിയോട് പറഞ്ഞു, ഇദ്ദേഹം പറയുന്നത് പോലെ ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം തെറ്റാണെങ്കിൽ, ഞാൻ സൃഷ്ടിച്ചതാണെങ്കിൽ, ഞാൻ 3/4 മണിക്കൂർ കൊണ്ടാണ് ഞാൻ അടിമാലിയിൽ നിന്ന് ഇവിടെ എത്തിയത്. ഞാൻ ഇനി പോകുന്നത് 1/2 മണിക്കൂറിന് എത്താവുന്ന പോലുള്ള സ്പീഡിൽ പോകും. ഞാൻ തിരിച്ചെൻ്റെ വീട്ടിൽ ചെല്ലാൻ പാടില്ല. എൻ്റെ വണ്ടി ഇടിച്ച് എൻ്റെ ശരീരം ഛിന്ന ഭിന്നമായിട്ട് കീറി തകർന്നു പോകണം. ജീവിച്ചിരിക്കാൻ പാടില്ല നാളെ വേറൊരാളെ ഇതുപോലെ പറ്റിക്കാൻ. അത്ര ദണ്ണത്തോടെ, നിങ്ങളുടെ സമയം അങ്ങനെയാണ് എന്തിനാ കളയുന്നതെന്ന് പറഞ്ഞ് ദണ്ണത്തോടെ ഞാൻ വന്നു. ഇങ്ങനത്തെയുള്ള ജീവിതാനുഭവങ്ങൾ. 30 ഏക്കർ സ്ഥലമാണ് ഊരിക്കൊടുത്തത്. അനിയൻ അതുപോലെ ഉണ്ടായിരുന്നു. 30 ഏക്കറിൽ 30 സെൻറ്റില്ല, കടം മേടിച്ച് വിട്ടിട്ട്. എൻ്റെ വസ്തുവിൻ്റെ നടുക്ക് കിടക്കുന്ന സ്ഥലം ഞാനൊരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടി ഫില്ലർ അടിച്ച് തുടങ്ങിയ സ്ഥലം എൻ്റെ മക്കളോടും ഭാര്യയോടും ചോദിക്കാതെ എഴുതി കൊടുത്തു. ഇന്നൊരു മനുഷ്യനെ എങ്ങനെ സഹായിക്കാൻ പറ്റും? ഇപ്പോഴും എനിക്കൊരു കുറ്റബോധമില്ല. ഞാൻ ഇന്നും ചില മാസങ്ങൾ കഴിഞ്ഞില്ലേ, ഇപ്പം ധീരതയോടെ ഈ പുൾപ്പിറ്റ് നിൽക്കുകയല്ലേ, തകർന്നില്ലല്ലോ. മനുഷ്യർ കാണിക്കുന്ന അഹങ്കാരത്തിനും അഴിമതിക്കും ഒരതിര് വേണം. ഇപ്പോൾ ഞാൻ പറഞ്ഞുള്ളൂ, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ്. ഇപ്പോഴും എൻ്റെ വിശ്വാസം, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്
സകലതും നന്മയ്ക്കായി കൂടിയാവരിക്കുന്നു. ഞാൻ ഒരു കാര്യം സമ്മതിക്കുകയാണ്, നമുക്ക് അന്യന് വേണ്ടി ജാമ്യം നിൽക്കാതിരിക്കാം, കടം കൊടുക്കാതിരിക്കാം, സഹായിക്കാതിരിക്കാം, ഇതൊക്കെ ചെയ്യാം, ബുദ്ധിയോടെ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വേദപുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നന്മ ചെയ്യരുതെന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല. നന്മ ചെയ്തിട്ട് അത് തിന്മയാക്കുമെന്നും ദൈവം പറഞ്ഞിട്ടില്ല. ഇത് ഇപ്പോൾ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുന്നത്, ഇങ്ങനെ ചില കാര്യങ്ങൾ ഇടപെട്ടവരെ ന്യൂട്രടിക്കുമ്പം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഈ വക്കീലിനോട് ഞാൻ പറഞ്ഞു, അവന് വണ്ടി മേടിച്ചു കൊടുത്തതാണ് ഒരു വിഷയം. രണ്ടാമത് ഈ വിഷയമാണ് എൻ്റെ കുടുംബത്തിൽ എൻ്റെ മക്കൾ ഇന്ന് എന്നോട് ഇച്ചിരി അകന്ന് നിൽക്കാനുള്ള കാര്യം. അവരേതായാലും മറ്റുള്ള രാജ്യത്ത് പോയി പഠിച്ച് നല്ല നിലയിലെത്തിക്കഴിഞ്ഞപ്പം ഈ കേരളത്തിൽ ഇങ്ങനെ കിടന്ന് ജീവിക്കാൻ വേണ്ടി തമ്മിൽ തല്ലി സ്വസ്ഥതയില്ലാതെ ജീവിക്കേണ്ട കാര്യമുണ്ടോ എൻ്റെ കുഞ്ഞുങ്ങൾ ചോദിച്ചത് തെറ്റാണോ? ഞാൻ അവരെ തെറ്റ് പറയുന്നില്ല. എൻ്റെ വൈഫിനും എങ്ങനെയെങ്കിലും 2 പിള്ളേരും കൂടെ ഇവിടെ ഉണ്ട്, എങ്ങനെയെങ്കിലും വേറെ നല്ലൊരു രാജ്യത്ത് പോയി സമാധാനത്തോടെ അല്പസമയം ഇനി കിട്ടുന്നുള്ളെങ്കിലും ജീവിക്കണം എന്നുള്ളത് അവരുടെ ആഗ്രഹം. ഇവിടെ ഒരു കുന്തവും ഇവിടെ ഒരു നേട്ടവും ഈ ദുഷ്ടലോകത്തിൽ കേരളത്തിൽ വേണ്ട എന്നുള്ളതാണ് അവരുടെ ഒരു തീരുമാനം, അല്ലെങ്കിൽ അവരുടെ ഒരു ചിന്ത. അതിനെ അവരോട് എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മൾ കാണിച്ച ചില വിഡ്ഢിത്തം, പോഷത്വം അവർ പറയുന്നത് ശരിയല്ലേ? അത് ഞാൻ സമ്മതിക്കുക. എന്നിട്ട് ഞാൻ ഈ വക്കീലിനോട് പറഞ്ഞു, എൻ്റെ സ്നേഹിതനോട് പറഞ്ഞു, താൻ ഇതിനകത്ത് അന്ന് വരാൻ പറ്റിയില്ലല്ലോ, എൻ്റെ മുമ്പിൽ വെച്ച് താൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് താൻ എന്ത് വർത്തമാനാണ് അന്ന് അദാലത്ത് കോടതി പറഞ്ഞത്, താൻ എന്ത് മര്യാദയാണ് ഈ കാണിക്കുന്നത് എന്ന് അങ്ങേരുടെ പേര് വിളിച്ച്, തോമസേ നീ എന്താണ് ഈ പറഞ്ഞത്, എന്ത് മര്യാദയാണ് ഇതെന്ന് ചോദിക്കണം, എൻ്റെ മുമ്പിൽ വെച്ച് ചോദിക്കണം. അയാൾ ചോദിക്കില്ല. ഇതൊക്കെ ഇങ്ങനെ പറയാൻ കാര്യം, ഈ സാക്ഷ്യത്തിനകത്ത് എന്തിനാ പറയുന്നത്? ഞാൻ പണ്ട് ലോട്ടറി അടിച്ചവൻ്റെ അടുത്തുനിന്ന് കാശ് കടം മേടിച്ച കാര്യം പറഞ്ഞു. അത് 4 പേര് ഞങ്ങൾ ഒരു മനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിയിട്ട് ലോട്ടറി അടിച്ചവനിൽ നിന്ന് കടം മേടിച്ചവനാ. ഇതിനകത്ത് ഇടപെട്ടിരിക്കുന്ന ആൾക്കാരെ സത്യം പറഞ്ഞാൽ എന്ത് മര്യാദയാണെന്ന് ചോദിച്ചാൽ മണിക്കൂറിനുള്ളിൽ തീർക്കത്തില്ല. ഒരിക്കലും നമ്മൾ ഫ്രീ ആകാൻ പാടില്ല. കൊടുങ്കാറ്റിനെ പറ്റി ഞാൻ പറഞ്ഞു. അങ്ങനെ ആ സ്ഥലം ഇങ്ങോട്ട് കിട്ടിയാൽ അതിനകത്ത് ഞാനൊരു പ്രോജക്റ്റ് ചെയ്താൽ എനിക്ക് ലക്ഷം രൂപ ഓരോ മാസവും ലാഭം ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് അവിടെ ഒരു കാര്യവും ചെയ്യാൻ പറ്റിയിട്ടില്ല. വെറുതെ ആളുകളെ ദ്രോഹിച്ചാൽ ആനപ്പുറത്തായിരിക്കുന്നെന്ന് തോന്നും, വേണമെങ്കിൽ അവരും കേട്ടോട്ടെ. ഈ പരസ്യമായിട്ട് ഈ ലോകം മുഴുവൻ പോകുന്ന സാക്ഷ്യത്തിൽ ഞാൻ പറയുക, അന്ന് ആ മനുഷ്യരെ സഹായിക്കാൻ ഞാനല്ലാതെ ഒരു വനലില്ലായിരുന്നു. അന്ന് എൻ്റെ ബോൾ പൊട്ടിക്കിടക്കുമ്പം എന്നോട് ഡോക്ടർ ഒരു മാസമോ 2 മാസമോ വീട്ടിൽ വിശ്രമിക്കാൻ പറഞ്ഞപ്പം കക്ഷത്തിൽ വെക്കുന്ന 2 വടിയിൽ ഒരു വടിയായിട്ട് അദ്ദേഹത്തിൻ്റെ പുറകെ നടന്ന് മാസങ്ങൾ നടന്ന ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രശ്നം പരിഹരിച്ച് അദ്ദേഹത്തെ സ്വസ്ഥമായി വീട്ടിൽ കയറ്റി താമസിപ്പിച്ചതിന് ശേഷമാണ് ഞാൻ വിശ്രമിച്ചത്. ഞാൻ അങ്ങനെ ചെയ്തതാണെങ്കിൽ, എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്താൽ അദ്ദേഹം ശുഭമായിട്ട് ലോകത്തിൽ അങ്ങേ അറ്റം വരെ അങ്ങ് പോകാം. ആനപ്പുറത്തായിരിക്കുന്ന എനിക്ക് എന്തു ആകാമെന്ന് വിചാരിച്ചാൽ ഇതുവരെ എൻ്റെ ജീവിത അനുഭവത്തിൽ ഞാൻ അനുഭവിച്ച ദൈവപരിപാലനയുടെയും ദൈവ കൃപയുടെയും അടിസ്ഥാനത്തിൽ വെറുതെ ദ്രോഹിച്ചവരൊന്നും പൊള്ളാതെ പോയിട്ടില്ല. പൊള്ളിയിട്ടുണ്ട്. ഇത് സത്യത്തെ അനീതി കൊണ്ട് തടുക്കാൻ നോക്കുന്നത് ഒരു പൊതു ഇതായിട്ട് ഞാൻ പറയുക, വീണ്ടും അത് നടക്കത്തില്ല കേട്ടോ. 72 വയസ്സായി എനിക്ക്. ഇപ്പം ഈ തീച്ചൂളയ്ക്കകത്ത് വെന്തുപോകാതെ ദൈവം എന്നെ പരിപാലിച്ച് എനിക്ക് ഇതുവരെ ഉണ്ടായ മന്ത്രി കല്ലിടാൻ ഡേറ്റ് തന്നാന്ന് പറഞ്ഞില്ലേ അടിമാലിലെ സ്ഥലത്തിന്, നടന്നില്ലല്ലോ. മാസ് പെറ്റീഷൻ അയച്ച അവിടെ മേലെയാണ്, കൊക്കയാണ്, അഴിമതി ഉണ്ടെന്ന് പറഞ്ഞ് മാറ്റിയ എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അവർക്കൊക്കെ നന്ദി പറയുക. പലരും മരിച്ചുപോയി. ഇന്ന് ആ ടൗണിൽ ആ സ്ഥലം ഉള്ളത് കൊണ്ടാണ് അഭിമാനമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിലെ സ്ഥലം ആദ്യം എനിക്കില്ലായിരുന്നു, ഞാൻ പിന്നീട് മേടിച്ചത്. അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഇപ്പം കൊച്ചി മധുര NH കയറിപ്പോയത്. പണ്ട് പറഞ്ഞ വാരിയൂരം യുണച്ചാനും മറ്റേ PRV ബൈപ്പാസ് പലരും പറഞ്ഞ ദൂതി ഞാൻ പറഞ്ഞില്ല. രാജകീയ ഭവനത്തിൽ രാജവീതി താമസിപ്പിക്കുന്നു.
ആർക്കും കയറി പോകാത്ത, ഞങ്ങളുടെയൊക്കെ കല്യാണം കഴിക്കുന്ന കാലത്ത് ഹൈറേഞ്ച് എന്ന് പറഞ്ഞ് പെണ്ണ് കിട്ടാത്ത സ്ഥലത്തായിരുന്ന, ഏറ്റവും അവജ്ഞയായിട്ടിരുന്ന അടിമാലിയും മൂന്നാറും ഇന്ന് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൗണും പ്രധാനപ്പെട്ട സ്ഥലവും ഏറ്റവും പട്ടണങ്ങളിലുള്ള പോലെയുള്ള വിലയുള്ള സ്ഥലമാക്കി മാറ്റി, ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റി. വലിയ വലിയ എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെയുള്ള വലിയ വലിയ കേരളത്തിലെ പട്ടണങ്ങളിലെ തിരക്ക് പോലെ ചെയിനായിട്ട് വണ്ടി ഓടുന്ന, ജനം ഒഴുകുന്ന ഒരു പട്ടിക്കാടിനെ പട്ടണമാക്കിയ ദൈവത്തെ എനിക്കറിയാം. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഞാൻ ഈ സാക്ഷിയൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പം 30,000 45,000 വേണ്ടുന്ന സമയത്ത് ലോട്ടറി അടിച്ചതിനെ നടത്തി തിരിച്ചു കൊടുപ്പിച്ചു. 7.5 ലക്ഷം വേണ്ടിയെടുത്ത് 81 82 അഡ്വാൻസ് ഉണ്ടാക്കിയ കാശും കൂടെ 4 ലക്ഷം നഷ്ടം വന്നു. അന്നേരം അതൊക്കെ ചപ്പെന്ന് വെച്ച് ഇറങ്ങി കഴിഞ്ഞ് കർത്താവ് പറഞ്ഞ പോലെ കേസും വ്യവഹാരമൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഇറങ്ങിയത്. ആ കേസ് ലേലത്തിൽ വന്ന ആ വസ്തു ഒറിജിനൽ സ്ഥലം ലേലം കൊടുത്ത ലേലത്തിൽ 7.5 ലക്ഷം രൂപയ്ക്ക് വന്നപ്പം തമ്പുരാൻ അത് കണക്കൂട്ടി വെച്ചു. അതാ പണ്ട് ഞാൻ തമ്പുരാൻ പറഞ്ഞപ്പം നഷ്ടം വന്നത് 1.5 അഡ്വാൻസും 1.55 അഡ്വാൻസും പിന്നെ അത് എഴുതി മേടിക്കാനുണ്ടാക്കിയ 2.5 ലക്ഷം കടവും വരുത്തി, അതും കളഞ്ഞു. ഇതിൻ്റെ പുറകെ കിടന്ന് പണി നടന്നില്ലല്ലോ, അതൊക്കെ പോയി. ലോറി മേടിച്ചൊക്കെ തുരുമ്പിച്ച് പോയില്ലേ, അത് വിശ്വാസി വന്നത് അതിൽ നടന്ന ആ കാശ് തീർന്നു പോയില്ലേ. അപ്പോൾ അത് തിരിച്ചടച്ചില്ല. അതിന് 7.5 ലക്ഷം രൂപ കടമായി. ഒരു കാര്യം 4 ലക്ഷം രൂപ കമ്പനിയോട് പറഞ്ഞു, ഞാൻ കുറച്ച് കൊടുത്തൊക്കെ പറഞ്ഞു. അതെ, ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ഇവിടെ അന്ന് നഷ്ടപ്പെട്ട കർത്താവ് പറഞ്ഞിട്ട് നഷ്ടം സഹിച്ച സംഖ്യ എത്രയാണോ അതിപ്പോൾ തന്നെ നീ ആ കമ്പനിയോട് പറഞ്ഞു, ഞാൻ കുറച്ച് കൊടുത്തൊക്കെ പറഞ്ഞു. 3.5 ലക്ഷത്തിന് തീർത്തു. ഇപ്പം 2019 വന്നപ്പം ലക്ഷങ്ങളൊന്നും കിട്ടിയാൽ തീരുകയില്ല. നിങ്ങൾക്ക് വല്ല മനസ്സിലാകുന്നുണ്ടോ എന്നൊന്നും കൂടെ ഞാൻ ചോദിക്കുക. ഒന്നും കൂടെ ശാന്തമായിട്ട് 1-2 പ്രാവശ്യം ചിലപ്പോൾ ഇടയ്ക്കൊന്ന് കേട്ടാൽ നല്ലതാണ്. കോടികൾ കിട്ടിയാലോ നടക്കുള്ളൂ. അന്നേരം ഒരു കേസ് ഒരു ദുഷ്ടൻ്റെ ചെങ്കോലങ്ങ് മാറ്റി അവനോട് പറഞ്ഞു വിട്ടുപോക്കോളാൻ പറഞ്ഞു കർത്താവ്. അവരങ്ങ് വിട്ടുപോയി. ദൈവം പറഞ്ഞാൽ ഏതവനും അനുസരിക്കും കേട്ടോ. ഇതിപ്പം ചതിച്ചിരിക്കുന്നതിനൊരു പാഠമായിട്ടാണ് ഞാൻ പറയുന്നത്. അവനും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. വിട്ടുപോയി. വൈറ്റ് മണി 3 കോടിയാണ് ദൈവം തന്നത്. സിബ്ഗത്തിൻ്റെ വായിലായിരുന്നത്, ഭൂരിപക്ഷവും വിഴുങ്ങിയായിരുന്നു. അതിൻ്റെ വായിൽ നിന്നാണ് വലിച്ചുരുങ്ങി തന്നത്. ഇങ്ങനെ ചെയ്ത് നടത്താൻ പറ്റുന്ന ഒരു ദൈവമുണ്ട്. പിന്നെ മക്കളില്ലാത്തടത്ത് മക്കളുണ്ടായി അവരെയൊക്കെ പഠിപ്പിച്ചത് സാധാരണ സ്ഥലത്തൊന്നും ഒന്നുമല്ല, ഓക്സ്ഫോർഡിലൊക്കെ വിട്ട് പഠിപ്പിച്ചാൽ പോരെ ഞാൻ ചോദിച്ചില്ലേ? ഇത്രയൊക്കെ നടത്തിയില്ലേ പോരെ? ജോൺ പണക്കട്ടച്ചൻ എന്ന് പറഞ്ഞ ആളെ അടിമാലി മോർണിംഗ് സ്റ്റാർ ഹോസ്പിറ്റൽ ഉണ്ടാക്കിയ ആളുടെ ചെവിയൊക്കെ കേൾക്കാതെ വന്നു. അത് കണ്ണ് കാണാതെ വന്നു. കണ്ണ് കാണാതെ വന്നപ്പം ഞങ്ങളൊക്കെ ചെല്ലുമ്പം അച്ഛാ ഒട്ടും കാണത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, മോനെ ഇത്രയും കാലം കണ്ടില്ലേ പോരെ? സ്വരം കേട്ടാൽ അച്ഛന് നല്ലപോലെ അറിയാം. എൻ്റെയൊക്കെ സ്വരം കേട്ടാൽ അച്ഛന് നല്ലപോലെ അറിയായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇത്രയൊക്കെ നടത്തിയ പോരെ? ഞാൻ ചോദിക്കുക. ഞാൻ ഇത്രയും നേരം പറഞ്ഞ ഒരു സാക്ഷ്യത്തിലും ചില ബുദ്ധിമുട്ടിൻ്റെ നടുവിലും കൊടുങ്കാറ്റിൻ്റെ നടുവിലും ചില പ്രതിസന്ധിയുടെ നടുവിലും ഇന്നും ഞങ്ങൾ പറയുന്നു, കൊടുങ്കാറ്റിൽ നിന്നുകൊണ്ടാണ് ഇത് 2 പേരും ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളാരും ഒരു സുരക്ഷിതത്വത്തിൽ നിന്നുകൊണ്ടല്ല, നല്ല സമാധാനത്തിൻ്റെ സ്വസ്ഥതയുടെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടല്ല, മുന്നോട്ട് വിട്ടയക്കില്ല എന്ന് പറയുന്ന പറവോൻ്റെ വെല്ലുവിളിയുടെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ സാക്ഷീകരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾക്കുള്ളൊരു ധൈര്യമുണ്ട്. എന്താണ്? ഇന്നലകളിൽ വിടുവിച്ച ദൈവം, ഇന്നലകളിൽ കൂടെ ഇരുന്നവൻ ലോക അന്ത്യത്തോളം ഇരിക്കും, അല്ലെങ്കിൽ ജീവിതം അവസാനിക്കുന്നിടം വരെ ഇരിക്കും. അതൊരു പരാജയപ്പെടുത്താൻ നോക്കുന്നവരെയൊക്കെ വിട്ടുകൊടുത്ത് അവൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്ന ഒരു ദൈവമല്ല. അവൻ്റെ സാന്നിധ്യം കൂടെ നിന്ന് മാറത്തില്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം മാറില്ലെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ അഹങ്കരിക്കുകയൊന്നും വേണ്ട. ഇതിനൊക്കെ ഒരു വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥയെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ചാനലിലായിരിക്കണം. ഈ ട്രാക്കിൽ നിന്ന് നമ്മൾ മാറിയിട്ട് ദൈവം മാറിയില്ലെന്ന് ഞാൻ പറഞ്ഞതൊന്നും എന്നോട് പറയരുത്. ട്രാക്കിലാണോ നല്ല സുഖമായിട്ട് അങ്ങ് ഓടിക്കോളും. ട്രാക്ക് തെറ്റിയാൽ ട്രെയിൻ മറിയും. കാറ് പോകുന്ന പോലെ ട്രെയിനിന് പോകാൻ പറ്റില്ല. ഒരു വിശ്വാസികൾക്ക് ദൈവം കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞത് ശരിയാണ്. ആ ശരിയായ കാര്യം കൂടെ ഇരിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ചാനലിൽ ആ ട്രാക്കിലായിരിക്കണം. ആ ട്രാക്കിലാണെങ്കിൽ ഞാൻ ട്രാക്ക് തെറ്റാതെ പോയാൽ ഈ പറയുന്ന ഒരു ശക്തിക്കും
കീഴടക്കാൻ പറ്റത്തില്ല. എൻ്റെ അനുഭവത്തിനും എൻ്റെ വിശ്വാസത്തിലും നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്ന് എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന ആളുകൾക്ക് ഞാൻ 1977 ഒരു പ്രതിസന്ധിയിൽ വണ്ടി മറിഞ്ഞ് ഒരു ദൈവദാസൻ്റെ പ്രസംഗം കേട്ട് മല്ലും പറഞ്ഞ് അഹങ്കാരവും പറഞ്ഞ് പോന്നപ്പം ആ ദൈവദാസൻ അന്ന് അമേരിക്കയിൽ നിന്ന് എനിക്ക് എഴുതിയ ഒരു എഴുത്തുണ്ട്. അനേകരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കാൻ, അനേകരെ വിടുവിക്കാൻ ദൈവം കണ്ട ഒരു മനുഷ്യനാണെന്ന് അന്ന് പറഞ്ഞതാണ്. എനിക്കിപ്പം ഫ്രീ ആയിട്ട് ഇവിടെ വന്നു നിന്ന് ഇതൊന്നും ചെയ്യാൻ പറ്റുമായിട്ടല്ല. എൻ്റെ ഒരു വിളി, എൻ്റെ ഒരു തിരഞ്ഞെടുപ്പ്, എന്നെ ദൈവം എന്തിനു വേണ്ടി വിളിച്ചെന്നൊരു കാഴ്ചപ്പാട് എനിക്കുള്ളത് കൊണ്ടാണ് ഒരു തരത്തിലും പുറത്തു വരാൻ സമ്മതിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ലാസറിൻ്റെ സെയിം അനുഭവമാണ് എനിക്കുള്ളത്. ലാസറിൻ്റെ സ്വന്തം സഹോദരിയാണ് പറഞ്ഞത്, കർത്താവെ അബദ്ധം കാണിക്കല്ലേ, 4 ദിവസമായി നാറ്റം പിടിച്ചു. ദൈവത്തിന് ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള നമ്മുടെ ആളുകളുണ്ട്, നമ്മളെയൊക്കെ എന്നെപ്പോലെയുള്ളവരൊക്കെ പുറത്തു കൊണ്ടുവരാതിരിക്കാൻ. ഞാൻ അങ്ങനെ ഇരിക്കുന്ന ഒരാളാണ്. പക്ഷേ ഇത് പെരുവഴി വെച്ച് കണ്ടുമുട്ടിയ ഒരു ദൈവദാസൻ, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്ത ഒരു പ്രേരണ, 2 പേരുടെ ഒരു താല്പര്യമാണ്, ഒരാഗ്രഹമാണ് ദൈവത്തിന് ഉള്ള ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് ഇങ്ങനെ വരണമെന്നുള്ളത്. അത് പെരുവഴിയിലാണ്, അല്ലാതെ ഒരു മറ്റ് സംവിധാനത്തിലൊന്നുമില്ല. പ്രസവത്തിൻ്റെ കാലം തികഞ്ഞ പ്രസവിപ്പിക്കുമെന്ന് പറഞ്ഞ് പ്രസവിപ്പിച്ചതാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് ഈ സാക്ഷ്യം ഈ 3 എപ്പിസോഡ് പുറത്തിറക്കാനുള്ള സമയം. ഇന്നും ഞങ്ങൾ വലിയ പ്രതിസന്ധിയല്ല 2 കൂട്ടരും വന്നതിവിടെ. പക്ഷേ ഈ തീച്ചൂളയ്ക്കകത്ത് പല പ്രതിസന്ധി അഭിമുഖീകരിച്ചിട്ടുണ്ട്. ഏത് തീച്ചൂട അനുഭവമായാലും ഞങ്ങൾ 2 തീരുമാനിച്ചു, ഞങ്ങളിത് ദൈവത്തിൽ ആശ്രയിച്ച് ഇത് ചെയ്യുമെന്ന്. ഇന്ന് എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന ഭൂലോകമെമ്പാടുമുള്ള ആളുകളോട് ഞാൻ പറയുക, ഇന്ന് എല്ലാ ദിവസവും സാക്ഷ്യം പറഞ്ഞു പോയതുപോലെ പോകാനല്ല നിൽക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ ആശയറ്റുപോയ സമയത്ത് 84 ഫെബ്രുവരി മാസം 16-ാം തീയതി വ്യാഴാഴ്ച ഞാൻ തീരുമാനിച്ചതുപോലെ നിങ്ങളേത് പ്രതിസന്ധിയിലാണെങ്കിലും അപ്പുറം കിടക്കാൻ പഴുതില്ലാതെ നിങ്ങൾ ആശയറ്റ് നിൽക്കുന്ന അനുഭവത്തിലാകട്ടെ. അത് രോഗമാകാം, കടമാകാം, മക്കളുടെ വിഷയമാകാം, കുടുംബത്തിൻ്റെ വിഷയമാകാം, നാട്ടിൽ നിലനിർത്താത്ത വിഷയങ്ങളാകാം, ആരോഗ്യ പ്രശ്നമാകാം, എന്ത് പ്രശ്നവുമാകട്ടെ, ഇന്ന് രാത്രി നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുന്ന, ഈ സാക്ഷ്യം കേൾക്കുന്ന പകലെങ്കിൽ പകൽ, ഏത് സമയത്തും നിങ്ങളൊരു തകർന്ന ഹൃദയവുമായി നമുക്ക് വേണ്ടി നമ്മുടെ പാവവും ശാപവും രോഗവും സകല ബാധ്യതകളും അവൻ വഹിച്ച് കാൽവരി നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ഒരു യേശു, അവനെ വിശ്വസിക്കുവാൻ, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആ കർത്താവിൽ ആശ്രയിപ്പാൻ, അവൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ഒരു ദൈവ പൈതലായി ഈ ഭൂമിയിൽ അവൻ്റെ സാക്ഷിയായി ഇനി ദൈവം തരുന്ന സമയം ജീവിക്കുമെന്ന് തീരുമാനിച്ചാൽ, അങ്ങനെ തീരുമാനിക്കുന്നവർക്ക് വേണ്ടി അവരഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നത്തെയും പരിഹരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഈ സംസാരിക്കുന്ന കൂടെ ഞങ്ങളോടൊപ്പമുണ്ട്. അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം അവൻ അയച്ച കാര്യം നടത്തിയിട്ടല്ലാതെ മുടക്കത്തില്ല. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല. ഇത്രയും നേരവും നിങ്ങളോട് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അസാധ്യങ്ങളെ ദൈവം സാധ്യമാക്കി തന്ന കാര്യങ്ങളാണ്. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. അവനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഉത്തരമരുളുന്ന, അവരെ വിടുവിക്കുന്ന, അവരെ മാറോട് ചേർക്കുന്ന, ആശ്വസിപ്പിക്കുന്ന, ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് വാക്ക് പറയുന്ന ദൈവം, വിടുവിക്കുന്ന ദൈവം, ആ ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. ഇത് സാധാരണ ഒരു സുവിശേഷ പ്രസംഗം പോലെയുള്ള ഒരു കഥയല്ല. സുവിശേഷം ആർക്കും കേട്ടും പഠിച്ചും പ്രസംഗിക്കാൻ പറ്റും. പക്ഷെ ജീവിതത്തിൽ അത് അനുഭവിച്ച് രുചിച്ചറിഞ്ഞ് അതിൻ്റെ ഉടമസ്ഥനായി
എന്നെ വിടുവിച്ച ദൈവം നിന്നെ വിടുവിക്കുമെന്ന് പറയുവാൻ സാധാരണക്കാർക്ക് പറ്റത്തില്ല. അത് കർത്താവിൽ നിന്ന് പ്രാപിക്കണം. അപ്പോസ്തലന്മാർ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ ഓരോ കഥകളും എനിക്ക് ഇനി ഇതുപോലെ 100 കണക്കിന് അനുഭവങ്ങളും വ്യവഹാരങ്ങളും ദൈവം വിടുവിച്ച കഥകളും ഒക്കെ ഉണ്ട്. എന്നെ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ച അനുഭവമുണ്ട്. അവിടെ നിന്നൊക്കെ ദൈവം ഞൊടിയിടയിൽ ജയിലിലേക്ക് പോകുന്നതിൻ്റെ തലേ ദിവസം വിടുവിച്ച അനുഭവങ്ങൾ വിവരിക്കാൻ പോയാൽ നിങ്ങൾക്ക് ഇത് കേട്ടിരിക്കാൻ നേരമില്ലല്ലോ. പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ച ദൈവമല്ലേ നമ്മുടെ ദൈവം. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങളെ ഇളക്കാൻ പറ്റുന്നവൻ കാരാഗ്രഹത്തിൽ പോയാലും പുറത്തു കൊണ്ടുവരും, പോകാതെ വിടുവിക്കാനും അവന് പറ്റും. അതെല്ലാം അവൻ്റെ ഇഷ്ടമാണ്. എന്നെ വിടുവിച്ച അനേക കഥകളുണ്ട്. ഇതെന്നെ ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ നാട്ടിൽ പറയണമെന്നാണ്. നിങ്ങളെ ഇവിടെ പറയണമെന്നല്ല. ഇതെന്താണെന്ന് ചോദിച്ചാൽ ഒരു കാരണവശാലും വിട്ടയക്കത്തില്ല പറവോൻ. ഞാൻ 10 കൊല്ലമായിട്ടൊരു ദൂത് കേട്ടിട്ട് എൻ്റെ നാട്ടിലെ അടിമാലി ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് 2000 പേര് വന്നാൽ ഇരിക്കാനുള്ള 50 അടി വീതിയുള്ള 120-90 വീതിയുള്ള 2 ഓഡിറ്റോറിയം പോലെയുള്ള ഹോള് ഉണ്ടാക്കി മേഞ്ഞ് അതിൻ്റെ 3 സൈഡും കെട്ടി ഷട്ടറും ഇട്ടു. 5000 സ്ക്വയർ ഫീറ്റ് അതിൻ്റെ ഫ്രണ്ട് ഞാൻ ടൈലിട്ടു. ഈ കൊല്ലം ഞാൻ അവിടെയാണ് എൻ്റെ നാട്ടിൽ ഈ സംഭവം നടന്ന ഇതെല്ലാം ആ നാട്ടിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ 4 ദിവസം 40 കൊല്ലത്തെ ചരിത്രം ചുരുക്കത്തിൽ പറഞ്ഞ് അന്നേരം തന്നെ ഒരു വലിയ കൺവെൻഷൻ നടത്തി ഞാനത് സാക്ഷീകരിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ഇത് തുടങ്ങിയിട്ട് ഏതാണ്ട് 10 വർഷമായി ആരംഭം കുറിച്ചിട്ട് ആഗ്രഹിച്ചിട്ട്. അതിനിടയ്ക്ക് പലരെയും ഞാൻ വിളിച്ച് മുല്ലക്കര സാറിനെയൊക്കെ കൊണ്ടുവന്ന് പഞ്ചായത്ത് ടൗൺ ഹാളിലൊക്കെ 2 പ്രോഗ്രാം നടത്തി. അങ്ങോട്ടൊന്നും അടുക്കാൻ ദൈവം ആ പിശാചി സമ്മതിച്ചില്ല. കാശൊക്കെ ഞാൻ മുടക്കി. അവർ കൺവെൻഷനൊക്കെ നടത്തി സഭയൊക്കെ തുടങ്ങി. പക്ഷേ എനിക്ക് അങ്ങോട്ട് പുൽപ്പിറ്റിലൊന്നും ചെല്ലാനോ സാക്ഷിയാകാനോ ഉള്ള സാഹചര്യമില്ല. പോലീസ് സ്റ്റേഷനിലായിരുന്നു ഞാൻ ഈ കൺവെൻഷൻ നടക്കുന്ന സമയത്ത്. അതുപോലെ പ്രശ്നങ്ങളാണ്. ഇപ്പം ഞാൻ എൻ്റെ കോമ്പൗണ്ടിൽ നടത്തുകയാണെങ്കിൽ ആരും എന്നെ പിടിക്കുകയല്ലോ. അതിനാണ് ഞാൻ ഈ പണി ആലോചിച്ച് ഒരു ദൂത് കേട്ടിട്ട്. ഇവിടെ അടിമാലി വലിയ ഉണർവുണ്ടാകും, ഇവിടെ വലിയ ഓഡിറ്റോറിയം ഒക്കെ ഉണ്ടാകും, ഇവിടെ വലിയ ആളുകൾ ദൈവത്തെ ആരാധിക്കാൻ വരും. 10-12 വർഷം മുമ്പൊക്കെ വരെ വിദേശത്തു നിന്നൊക്കെ വന്ന ആളുകളൊക്കെ അവിടെ വലിയ പന്തക്കോസുകാർ നടത്തുന്ന വലിയ ഷാരോൻ്റെ ഒക്കെ ജനറൽ കൺവെൻഷനിലും ഡിസ്ട്രിക്ട് കൺവെൻഷനിലും ഒക്കെ വലിയ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, അതൊക്കെ ചെയ്യാൻ കഴിവുള്ളവർ ഇതിനകത്ത് ഇരിപ്പുണ്ടെന്നും പറഞ്ഞു എൻ്റെ ഇടയ്ക്ക്. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പം ഞാൻ അതുകൊണ്ട് വിശ്വാസത്താൽ ഈ പ്രതിസന്ധിയാണെങ്കിൽ ഇങ്ങനെ ഓരോരോ പണി ചെയ്യുമായിരുന്നു. അങ്ങനെ ഇതൊക്കെ കുറേശ്ശെ ചെയ്താണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞത്. അങ്ങനെ ഉണ്ടാക്കി വെച്ചെടുത്ത് 1000 കസേരയെങ്കിലും മേടിച്ചിട്ട് ഇങ്ങനെ ഒരു 3-4 ദിവസത്തെ പ്രോഗ്രാം നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. 6 മാസം 7 മാസമായിട്ട് ഫുൾ ടൈം ലക്ഷങ്ങളും മുടക്കി. കടം മേടിച്ച കാശ് കയ്യിലുണ്ടായിട്ടില്ല. മക്കളുടെ ആരുടെയും ഒരു പൈസ മേടിക്കുകയില്ല. അപ്പോൾ അവർ ഇച്ചിരി തൃപ്തികളുള്ളതുകൊണ്ട് ഞാൻ അതും തീരുമാനിച്ചു. മക്കളുടെ കാശൊന്നും മേടിച്ച് ഇനി ഈ കേരളത്തിൽ ഒരു തോന്നിവാസവും കാണിക്കില്ല എന്നും അതും തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയൊന്നും ആരും ചെയ്യാൻ അങ്ങനെയൊന്നും വന്നല്ല. എനിക്ക് ദൈവം തരുന്ന കഴിവും കൃപയും അനുസരിച്ചോ ചെയ്യുന്നുള്ളൂ. ഇപ്പം ഞങ്ങൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ആഗ്രഹിച്ചിട്ട് അത് നടന്നില്ല. ഇനി ഇപ്പോഴും ഞാൻ പറയുക, ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവം വിടുവിക്കും. നിങ്ങൾ ചെറിയ കാര്യമൊന്നും ആഗ്രഹിക്കരുത് എന്ന് ഞാൻ പറയുക. നിങ്ങളെ വിടുതലൊക്കെ ആഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് നമ്മുടെ ഷെല്ലാമ്മ പറഞ്ഞതുപോലെ അവൻ പെരിയവരാ. അവൻ വാക്കിനാൽ இந்த പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവരാ. അവൻ ചെങ്കടലിനെ പിളർന്ന് ഇസ്രായേലത്തെ 40 ലക്ഷത്തിലെ ആളുകളെ കടത്തിക്കൊണ്ട് പോയവനാ. ദൈവത്തിന് നമ്മുടെ ചിന്തിക്കുന്ന വിഷയങ്ങളൊന്നും വലിയ കാര്യമല്ല. അതുകൊണ്ട് നമ്മുടെ ദൈവം വലിയവനാണ്. ആ വലിയവരിൽ നിന്ന് വൻ കാര്യങ്ങൾ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും പ്രതീക്ഷിക്കുക. ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. നിങ്ങൾക്ക് ആത്മപ്രേരണയുള്ളവർ പ്രാർത്ഥിക്കുക. എൻ്റെ സഭ 50 പേരെങ്കിലും മിനിമം ഉണ്ടായിരുന്നതാണ്. മാങ്കുളത്ത് പൊളിഞ്ഞു പോയത് 85 തുടങ്ങിയത് 90 91 തീർന്നു പോയെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ തീർന്നു പോയെങ്കിൽ ദൈവവചന പ്രകാരം എൻ്റെ വാക്തത്വം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക, 5000 പേരുള്ള ഒരു കൂട്ടായ്മ തരണം. 100 മടങ്ങെന്ന് പറയുമ്പോൾ 50 പേർക്ക് 5000 പേര് തരണം. 2000 പേര് വന്നാൽ ഇരിക്കാനുള്ള സൗകര്യം ഇനി അതിനകത്തെ AC-യോ മറ്റു കാര്യങ്ങളോ സീലിങ്ങോ ഒക്കെ വേണേൽ ചെയ്യണം, ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഇപ്പം വേണമെങ്കിലും അതിനകത്ത് കിടക്കുന്ന സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് 30 ദിവസത്തേക്ക് വേണമെങ്കിൽ കൂട്ടായ്മ തുടങ്ങാൻ എനിക്ക് പറ്റും.
പലർക്കും പേടിയുണ്ട്, വില്ലന്താനം പുറത്തു വന്ന് അവിടെ വല്ലതും ചെയ്താൽ ഞങ്ങളുടെയൊക്കെ കാര്യം എന്താകുമെന്ന്. ഒക്കെ നിങ്ങളെ മനസ്സിൽ അങ്ങനെയൊക്കെ ഇരിക്കുന്നത് എൻ്റെ വിഷയമല്ല. ദൈവം എന്നെ പുറത്തിറക്കുന്ന സമയത്ത് ഞാൻ ഇറങ്ങും. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് എനിക്കറിയാം. ഞാൻ വിശ്വാസത്താലാണ് ഇരിക്കുന്നത്. എൻ്റെ ആശ്രയം മനുഷ്യരിലല്ല, ദൈവത്തിലാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ വൻകാര്യങ്ങൾ ആലോചിക്കുന്നു. എൻ്റെ കാഴ്ചപ്പാടനുസരിച്ചാണ് വിദേശ രാജ്യത്ത് നിന്ന് ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ഹൈ റേഞ്ചിൽ ആൾ വരും. ഞാനിപ്പോൾ എറണാകുളത്ത് ഒരു സഭയിൽ ആരാധനയ്ക്ക് പോകുന്നത്, ജോഷുവ ജനറേഷൻ എന്ന് പറയും. എനിക്ക് 2000 രൂപ വേണം ഒരു ആരാധനയ്ക്ക് പോയിട്ട് മടങ്ങി വരാൻ. ആരും അറിയുന്നില്ല. ഞാൻ രാവിലെ 6 മണിക്ക് വണ്ടി എടുക്കും, 9 മണിക്ക് അവിടെ ചെല്ലും. ആരാധന കഴിയും, ഞാൻ അവിടെ നിന്ന് ഇറങ്ങും, എൻ്റെ പണി നോക്കും. ഞാൻ അവിടെ ആരോടൊന്നും എൻ്റെ വിഷയങ്ങളൊന്നും ഞാൻ അവരോട് സഹായമൊന്നും ചോദിക്കുമോ പ്രാർത്ഥന വിഷയം പറയുമൊന്നുമില്ല. ചെല്ലാൻ വലിയ സഭയാണ്, വലിയ തിരക്കായതിന് ഇതിനൊന്നും കേൾക്കാനൊന്നും ആൾക്ക് നേരവും ഇല്ല, ഇതൊന്നും ആവശ്യവുമില്ല. ദൈവത്തോട് പറയാനുള്ള ദൈവത്തോട് പറഞ്ഞാൽ മതി. അതുകൊണ്ട് അത് ദൈവം ചെയ്യും. എന്നെനിക്ക് ബോധ്യമുണ്ട്. ഇന്ന് ഇത്രയും നേരം ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിച്ച എൻ്റെ അനുഭവ സാക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളെ ഞാൻ ധൈര്യപ്പെടുത്തുകയാണ്. എൻ്റെ അപ്പനെ ഞാൻ ഇന്നും കണ്ടിട്ടാണ് വന്നത്. എൻ്റെ അപ്പൻ രക്ഷിക്കപ്പെടാത്ത ആളാണ്, 97 വയസ്സ് കഴിഞ്ഞു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്ന എൻ്റെ അപ്പനെ ഞാൻ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾപ്പിക്കും, നിങ്ങളെ കേൾപ്പിക്കുന്ന പോലെ, നിങ്ങൾ കേൾക്കുന്ന പോലെ. എൻ്റെ അപ്പനും മനസ്സാന്തരപ്പെടണം, രക്ഷിക്കപ്പെടണം. എൻ്റെ പിതാവിനോട് ഞാൻ പറഞ്ഞിട്ടാണ് വന്നത്. ഇന്നും ചാച്ചനിപ്പോഴും അവസരമുണ്ട്. 97 വയസ്സുള്ള എൻ്റെ പിതാവിനോട് കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 97 വർഷം ചാച്ചൻ പ്രാർത്ഥിച്ചല്ലോ. ഈ മാതാവിനോടും രൂപവും വെച്ചും വിഗ്രഹത്തോടും പാരമ്പര്യം അനുസരിച്ചും വിശുദ്ധരാകാനും ഒക്കെ വേണ്ടി എന്തെങ്കിലും കാര്യത്തിന് ഭൂമിയിൽ ഇന്ന് വരെ ഒരു മറുപടി തന്നിട്ടുണ്ടോ? മറുപടി തരാൻ കഴിവുള്ളവനെ വിളിച്ചപേക്ഷിക്കണം, അവൻ്റെ കൽപ്പനകൾ അനുസരിക്കണം, നിത്യതയെ പോകാൻ പറ്റും. പാരമ്പര്യത്തിനകത്തൊരു പുണ്യാളനാകുന്നതല്ല കാര്യം, നിത്യതയിലെത്തുന്നതാണ്. നിത്യതയിലെത്തിയില്ലെങ്കിൽ ഇവിടെ ഇപ്പം ചെറിയ ശരീരത്തിലൊക്കെ ചൊറിച്ചിലും പാടുമൊക്കെ വരുന്ന പോലെയല്ല, അത് നിത്യമായ ഒരു ചൊറിച്ചിലിനും പാടിനും കാര്യമായി തീരും എന്ന് തമാശയൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്. അതുപോലെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും, നമുക്ക് ഇവിടം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. നമുക്കൊരു നിത്യതയുണ്ട്, മരണാനന്തര ജീവിതമുണ്ട്. അതിനുവേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ സ്വർഗീയ മഹിമ വിടിഞ്ഞ് ഇവിടെ വന്ന് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടത്. ഒരു പാപവും ഒരു തെറ്റും ഒരു കുറ്റവും കാണാതെയാണ് ആ കോടതി അന്ന് അദ്ദേഹത്തെ കർത്താവിനെ ക്രൂശിച്ചത്. അത് നമുക്ക് വേണ്ടിയാണ്. നമ്മളെ ഏത് പാപത്തിലോ ഏത് രോഗത്തിലോ ഏത് ശാപത്തിലോ ഏത് പ്രതിസന്ധിയിലെങ്കിലും ആകട്ടെ ഇരിക്കുന്നത്, നമ്മൾ ഇന്ന് ഈ സാക്ഷി കേൾക്കുന്ന ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും എവിടെ ഇരുന്ന് കേൾക്കുന്നവരായാലും സ്നേഹത്തോടെ നിങ്ങളെ യേശുവിലേക്ക് ഞാൻ വിളിക്കുക. നിങ്ങളെ യേശുവിൻ്റെ പാദപീഠത്തിൽ മുട്ടുമടക്കാൻ തയ്യാറായാൽ, അവൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ ഞാൻ വന്നതുപോലെ ചെന്നാൽ നിങ്ങളെ വിടുവിക്കുന്ന, നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങളുടെ വിലാപങ്ങളെ നൃത്തമാക്കുന്ന, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ ദേശത്തെയും അനുഗ്രഹിക്കുന്ന, നിങ്ങളെ ഒരു അത്ഭുത വിഷയമാക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം ഞങ്ങൾ പുറത്തുവിടാൻ ആഗ്രഹിച്ചത്. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇവിടെ പല പ്രതിസന്ധികളുണ്ട്. ഇത്രത്തോളം സമയം ഇതിന് യാതൊരു ബ്ലോക്കുമില്ലാതെ ദൈവം നടത്തിയതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ എല്ലാവരെയും ഞാൻ വിളിക്കുകയാണ്, ക്ഷണിക്കുകയാണ്, ദൈവത്തിൽ ആശ്രയിക്കാൻ അപേക്ഷിക്കുക. ഈ സമയം ഞാൻ നിങ്ങളോട് ഭൂലോകമെമ്പാടുമുള്ള എല്ലാവരോടും നിങ്ങൾക്ക് എന്നെ ഓർത്ത് എൻ്റെ കുടുംബത്തെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം എന്നെ എന്തിനു വേണ്ടി വിളിച്ചോ, ദൈവത്തിൻ്റെ പദ്ധതി എന്താണോ അത് എന്നിലൂടെ ദൈവം ഈ ഭൂമിയിൽ നിവർത്തിച്ചെടുക്കാൻ, ദൈവത്തിൻ്റെ മഹത്വം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. ഈ സാക്ഷ്യം കേൾക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള
എന്തെങ്കിലും പ്രതിസന്ധിയിലിരിക്കുന്ന ആളുകളാണ്. ആ പ്രശ്നം എന്തെങ്കിലും ആകട്ടെ, അത് ചിലപ്പോൾ രോഗമാകാം, കടമാകാം, തലമുറയുടെ വിഷയമാകാം, മക്കളില്ലാത്ത വിഷയമാകാം, എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ ഒത്തിരി കഥകൾ പറഞ്ഞല്ലോ നിങ്ങളെ, അതിലേതുമാകട്ടെ, അല്ലാത്തതാകട്ടെ, ഇന്ന് രാത്രി നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് കർത്താവിനെ സ്വീകരിക്കുവാനും അവനിലെ കൽപ്പന അനുസരിക്കുവാനും അവൻ്റെ പൈതലായി അവൻ്റെ വചനമനുസരിച്ച് ഈ ഭൂമിയിൽ അവൻ്റെ ഒരു സാക്ഷിയായി അവൻ വിടുവിച്ചാൽ അവൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കാൻ നിങ്ങൾ തീരുമാനിക്കുമെങ്കിൽ നിങ്ങളെ ദൈവം വിടുവിക്കും. അതിനുവേണ്ടി നിങ്ങളെ ഞാൻ റെഡിയാകാൻ വേണ്ടി നിങ്ങളുടെ ഹൃദയം യേശുവിന് കൊടുക്കാൻ വേണ്ടി സമർപ്പിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിഷയം എന്തുമാകട്ടെ അതിനെ ദൈവം വിടുവിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങുക. നിങ്ങളെ ഞാൻ അന്ന് വിളിച്ചതുപോലെ എൻ്റെ കർത്താവേ എന്നുള്ളൊരു വിളി നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ രക്ഷിതാവും കർത്താവുമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വാഗൊണ്ട് ഏറ്റുപറഞ്ഞ് നിങ്ങൾ കർത്താവിനെ സ്വീകരിക്കണമെന്ന് ഞാൻ പറയുന്നു. അതിന് വേറെ ആരും നിങ്ങൾക്ക് ഒരു ഉപദേശവും ഇനി തരേണ്ട ആവശ്യമില്ല. നിങ്ങൾ ദൈവവചനത്തിൽ പറയുന്ന കാര്യം മാത്രം ചെയ്താൽ മതി. അവനെ അവിടെ ചേരാൻ സ്നാനപ്പെടണം, അതൊക്കെ ദൈവത്തിൻ്റെ കൽപ്പനയാണ്. നിങ്ങളെ പാരമ്പര്യങ്ങളെ വിട്ടു മാറണം, ദൈവത്തിൽ ആശ്രയിക്കണം. ഈ 41 വർഷം ഈ തീച്ചുള്ളയ്ക്കകത്ത് ഈ 72ാമത്തെ വയസ്സിൽ ഇന്നും എറണാകുളത്തുനിന്ന് രാവിലെ ഇറങ്ങി ഇവിടെ വന്ന് കർത്താവിൻ്റെ സാക്ഷിയായി ധീരതയോടെ നിൽക്കാൻ എന്നെ നിർത്താൻ ദൈവത്തിന് പറ്റിയാൽ നിങ്ങളെ നിർത്താൻ പറ്റില്ലേ? നിശ്ചയമായും പറ്റും. അതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവരായി ഇട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ പണ്ട് എൻ്റെ കേസ് ജയിച്ചപ്പം ഒരു ആൾക്ക് എൻ്റെ സാക്ഷ്യം കേട്ടിട്ട് വിളിച്ചിരുന്നു. അതിൽ പല ആളുകൾ വിളിച്ചിരുന്നു. ഒരാളുടെ കേസും കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സഹോദരി തൃശ്ശൂർ സൈഡിലുള്ളതാണ്. അവർ പല ആളുകളുടെ അടുത്ത് നിന്ന് ഒരു പ്രൈവറ്റ് ഫൈനാൻസ് കമ്പനിക്ക് കുറേ ഡെപ്പോസിറ്റ് ഉണ്ടാക്കി കൊടുക്കാമോ എന്ന് ചോദിച്ചു. ഉണ്ടാക്കി കൊടുത്തു. ആ നോട്ടൊക്കെ പിൻവലിക്കുന്നതിന് മുമ്പാണ് അങ്ങനെ കൊടുത്ത് കൃത്യമായിട്ട് പലിശയൊക്കെ ആദ്യം കൊടുത്തുകൊണ്ടിരുന്നു. ഭർത്താവ് വിദേശത്താണ്. അത്യാവശ്യം കുറച്ച് സൗകര്യം ഉണ്ടായിരുന്ന ഒരു വീട്ടുകാരാണ്. എന്തായാലും അവർ ഈ പണം തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വന്ന് വീട്ടിൽ പ്രശ്നമായി, നാട്ടിലായി. ഭർത്താവ് വിദേശത്തുനിന്ന് വന്നു. ഈ ഈ സഹോദരി വളരെ മോശമായിട്ട് നടക്കുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ പ്രശ്നമായി, ബന്ധം പിരിയുന്ന പോലെയായി. അവർ ജീവിക്കുന്ന നിമിഷം ഭാര്യ ആത്മഹത്യ ചെയ്താലൊന്ന് ആലോചിച്ചിരിക്കുമ്പോൾ എൻ്റെ ഒരു സാക്ഷ്യം കേൾക്കുന്നു. അവരെന്നെ വിളിച്ചു, അവരെ സങ്കടം പറഞ്ഞു. അവർ വളരെ മോശമായ നിലയിൽ നടക്കുന്നെന്ന് അവരുടെ വീട്ടുകാർ പറഞ്ഞു. ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല സഹോദര, അതിനോട് പറഞ്ഞു. നിങ്ങളുടെ സാക്ഷ്യം കേട്ടോണ്ട് ഞാൻ വിളിച്ചതാണ്. ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു, നാട്ടുകാരും വീട്ടുകാരും പറയുന്നത് പോലെ നീ മോശമായിട്ട് നടന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. നിനക്ക് പ്രാഗൽഭ്യമുണ്ടോ എന്ന് ചോദിച്ചു. നടപ്പ് നല്ലതാണെന്ന് പറയാം. അയ്യോ, ഞാൻ തെറ്റായ ഒരു വഴിക്ക് നിന്നില്ല, ഞാൻ ഇങ്ങനെ ഒരു കുറ്റം മാത്രമേ ചെയ്തുള്ളൂ. പലരുടെ അടുത്തുനിന്ന് പൈസ മേടിച്ച് കുറച്ച് പലിശ കൂടുതൽ തരുന്ന ഒരു പ്രൈവറ്റ് കമ്പനിക്ക് പണം കൊടുത്തു. പണവും ഇല്ല, പലിശയും ഇല്ലാതെ വന്നപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത്. ഞാൻ വേറെ ഒരു കുഴപ്പവും കാണിച്ചില്ല, ഇങ്ങനെ ഒരു അബദ്ധവും എനിക്ക് പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, നിനക്കത് ചെയ്യാതിരിക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കർത്താവിന് നിന്നെ വിടുവിക്കാൻ പറ്റും. നിൻ്റെ ഫൈനാൻസ് കമ്പനിയുടെ പണം നിനക്ക് കിട്ടിയാൽ അവർക്ക് തിരിച്ച് കിട്ടിയാൽ നീ തിരിച്ച് കിട്ടുമെന്നല്ലേ പറയുന്നത്? ആർക്ക് കിട്ടിയാൽ പോരെ? നിൻ്റെ പണം നിനക്ക് തിരിച്ചാൽ കിട്ടിയാൽ ഇത്രയും പ്രശ്നമല്ല ഉള്ളൂ. ഞാൻ ചെല്ലമ്മ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു, ഇതൊരു ചിന്ന പ്രശ്നം ദൈവത്തിന്. ഒരു നിമിഷം മതി ഈ ദൈവത്തിന് ഇത് പരിഹരിക്കാൻ. ഞാൻ അങ്ങനെ അവരെ ആശ്വസിപ്പിച്ചു. അവർ ധൈര്യപ്പെട്ടു. നിനക്ക് കർത്താവിൽ ആശ്രയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ബലമായിട്ട് ആശ്രയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ആ ഫൈനാൻസ് കമ്പനിയുടെ ബ്ലോക്കായിരിക്കുന്ന ഡെപ്പോസിറ്റുകൾ, അവർ മുടക്കിയിരിക്കുന്ന പണങ്ങളെല്ലാം തിരിച്ചു വരാൻ കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിച്ചു. ഈ സഹോദരിയുടെ പൈസ ഫൈനാൻസ് കമ്പനി തിരിച്ചു വിളിച്ചു കൊടുക്കാൻ, അവർക്ക് കൊടുക്കാൻ കർത്താവിനോട് കൽപ്പിക്കാൻ പറഞ്ഞു. ആ ബ്ലോക്ക് മാറാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അധികാരം ഉപയോഗിച്ച് ഞാൻ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചു. ഫൈനാൻസ് കമ്പനിയുടെ ഫണ്ട് പോയത് ബ്ലോക്ക് കഴിഞ്ഞ് തിരിച്ചു വരണം. ഇവരുടെ പണം തിരിച്ചു കൊടുക്കാതെ ബ്ലോക്കായിരിക്കുന്ന അവർക്ക് തിരിച്ചു കൊടുക്കണം. ഇതായിരുന്നു എൻ്റെ ആവശ്യം. കർത്താവിനോട് ചെയ്യാൻ പറഞ്ഞു. ഒരു ഒറ്റ ഓർഡർ ഇടാൻ പറഞ്ഞു. പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ കാര്യങ്ങളെ കൊടുത്തു. ദൈവത്തോട് അങ്ങനെ ചെയ്യാൻ പറഞ്ഞു, അപേക്ഷിച്ചു. ഫോൺ വെച്ചു. വേറൊരു ഫോൺ വന്ന് ഞാൻ എടുത്തു. കുറച്ച് ആ ഫോൺ സംസാരിച്ച് ഇരുന്നപ്പോൾ പിന്നെ കോള് വരിക. ആ ഫോൺ വെച്ച് കഴിയുമ്പോൾ ഈ സഹോദരി വിളിക്കുക,
ആ സഹോദരി വിളിച്ച് എന്നോട് പറഞ്ഞത്, ഫൈനാൻസ് കമ്പനിയിൽ നിന്ന് വിളിച്ചു, പണം റെഡി ആയിട്ടുണ്ട്, വന്ന് വാങ്ങിച്ചോളാൻ. നടന്ന കാര്യമാണ്. ഇത്രയേ ഉള്ളൂ ദൈവത്തിന്. ഏത് കുരുക്കും ഏത് ബ്ലോക്കും ഒറ്റ വാക്ക്, ഒരു നോട്ടം ദൈവത്തിന് ചെയ്യാൻ പറ്റും. തലമുറയില്ലാത്തവരുടെ തലമുറ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഇന്ന് പകൽക്കാലം, രാത്രിയാണെങ്കിൽ നിങ്ങൾ കേൾക്കുന്നെങ്കിൽ രാത്രി, ആ ബ്ലോക്കിനെ അഴിക്കുവാൻ യേശുക്രിസ്തുവിന് കഴിയും. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് പോകുന്ന വാക്ക്, വചനം, അത് അയച്ച കാര്യം നടത്താതെ മടങ്ങി വരില്ല. വിശ്വസിക്കണം. ദൈവത്തിൻ്റെ കൃപ മേടിച്ചുകൊണ്ട് തോന്നിവാസം വേറൊരിടത്ത് കൂടെ പോകാൻ പറ്റില്ല. ദൈവത്തിൻ്റെ വഴിയിൽ, ട്രാക്കിൽ നടക്കണം. തീരുമാനിക്കുമോ? തീരുമാനിച്ചാൽ ഈ നിമിഷം ഏത് ഇരുമ്പോടാമ്പളെയും തകർത്തു മാറ്റുന്ന, മുറിച്ചു മാറ്റുന്ന യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യുന്ന ദൈവ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കും. നിങ്ങൾ കുടുംബത്തിൽ വ്യാപരിക്കും. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു വിവരം പറയാതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. എൻ്റെ ആഗ്രഹം, എൻ്റെ ഈ സാക്ഷ്യം, ഈ കഥ ഭൂലോകമെമ്പാടും കേട്ട് കഷ്ടത്തിലും ദുഃഖത്തിലും പ്രതിസന്ധിയിലും പാരമ്പര്യത്തിൻ്റെ കെട്ടുകളിലും ശാപത്തിലും കഴിയുന്ന അനേകായിരങ്ങൾ ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം പ്രാപിക്കണം. അവർ വിടുതലും സമാധാനവും സ്വസ്ഥതയും നിത്യതയിലും എത്തണം. അതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് നമ്മൾക്ക് മുട്ടുമടക്കാം, ഹൃദയം യേശുക്രിസ്തുവിൻ്റെ ഇതിലേക്ക് തിരിക്കാം, ആശ്രയിക്കാം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ തകർന്നു നുറുങ്ങിയമായ ഒരു ഹൃദയത്തോടെ കർത്താവിൽ ആശ്രയിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി തലകളെ വണക്കാം. എൻ്റെ കർത്താവെ, വിശ്വസ്തനായ ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 3 എപ്പിസോഡുകളായി ദൈവം നടത്തിയ ഉപകാരങ്ങൾ, പ്രധാനപ്പെട്ടത് ഒക്കെയും ഞങ്ങൾ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട് തകർന്നും നുറുങ്ങിയും ഇന്ന് രാത്രി ഈ സന്ധ്യാസമയത്ത്, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ഏത് സമയത്തായാലും ആയിരിക്കുന്ന ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ ആണിപ്പോലുള്ള കരം ഈ ആശ്രയിക്കുന്ന ജനത്തിൻ്റെ മേൽ വയ്ക്കണം. അത് അവരുടെ കടഭാരമാകാം, അവരുടെ രോഗമാകാം, ആശയറ്റുപോയ അനുഭവമാകാം, അവരുടെ തലമുറയുടെ വിഷയമാകാം, അവരുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ വിഷയമാകാം, അവരുടെ ഏത് പ്രതിസന്ധികളിലായാലും, ഏത് മനുഷ്യർക്ക് പരിഹരിക്കാൻ പറ്റാത്ത, ഉത്തരം കിട്ടാത്ത, ആശയറ്റുപോയ മേഖലയാണെങ്കിലും, ഇന്ന് രാത്രി ഞങ്ങൾ ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ, ഇത് കേൾക്കുന്ന സമയം ഏത് നിമിഷവുമായിക്കോട്ടെ, ഈ നിൻ്റെ വായിൽ നിന്ന് പോകുന്ന വചനം, നിൻ്റെ വാക്തത്വം അവരുടെ ജീവിതത്തിൽ ഒരു ഹല്ലേലൂയ സ്തോത്രം, ഒരു ബുള്ളറ്റ് പോലെ തുളച്ചു കയറി അവരെ, കർത്താവേ സ്തോത്രം, അവരുടെ അകത്തിരിക്കുന്നതായ ദുഷ്ടൻ്റെ സകല ഏത് പ്രതിസന്ധി ആയാലും, തകർക്കാൻ നിൽക്കുന്ന ഏത് രോഗത്തിൻ്റെ ആയാലും, ഏത് തന്ത്രത്തിൻ്റെ ആയാലും, ഏത് കടഭാരത്തിൻ്റെ ആയാലും, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ സമയം തന്നെ അവർ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരെ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ തലമുറകളുടെ ബ്ലോക്കുകൾ അഴിയട്ടെ. അവരുടെ വാക്തത്വങ്ങളെ, അവർക്ക് വാക്തത്വ പൈതങ്ങളെ, അവർക്ക് മനോഹരമായ ഐശ്വര്യമുള്ള ദൈവകുഞ്ഞുങ്ങളെ അവർക്ക് ലഭിക്കട്ടെ. അവരുടെ തലമുറയുടെ ഭാവി വിഷയങ്ങളിന്മേൽ അതിലെ കുരുങ്ങിക്കിടക്കുന്ന അനുഭവത്തിന്മേൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരെ അഴിഞ്ഞു മാറി സ്വാതന്ത്ര്യമുള്ളവരായി, അനുഗ്രഹിക്കപ്പെട്ടവരായി മാറട്ടെ. അവർക്ക് വേണ്ടി അതിൽ പുതിയ വഴികളെ തുറക്കുന്നുണ്ട്. സ്തോത്രം. ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായി ഇന്ന് ഭവനമില്ലാത്ത ആളുകൾ, ഒരു സ്വന്തം ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് വേണ്ടി രാജ്യത്തിൻ്റെ നിയമത്തെ മാറ്റാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും. ഒന്നുമില്ലായ്മയെന്ന് സകലത്തെ ഉളവാക്കിയ ദൈവത്തിൻ്റെ ഒരു വാക്ക് മതി അതിനുവേണ്ടി ഒരു വഴി തുറക്കുവാൻ. നിങ്ങൾക്ക് സ്വന്തം ഭവനം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനു വേണ്ടുന്ന മുഖാന്തരങ്ങൾ ദൈവം ഒരുക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി, അവർക്ക് ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. അവർ പാർക്കുന്ന പട്ടണം കർത്താവെ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പട്ടണത്തിൽ വലിയ അനുഗ്രഹങ്ങൾ വരട്ടെ, അവർക്ക് വലിയ വിശാലതകൾ വരട്ടെ. അവരുടെ ജീവിതത്തിൻ്റെ ഏത് ഇടുങ്ങി ഞെരുങ്ങിയിരിക്കുന്ന അനുഭവങ്ങളെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് വിശാലമായ അനുഭവത്തിലേക്ക്, അവരെ അനുഗ്രഹത്തിൻ്റെ പാതയിലേക്ക് അവരെ മാറ്റേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
അതുപോലെ തന്നെ കർത്താവ് എൻ്റെ പിതാവ് സഹിതം ആലോലി അനേകരെ പാരമ്പര്യത്തിൻ്റെ ആ കുഴിക്കകത്ത്, ആ വെട്ടിനകത്ത്, ആ മതിൽക്കെട്ടിനകത്ത് കുടുങ്ങിക്കിടക്കുന്ന ജനത്തെ വിട്ടയക്കില്ല എന്ന് പറയുന്ന ഒരു നല്ല സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം കേൾക്കുകയും കർത്താവേ സ്തോത്രം ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുകയും ചെയ്യുന്ന അവർക്ക് അവരുടെ ഉള്ളിൽ നിന്റെ വചനം പതിച്ച് അവരെ നിനക്ക് ദൈവമായി, നിനക്ക് അവർ ജനവുമായി മാറേണ്ടതിന് വേണ്ടി, അവരുടെ ഹൃദയത്തെ ടച്ച് ചെയ്യേണ്ടതിന് വേണ്ടി, അവർക്ക് നല്ല ബുദ്ധിയും ജ്ഞാനവും കൊടുക്കേണ്ടതിന് വേണ്ടി, തിരിച്ചറിയുന്ന ഹൃദയം കൊടുക്കുന്നതിന് വേണ്ടി, കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവിയും കൊണ്ട് അവരെ വിടുവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവർക്ക് കേൾക്കുന്ന കായതും കാണുന്ന കണ്ണും തിരിച്ചറിയുന്ന ഹൃദയവും കൊടുത്ത് നിന്റെ വചനത്തിൻ്റെ പ്രമാണത്തിന് ഒത്തവണ്ണം കൽപ്പന പ്രമാണം അവരെ കർത്താവെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതി നിത്യരാവകാശിയാക്കുവാൻ അവരെ ഒരുക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പാരമ്പര്യ കെട്ടുകളിൽ നിന്ന് അവരെ വിട്ടൊഴിഞ്ഞ് അവർ സ്വാതന്ത്ര്യം പ്രാപിച്ചു ദൈവവൈദ്യങ്ങളായി തീരട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങനെ നടക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടെയാണ് അടിമയിലാണ് കർത്താവെ ഈ ഇത് നടത്തുവാൻ ആഗ്രഹിച്ചത്. ഈ പ്രതിസന്ധി ഉണ്ടായ സ്ഥലത്താണ് അവിടെ നടക്കാൻ പറ്റാത്ത പ്രതിസന്ധികൾ സൃഷ്ടിച്ചെങ്കിൽ നീ പോകുന്ന വഴിയിൽ അതിലെ പെരുവഴിയിൽ കാലം തികഞ്ഞപ്പം ഞങ്ങൾ ചിന്തിച്ചതിലും നനച്ചതിലും അത്യന്തം അധികമായി ഇത്രയേറിയ മണിക്കൂർ 5-6 മണിക്കൂറോളം കർത്താവ് ദീർഘമേറിയ ഒരനുഭവത്തിൽ കൂടെ നിന്നെ ആലോലെ നിന്റെ പ്രവൃത്തിയെ തെളിയിക്കുവാൻ തന്ന ഈ മഹാഭാഗ്യത്തിനായി സ്തുതിക്കുന്നു. ഈ ഞങ്ങളിപ്പോൾ ഈ ഇത് നടത്തുന്ന ഈ സ്ഥാപനത്തിന് വേണ്ടി, ഈ ഇതിൻ്റെ ഉടമസ്ഥർക്ക് വേണ്ടി, ഇതിൻ്റെ സംഘാടകർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. ഈ നാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ ഇവരെയും ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണം. നിന്റെ പൊന്നുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവെ സ്തോത്രം. ഇത് മാത്രമല്ല കർത്താവെ, ഇതൊരാരംഭമാക്കി മാറ്റുവാൻ, ഒരാത്മീയ കൊടുങ്കാറ്റാക്കി ഞങ്ങളെ മാറ്റുവാൻ, നിനക്ക് വേണ്ടി നല്ല ഫലം കായ്ക്കുവാൻ, കത്തിയെരിയുവാൻ, നിന്റെ വരവെങ്കിൽ ഞങ്ങൾ കാണപ്പെടുവാൻ, ഞങ്ങളെ നിന്റെ ആണിപ്പുള്ള കരം പിടിച്ച് ഞങ്ങളോട് ചെയ്ത വാഗ്ദത്ത പ്രകാരം ലോകാന്ത്യത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെ ഇരിക്കും എന്നുള്ള വാഗ്ദത്ത പ്രകാരം ഞങ്ങളെ നയിക്കേണ്ടതിന് വേണ്ടി ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞ ദൈവസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്ന് നടത്തേണ്ടതിന് വേണ്ടി ഇന്ന് ഈ സാക്ഷ്യം കേൾക്കുന്ന, ഏത് സമയത്താണെങ്കിലും കേൾക്കുന്ന ജനത്തിൻ്റെ കഷ്ടത കാണുന്ന ദൈവം, കണ്ണുനീര് കാണുന്ന ദൈവം, കാണുകയും കേൾക്കുകയും ചെയ്ത ഇസ്രായേൽ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു എന്ന് പറഞ്ഞതുപോലെ കർത്താവെ ഈ സാക്ഷ്യം കേൾക്കുന്ന സമയത്ത് നിന്റെ സന്നിധിയിൽ കഷ്ടതയും കണ്ണുനീരും ഹാലിൽ ഒഴുക്കുന്നവർ, അവരുടെ കഷ്ടതയെ കണ്ട് അവരുടെ ഹാലിൽ നിലവിളി കേട്ട് ഊഴി വിചാരകന്മാരും മുഖാന്തരം അവരെ ഞെരുക്കം കണ്ട് അവരെ വിടുവിപ്പാൻ കർത്താവ് ഇറങ്ങി ചെല്ലുവാൻ വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇതൊരു വലിയ അനുഭവമായി, ഒരു വലിയ കൊടുങ്കാറ്റായി മാറ്റി കർത്താവെ പലരാല് കർത്താവ് ഒരു ചെയിനായി മാറി കർത്താവെ ഇതൊരു കൊടുങ്കാറ്റ് പോലെ, ഒരു കട്ടുതീ പോലെ കർത്താവെ കത്തിപ്പകരുവാൻ ഹാലേലൂയ സ്തോത്രം, ഹാലേലൂയ അതിന് ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിവിടെ ഇത് ഹാലേലൂയ നിന്നിൽ ആശ്രയിച്ച് ഇത്രയും ചെയ്ത് നിനക്ക് മഹത്വം കരയേറ്റി മടങ്ങുമ്പോഴും ഞങ്ങളെ സൂക്ഷിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡ് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങളെ ഇടിച്ച് തകർത്ത് കളയുവാൻ നോക്കിയ ദുഷ്ട പൈശാചിക ശക്തിയുടെ നിരൂപണങ്ങളെ ആലോചനയും വ്യർത്ഥമാക്കിയതുപോലെ ഇന്നും ഞങ്ങൾക്ക് നിന്റെ കരുതലും കാവലും വിട്ട് ജാതിയുടെ ആലോചനയെ വ്യർത്ഥമാക്കി, വംശങ്ങളുടെ നിരൂപണങ്ങളെ നിഷ്ഫലമാക്കി ഞങ്ങൾക്കും വേണ്ടുന്നതായ സംരക്ഷണ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ കുടുംബത്തിനും തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹാലേലൂയ, നീ ഒരു കാര്യം നിശ്ചയിച്ചാൽ നീ അത് നടത്തും. നീ അവിടുന്ന് ഹാലേലൂയ വാക്ക് പറഞ്ഞാൽ അത് പാലിക്കുമെന്ന് ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞു. അത് ഞങ്ങളെ കേട്ട എല്ലാവരും അത് മനസ്സിലാക്കുവാൻ, അനുഭവിപ്പാൻ ദൈവം അവരെ സഹായിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ പൊന്നിക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യഹോവ ഭക്തന്മാരുടെ പ്രാർത്ഥന കേട്ട് ഹാലേലൂയ ഈ ഭൂമിയെ കുലുക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് ഞങ്ങൾ നിന്നിൽ ആശ്രയിച്ച് ഈ ജനത്തിനു വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗം കേട്ട് കർത്താവ് സ്തോത്രം ഹാലേലൂയ ഈ ഒരു വലിയ ഹാലേലൂയ നിന്റെ ചലനം ഈ ലോകത്തിൽ കർത്താവ് വിവിധ സ്ഥലങ്ങളിൽ നിന്റെ ദൃഷ്ടി പതിയേണ്ടതിനും നിന്റെ വായിൽ നിന്ന് അവരെ വിടുവിക്കുന്ന വചനം അയക്കേണ്ടതിനും അത് അയച്ച കാര്യം നടത്തി അവരെ ആദായപ്പെടുത്തേണ്ടതിനും വേണ്ടി നിന്റെ കരങ്ങളിൽ ഒരിക്കൽ കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് താഴ്ത്തി ഏൽപ്പിക്കുന്നു. നീ അങ്ങനെ ചെയ്യുന്നുണ്ട് സ്തോത്രം. നിന്റെ മഹത്വം ഞങ്ങളെ ഈ ദിവസങ്ങളിൽ കേൾക്കുന്നുണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ.